ഹലോ ഡിയേഴ്സ്, അപ്പോൾ എല്ലാവരും തകർത്തിട്ടുണ്ടല്ലോ അല്ലേ മാത്സ് എക്സാം? എങ്ങനെയുണ്ടായിരുന്നു 9ാം ക്ലാസ് ഓണം മാത്സ് എക്സാം എന്ന് വേഗം തന്നെ ഒന്ന് കമൻ്റ് ആയിട്ടൊന്ന് അറിയിക്കുക. സോ മിസ് ഇന്ന് വന്നിരിക്കുന്നത് തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ മാത്സിൻ്റെ ആൻസേഴ്സിൻ്റെ ഒരു ഡിസ്കഷൻ സെക്ഷൻ ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് നേരെ തന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് കിടക്കാം. കാരണം നമുക്ക് കുറച്ചധികം ക്വസ്റ്റ്യൻ്റെ ആൻസറുകൾ അറിയാനുണ്ട്. ഓക്കെ, അപ്പോൾ മിസ് കൂടുതൽ കഥകളിലേക്കൊന്നും പോകുന്നില്ല, നേരെ തന്നെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടന്നോളാം. അതാ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു മാർക്കിന് ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്താണ് പറയുന്നത്? 3 times a number added to 5 times another number. രണ്ട് നമ്പർ ഉണ്ട്, ഞാൻ എക്സ് എന്നും വൈ എന്ന് കൊടുക്കുന്നു. ഓക്കെ, ആദ്യത്തെ നമ്പറിന്റെ 3 times എക്സ് എന്ന് പറയുന്നത് 3 times എന്ന് പറയുമ്പോൾ 3x ആഡഡ് എന്ന് പറഞ്ഞാൽ കൂട്ടുന്നു, പ്ലസ് ചെയ്യുന്നു. എന്തിനോട് പ്ലസ് ചെയ്യുന്നു? 5 times another number, അതായത് വൈൻ്റെ 5 times എന്ന് പറയുമ്പോൾ 5y. ഓക്കെ, ഗീവ്സ് 18. ഇവരെ തമ്മിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ 18 കിട്ടുന്നു എന്നാണ് പറയുന്നത്. സോ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ എ ഇസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെറ്റ് അല്ലേ? ക്ലിയർ ആണ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായി തന്നെ നമുക്ക് നോക്കുമ്പോൾ തന്നെ നമ്മുടെ ആൻസർ കണ്ണിൽ സ്റ്റക്ക് ആവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്താണ്? √2ൻ്റെയും √3യുടെയും ഇടയിൽ വരുന്നത് ഇവരിൽ ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? √2ൻ്റെ വാല്യൂ 1.4 സംതിങ് 414 ഉണ്ട്, ഞാൻ 1.4 വരെ എഴുതുന്നുള്ളൂ. √3യുടെ വാല്യൂ 1.7 സംതിങ് 732 പോവും. ഓക്കെ, ഇവർക്ക് ഇടയിൽ വരുന്നത് ആരാണ്? നേരെ തന്നെ നമ്മുടെ ആൻസർ ഇവിടെ ഉണ്ടല്ലേ, 1.5 എന്ന് പറഞ്ഞാൽ 1.5 അല്ലേ? 1.5 1.4ൻ്റെയും 1.7ൻ്റെയും ഇടയിൽ വരുന്നതാണ്. സോ ഓപ്ഷൻ ബി ഈസ് ദി കറക്റ്റ് ആൻസർ. പെട്ടെന്ന് കിട്ടിയല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 1 മാർക്ക് ക്വസ്റ്റ്യൻ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാവുന്ന ക്വസ്റ്റ്യൻസേ ഉള്ളൂ കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ക്വസ്റ്റ്യൻസ് മാത്രം നമുക്കൊന്ന് ടൈം എടുത്ത് ഡിസ്കസ് ചെയ്യാം. ബാക്കിയെല്ലാം നമുക്ക് ജസ്റ്റ് പറഞ്ഞു പോകാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, എന്താ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പാരലൽ ലൈൻസ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ പറയുന്നത് എന്താണ്? ഇൻ ദി ഫിഗർ, ഓക്കെ, ഇവിടെ പാരലൽ ലൈൻസ് ഉണ്ട്, അവനെ കട്ട് ചെയ്യുന്ന ഒരു ലൈനും പോയിട്ടുണ്ട്. എ ബി എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നുണ്ട്, കാണാൻ പറ്റുന്നില്ല, മിസ് ഒന്ന് ഡാർക്ക് ചെയ്തേക്കാം. ഓക്കെ, എ ബി എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ബി സി, അതായത് ബി മുതൽ സി വരെയും കണ്ടുപിടിക്കുക. ഓക്കെ, അതായത് ഈ ഒരു ലെങ്ത് കണ്ടുപിടിക്കുക. ഇവനും 2 ആയിരിക്കും, ഇവനും 2 ആയിരിക്കും എന്ന് അറിയാം അല്ലേ? അപ്പോൾ 2 + 2, സോ ആൻസർ ഈസ് 4. പെട്ടെന്ന് ആൻസറിലോട്ട് എത്താൻ പറ്റി. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാ ഈ ഒരു മാർക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതാ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേക്കാം. 4th ക്വസ്റ്റ്യൻ. ഇവനും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാണുമ്പോൾ ഭയങ്കര ഭീകരനായിട്ടൊക്കെ തോന്നും, പക്ഷേ ഭയങ്കര സിമ്പിളാണ്. മീൻസ് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, ഇത്രേ ഉള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ടാകും ചില കുട്ടികൾക്ക്, അതുകൊണ്ട് മിസ് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നേക്കാം. ഇവിടെ പറയുന്നത് 20 × 10. അപ്പോൾ അതാ നോക്കാം, 20 × 10 ചോദിച്ചിരിക്കുന്നത്. 20 നമുക്ക് 20 + 1 എന്ന് എഴുതാലോ. 20 തന്നെയല്ലേ? 10 നമ്മൾക്ക് അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും 10 + 1 എന്ന് എഴുതാം. ഇതാ ബ്രാക്കറ്റ് ഓപ്പണിങ് നമ്മൾ സാധാരണ ചെയ്യുന്ന നമ്മുടെ പരിപാടി അല്ലേ? 20 × 10 + 20 × 1/2 + 1/2 × 10 + 1/2 × 1/2. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? 20 × 10 ഞാൻ അതുപോലെ തന്നെ എഴുതി. ഇവിടെയും 1/2 ഉണ്ടല്ലേ, ഹാഫ് ഉണ്ട്. നമുക്ക് നേരെ പുറത്തേക്ക് എടുക്കാം. 1/2 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 20 + 10 മാത്രമേ ബാക്കിയുള്ളൂ. ഇവിടെ വരെ നമുക്ക് തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 20 × 10, 20 × 10, 1/2 × 20 + 10, 1/2 × 20 + 10 പ്ലസ് ആ ഡാഷ് ഉള്ള ഭാഗത്ത് വരുന്ന ആൾക്കാരാണ് ഇവർ അല്ലേ? 1.5 അല്ലല്ലോ, 1/2 × 1/2, അതായത് 1/2 × 1/2, 1/2 × 1/2. അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ? ഇല്ല. സോ ഇവനെ നമുക്ക് ഒന്നുകൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്യേണ്ടതുണ്ട്. ഇതാ നോക്കിക്കേ, 1/2 × 1/2 എന്ന് പറഞ്ഞാൽ ഇൻറ്റു ആയതുകൊണ്ട് 1 × 1 1, 2 × 2 4 എന്ന് എഴുതാം. സോ 1/4 ഈസ് ദി ആൻസർ. എവിടെ എഴുതാം? ഫസ്റ്റ് ഓപ്ഷനാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് വരുന്നത്. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഇങ്ങനെ കുറേ ഫ്രാക്ഷൻസും മൾട്ടിപ്ലിക്കേഷൻ ഡാഷൊക്കെ കണ്ട് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റി അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ, ഇവനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു പ്രൂഫ് ക്വസ്റ്റ്യൻ എന്തോ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നമുക്ക് നോക്കിക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ട്രയാങ്കിൾ ഹാസ് സർക്കിൾ ഓൺ എനി ഓഫ് ഇറ്റ് സൈഡ്. ഓക്കെ, സിമ്പിളാണ്. ഇവിടെ ഐസോസെലസ് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, റൈറ്റ് ട്രയാങ്കിൾ, ഇക്വലാറ്റർ ട്രയാങ്കിൾ, സ്കെയിലർ ട്രയാങ്കിൾ എല്ലാം തന്നിട്ടുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതാ ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസിൻ്റെ
മിഡ് പോയിന്റിൽ നിന്നും അല്ലേ ഇവൻ സർക്കം സെൻറ്റർ ആയിട്ട് എന്ത് വരച്ച് കഴിഞ്ഞാൽ ഒരു എന്താണ് സർക്കിൾ. ഓക്കെ, പെട്ടെന്ന് കിട്ടിയില്ല. സർക്കം റേഡിയസ് എല്ലാം കൂടി മിക്സ് ആയി പോയത്. ഓക്കെ, അപ്പോൾ ഇവൻ സർക്കം സെൻറ്റർ ആയിട്ട് ഒരു സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ എല്ലാവരിലൂടെയും പാസ് ചെയ്ത് പോകും. ആ ഒരു സർക്കം സെൻറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസിൻ്റെ മിഡ് പോയിന്റ് ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്, ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി തന്നെയാണ് ആൻസർ വരുന്നത്. എന്താണ്? റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആയിരിക്കും നമുക്ക് കറക്റ്റായിട്ട് ആൻസർ വരുന്നത്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് എടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഇതിലേതാണ് ട്രൂ ഓർ ഫാൾസ്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരിയെന്ന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. ട്രൂ ഓർ ഫാൾസ് അല്ല, ട്രൂ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. നമുക്ക് നോക്കിയേക്കാം. ഇവിടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫോർ എനി 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്, ഞാനൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് കിടക്കുന്ന എണ്ണൽ സംഖ്യകൾ. വളരെ സിമ്പിളായിട്ട് നമുക്ക് 1, 2, 3, 4 എന്നെടുക്കാം. 4 പേര് സിമ്പിളായിട്ടുള്ള ആളുകളെ എടുത്തു. ഇനി സം ഓഫ് 2 നമ്പേഴ്സ് അറ്റ് ദി എൻഡ്, അതായത് ഈ 2 അറ്റത്തും കിടക്കുന്ന 2 പേരും, അതായത് 1ൻ്റെയും 4ൻ്റെയും സം തുക എന്ന് പറയുന്നത് 5 കിട്ടി. അത് എന്തിനോട് ഈക്വൽ ആണോ? സം ഓഫ് 2 നമ്പേഴ്സ് ഇൻ ദി മിഡിൽ, നടുക്ക് കിടക്കുന്ന 2 പേരുടെ സമ്മിനോട് ഈക്വൽ ആണോ? നമുക്ക് അവരെയും കൂടി കൂട്ടി നോക്കാം. 2 + 3 അതെ 5. ഇവനും ശരിയാണ്, ഇവനും ഈക്വൽ ആണ്. 2 പേരെ തമ്മിൽ കൂട്ടിയാലും 5 തന്നെ വരും. സോ ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് ആണ്. ഇനി സെക്കൻഡ് വൺ നോക്കാം. പ്രൊഡക്റ്റ് ഓഫ് നമ്പേഴ്സ് അറ്റ് ദി എൻഡ്, അതായത് 1ഉം 4ഉം 2 അറ്റത്തും കിടക്കുന്ന നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ്, അതായത് 1 × 4 ഗുണനഫലം, അതായത് 4 കിട്ടും. എന്തിനോട് ഈക്വൽ ആണോ? നടുക്ക് കിടക്കുന്ന 2 നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ്, അതായത് 2 × 3 ചെയ്ത് കഴിഞ്ഞാൽ 6 കിട്ടും. അവനോട് ഈക്വൽ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ 4 ആണ്, ഇവിടെ 6 ആണ്. സോ അവൻ ഈക്വൽ ആയിട്ട് വരുന്നുണ്ടോ? ഇല്ല. സോ സെക്കൻഡ് വൺ റോങ് ആണ്, ഫാൾസ് ആണ് പറഞ്ഞിരിക്കുന്നത്. തേർഡ് വൺ നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ ദി പ്രൊഡക്റ്റ് ഓഫ് ദി 2 നമ്പേഴ്സ് അറ്റ് ദി എൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ ദി പ്രൊഡക്ട്സ് ഓഫ് ദി 2 നമ്പേഴ്സ് അറ്റ് ദി എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരുടെയും പ്രൊഡക്ട്സിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് അറ്റ് ദി മിഡിൽ ഈസ് 2. നമുക്ക് നോക്കിയേക്കാം. എന്ന് പറഞ്ഞാൽ ഈ അറ്റത്ത് കിടക്കുന്ന 2 പേരുടെയും പ്രൊഡക്റ്റ്, അതായത് ഗുണനഫലം, നമ്മൾ ഓൾറെഡി 1 × 4 4 കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നടുക്ക് കിടക്കുന്ന 2 പേരുടെ പ്രൊഡക്റ്റ് ഗുണനഫലം എന്ന് പറഞ്ഞാൽ 2 × 3 അതും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, 6 ആണ്. ഇവരുടെ ഡിഫറൻസ്, വ്യത്യാസം 2 എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ക്വസ്റ്റ്യൻ അല്ല, സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. ശരിയല്ലേ? 6 - 4 എന്ന് പറയുന്നത് 2 തന്നെ വന്നു. സോ മൂന്നാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് ശരിയാണെന്ന് കിട്ടി. ഇനി നമുക്ക് നാലാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. സം ഓഫ് ഫസ്റ്റ് 2 നമ്പേഴ്സ് ആൻഡ് സം ഓഫ് നെക്സ്റ്റ് 2 നമ്പേഴ്സ് ആർ ഈക്വൽ, അതായത് ആദ്യത്തെ 2 പേരുടെ സം തുക, അതായത് 1, 2, 3, 4. ആദ്യത്തെ 2 പേര് 1 + 2 3 ആണ് കിട്ടുന്നത്. എന്തിനോട് ഈക്വൽ ആണോ? അവസാനത്തെ 2 പേരോട് ഈക്വൽ ആണെന്നാണ് പറയുന്നത്. 3 + 4 7. 3ഉം 7ഉം ഈക്വൽ ആണോ? അല്ല. 3 കാണാൻ പറ്റുന്നില്ല. ഓക്കെ, 3ഉം 4ഉം ഈക്വൽ ആണോ? അല്ല. അപ്പോൾ ആദ്യത്തെ 2 പേരെ കൂട്ടുമ്പോഴും അവസാനത്തെ 2 പേരെ കൂട്ടുമ്പോഴും തുല്യമായിട്ടാണ് വരുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വരുന്നില്ല. സോ അവൻ തെറ്റാണ്. എന്തൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇപ്പോൾ കറക്റ്റായിട്ട് വന്നിരിക്കുന്നത് നമുക്ക് നോക്കിയേക്കാം. ഫസ്റ്റ് വണ്ണും തേർഡ് വണ്ണും. എവിടെ? ഫസ്റ്റ് വണ്ണും തേർഡ് വണ്ണും. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ട് വരുന്നത്. ഫസ്റ്റ് വണ്ണും തേർഡ് വണ്ണും ആണ് ട്രൂ, ശരിയായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ. ഇവനെ നമ്മൾ പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വന്നിരിക്കുന്നു. എന്താണ് പറയുന്നത്? ദി ലെങ്ത് ഓഫ് ദി ഡയഗണൽ ഓഫ് എ സ്ക്വയർ. ഓക്കെ, ഒരു സ്ക്വയർ ഉണ്ട്, ഒരു സമചതുരമുണ്ട്. ഇവൻ്റെ ഡയഗണൽ, വികരണത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് വിത്ത് എ സൈഡ് 1 മീറ്റർ. ഓക്കെ, 1 മീറ്റർ 1 മീറ്റർ 1 മീറ്റർ 1 മീറ്റർ. നമുക്കറിയാം ഒരു സമചതുരത്തിൻ്റെ സ്ക്വയറിൻ്റെ എല്ലാ സൈഡും തുല്യമായിരിക്കും. അപ്പോൾ 1 മീറ്റർ എന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും 1 മീറ്റർ ആയിരിക്കും. ഓക്കെ, ഡയഗണലിൻ്റെ ലെങ്ത് √2 ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട് അല്ലേ? ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവൻ 1 ആണെങ്കിൽ സ്വാഭാവികമായും ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് നമുക്കറിയാം √2 ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ? ഒത്തിരി ട്രയാങ്കിൾസ് ഇങ്ങനെ മേലെ 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 സ്റ്റെപ്പ് പോലെ ഇങ്ങനെ കയറി പോകുമ്പോൾ ആദ്യത്തെ ഹൈപ്പോട്ടന്യൂസ് √2, √3, √4, √5 എന്ന് പഠിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇനി പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ തന്നെ ബേസ് അഥവാ പാദം എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് കർണം = √1² + 1². ദാറ്റ് ഈസ് 1 + 1 √2. ഇങ്ങനെ എഴുതി അവസാനിപ്പിക്കാം. ഇത് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് നമുക്ക് ഓപ്ഷൻസ് മാത്രം എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടും. സോ ഇതൊന്നും എഴുതി കാണിക്കണമെന്നില്ല കേട്ടോ, നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 എന്ന് പറയുന്നത് കറക്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. √2 ആണ് നമുക്ക് അവരുടെ ലെങ്ത്ത് വരുന്നത്, എന്തിൻ്റെ? ഡയഗണലിൻ്റെ. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്
If another square is drawn on the diagonal of a given square, okay, the area of second square is twice the area of the first square. ഓക്കെ, ഇത്രേ ഉള്ളൂ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആദ്യം വരച്ചിരിക്കുന്ന ഈ ഒരു സ്ക്വയർ ഇല്ലേടാ, ഇതാ മിസ് ഇതാ ഇവിടെ ഒരു സ്ക്വയർ വരക്കുന്നുണ്ട്. ഈ ഡയഗണൽ ഇവൻ്റെ ഈ ഒരു ഡയഗണൽ നമുക്ക് √2 എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഈ √2 ഡയഗണൽ വരുന്ന ഒരു സൈഡ് വരുന്ന ഒരു സ്ക്വയർ വരച്ചു കഴിഞ്ഞാൽ, ഓക്കെ, എല്ലാ സൈഡും √2 തന്നെയായിരിക്കും അല്ലേ. ഇവൻ്റെ ഏരിയ എന്ന് പറയുന്നത് ആദ്യത്തെ സ്ക്വയർ, അതായത് 1 മീറ്റർ വെച്ച് വരച്ചിരിക്കുന്ന സ്ക്വയർ ഇല്ലേ, ഞാൻ 2 കളർ കൊടുക്കുക അപ്പോൾ പിന്നെ മനസ്സിലാവുമല്ലോ. ഇതാ ഈ വെള്ള വെച്ച് വരച്ചിരിക്കുന്നതാണ് ഫസ്റ്റ് സ്ക്വയർ, മഞ്ഞയാണ് സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ ഫസ്റ്റ് സ്ക്വയറിൻ്റെ ഡബിൾ ആണോ സെക്കൻഡ് സ്ക്വയറിൻ്റെ ഏരിയ, പരപ്പളം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വണ്ണിൻ്റെ ഏരിയ എന്ന് പറയുന്നത് നമുക്കറിയാം എ സ്ക്വയർ ആണ് നമ്മുടെ ഇക്വേഷൻ. എ എന്ന് പറയുന്ന സൈഡ്, അപ്പോൾ ഫസ്റ്റ് വണ്ണിൻ്റെ സൈഡ് 1 മീറ്റർ ആണ് അല്ലേ. അപ്പോൾ 1 സ്ക്വയർ അതായത് 1 എന്ന് വന്നു, കുഴപ്പമില്ലല്ലോ. ഏരിയ എന്ന് പറയുന്നത് 1 എന്ന് വന്നു. ഇനി സെക്കൻഡ് സ്ക്വയറിൻ്റെ ഏരിയ, ഓക്കെ, സെക്കൻഡ് സ്ക്വയറിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് എ സ്ക്വയർ തന്നെയാണ് ഇക്വേഷൻ വരുന്നത്. അവൻ്റെ സൈഡ് √2 ആണ്, നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു അല്ലേ. അപ്പോൾ √2 സ്ക്വയർ എന്ന് പറയുന്നത് 2 വന്നു. ഇതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശരിയല്ലേ. ഇവിടെ ഇതാ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഫസ്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് നോക്കിക്കേ, ഫസ്റ്റ് സ്ക്വയറിൻ്റെ എന്ത് ഡബിളാണ് സെക്കൻഡ് സ്ക്വയറിൻ്റെ ഏരിയ. ആദ്യത്തതിൻ്റെ ഇരട്ടിയാണ് രണ്ടാമത്തതിൻ്റെ പരപ്പളവ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. പക്ഷേ നമുക്കിതാ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്, സ്റ്റേറ്റ്മെൻറ്റ് 1ഉം 2ഉം ട്രൂ ആണ്. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് 1ഉം 2ഉം ട്രൂ ആണ്. ദ ബോത്ത് ആർ ട്രൂ, ദ 2 ഓപ്ഷനിൽ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് നോട്ട് റീസൺ ഫോർ സ്റ്റേറ്റ്മെൻറ്റ് 1 എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ റീസൺ ആണോ, കാരണമാണോ ഇവിടെ സെക്കൻഡ് പറയുന്നത്. ഇവിടെ √2 ആവാൻ കാരണം ഇവൻ്റെ ഏരിയ ഡബിൾ ആയതുകൊണ്ടാണോ? അല്ല. സോ നമ്മുടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. 2 കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത് ശരിയാണ് അല്ലേ. ഓപ്ഷൻ അല്ല, സ്റ്റേറ്റ്മെൻറ്റ് 1ഉം സ്റ്റേറ്റ്മെൻറ്റ് 2ഉം പറഞ്ഞിരിക്കുന്നത് ശരിയാണ്, കാര്യങ്ങളെല്ലാം ശരിയാണ്. പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് 1ൻ്റെ റീസൺ, കാരണമല്ല സ്റ്റേറ്റ്മെൻറ്റ് 2 തന്നിരിക്കുന്നത്. സോ സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് നോട്ട് ദി റീസൺ ഫോർ സ്റ്റേറ്റ്മെൻറ്റ് 1. ഓപ്ഷൻ ഡി ആണ് നമ്മൾക്ക് കറക്റ്റായിട്ട് ആൻസർ വരിക. കുഴപ്പമില്ലല്ലോ, സെറ്റ് അല്ലേ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നന്നായിട്ട് തന്നെ ചെയ്തു എന്ന് കരുതുന്നു. ദാ നമുക്കിനി 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 8ാമത്തെ ക്വസ്റ്റ്യനും സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്താ പറയുന്നത്, ഇൻ ട്രയാങ്കിൾ ABC, ഓക്കെ, ഒരു ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഞാൻ എന്താ വരക്കുന്നു, ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ഉണ്ട്. E and D are the midpoints of side AB and AC റെസ്പെക്റ്റീവ്ലി. അതുപോലെ തന്നെ നമ്മൾ വരക്കണം. D എന്ന് പറയുന്നത് AB-യുടെ മിഡ് പോയിന്റ്, D എന്ന് പറയുന്നത് AB-യുടെ മധ്യബിന്ദു, ആൻഡ് E എന്ന് പറയുന്നത് AC-യുടെ മിഡ് പോയിന്റ്, E എന്ന് പറയുന്നത് AC-യുടെ മിഡ് പോയിന്റ്. ഓക്കെ, ആയിക്കോട്ടെ. ദി ലെങ്ത് ഓഫ് BCയുടെ ലെങ്ത് 8 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ലെങ്ത് ഓഫ് DEയുടെ ലെങ്ത് 5 ആയിരിക്കും എന്നാണ് പറയുന്നത്. എന്താണ് നമ്മൾ മിഡ് പോയിന്റ് തിയറത്തിൽ പഠിച്ചിട്ടുണ്ടല്ലേ. ഒരു ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും 2 സൈഡിൻ്റെ മിഡ് പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്ത് വരക്കുന്ന വര മൂന്നാമത്തെ സൈഡിന് പാരലലുമായിരിക്കും, മൂന്നാമത്തെ സൈഡിൻ്റെ ഹാഫുമായിരിക്കും, പകുതിയായിരിക്കും. ഇതൊരു 8 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവൻ എത്ര ആയിരിക്കണം, അവൻ്റെ പകുതി 4 ആയിരിക്കണം. പക്ഷെ ഇവിടെ പറയുന്നത് 5 ആണെന്നാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 പറയുന്നത് ശരിയാണോ? അല്ല, തെറ്റാണ്. 5 അല്ല വരേണ്ടത്, അവിടെ 4 ആണ് വരേണ്ടത്. ഓക്കെ, സെറ്റ് അല്ലേ. ഇനി സ്റ്റേറ്റ്മെൻറ്റ് 2 നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് 2 എന്ന് പറയുന്നത് ഇൻ എനി ട്രയാങ്കിൾ, ഏതൊരു ത്രികോണം എടുത്താലും ദി ലൈൻ ജോയിനിങ് ദി മിഡ് പോയിന്റ്സ് ഓഫ് 2 സൈഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ലൈൻ ജോയിനിങ് ദി മിഡ് പോയിന്റ്സ് ഓഫ് 2 സൈഡ്സ്, ഏതെങ്കിലും 2 സൈഡ്സിൻ്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ, അതായത് മിഡ് പോയിന്റ്സ് തമ്മിൽ യോജിപ്പിക്കുന്ന വര ദി ലെങ്ത് ഓഫ് ദിസ് തേർഡ് സൈഡ്. ഓക്കെ, ഈ മൂന്നാമത്തെ സൈഡിൻ്റെ പകുതിയായിരിക്കും. അത് തന്നെയല്ലേ നമ്മളിപ്പോൾ പറഞ്ഞത്, മിഡ് പോയിന്റ് തിയറം പഠിച്ചിട്ടുണ്ട്. സോ സ്റ്റേറ്റ്മെൻറ്റ് 2 പറയുന്നത് ശരിയാണല്ലേ. ഇവിടെ ഒരു 12 ആണെങ്കിൽ അവൻ്റെ പകുതിയായിരിക്കണം ഇവിടെ വരേണ്ടത്. സ്റ്റേറ്റ്മെൻറ്റ് 2 ശരിയാണ്, പക്ഷേ 1 പറഞ്ഞത് റോങ് ആണ്, തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം, സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ട്രൂ ബട്ട് 1 ഈസ് ഫാൾസ്. ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. സെറ്റല്ലേ. ഇതാ 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഒത്തിരി വട്ടം നമ്മൾ ക്ലാസ്സിൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട്, പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്, ഷുവറായിട്ടും ചോദിക്കും എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് അല്ലേ, വരക്കുന്ന ക്വസ്റ്റ്യൻസ്. നമുക്ക് കണ്ണും അടച്ച് പറയായിരുന്നു, വരുന്നു, അത്ര ഉറപ്പുണ്ടായിരുന്നു. അടിപൊളിയായിട്ട് എല്ലാവരും വരച്ചിട്ടില്ലേ, പെൻസിൽ യൂസ് ചെയ്ത് വരച്ച കാര്യങ്ങൾ കറക്റ്റായി തന്നെ എഴുതി തന്നെ വരക്കണം കേട്ടോ, നല്ല ഭംഗിയിൽ വരക്കുക. അപ്പോൾ ഇവിടെ പറയുന്നത് ഡ്രോ ആൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ, സമഭുജ ത്രികോണം വരക്കണം. അവൻ്റെ പ്രത്യേകത എല്ലാ വശങ്ങളും സമമായിരിക്കും, എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. പെരിമീറ്റർ തന്നിട്ടുണ്ട് 14 സെൻറ്റിമീറ്റർ. അപ്പോൾ അതാ നേരെ നമുക്ക് 14 സെൻറ്റിമീറ്റർ ലൈൻ വരക്കാം. 14 സെൻറ്റിമീറ്റർ AB ലൈൻ വരച്ചു. ഇനി 14നെ 3 ആയിട്ട് ഭാഗിക്കാൻ സാധിക്കില്ല, നമ്മൾക്കറിയാം. 3ന് തൊട്ട്
അല്ലെ 14 തൊട്ട് പിന്നിലുള്ള 3ന്റെ മൾട്ടിപ്പിൾ, അതായത് നമുക്ക് 4 സെന്റിമീറ്റർ പ്ലസ് 4 സെന്റിമീറ്റർ പ്ലസ് 4 സെന്റിമീറ്റർ എടുത്ത് വരക്കാം, അതായത് 12 വരും അല്ലേ. 12 സെന്റിമീറ്റർ നീട്ടി വരച്ചു. സി എന്ന് പറഞ്ഞ പോയിന്റ് 12 സെന്റിമീറ്റർ. സിയിൽ നിന്ന് ബിയിലേക്ക് ഞാൻ ജോയിൻ ചെയ്തു. 4 4 4 അടയാളപ്പെടുത്തി. പി എന്നും ക്യൂ എന്നും ഞാൻ പേര് കൊടുത്തു. നേരെ തന്നെ ബി സിക്ക് പാരലലായി ഒരു ലൈൻ ക്യൂയിൽ നിന്നും പിയിൽ നിന്നും വരച്ചു. ഇതുപോലെയൊക്കെ തന്നെയല്ലേ വരച്ചത്. ഓക്കെ, നേരെ ഇവനെയും തുല്യമായിട്ട് തുല്യമായി നമ്മൾ എ ബിയെ ഭാഗിച്ചു. നേരെ എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് താഴേക്ക് വരക്കാം. ഈ ഒരു അളവ് കോമ്പസിൽ എടുത്തിട്ട് നേരെ ഇവിടെ കുത്തിയിട്ട് ആർക്ക് കട്ട് ചെയ്തു, ഇവിടെ കുത്തിയിട്ടും ആർക്ക് കട്ട് ചെയ്തു. നല്ല ഭംഗിയിൽ അങ്ങ് ഷെയ്ഡും ചെയ്തു കൊടുത്തു. മാർക്ക് ഇതാ കിട്ടുകയും ചെയ്തു. കിട്ടിയിട്ടുണ്ടാകും, കാരണം അത്രയേറെ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് വരക്കുന്ന ക്വസ്റ്റ്യൻസ്. സെറ്റല്ലേ, ക്ലിയർ അല്ലേ? ലൈവിൽ ഉൾപ്പെടെ നമ്മൾ ഇതെല്ലാം ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും വരുമെന്ന്. സെറ്റല്ലേ? അപ്പോൾ അടിപൊളിയായിട്ട് വരച്ചു എന്ന് കരുതുന്നു. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സം ഓഫ് 2 നമ്പേഴ്സ്. ഓക്കെ, 2 നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സ് നമുക്ക് അറിയില്ല. ആ നമ്പേഴ്സിന് ഞാൻ എക്സ് എന്നും വൈ എന്നും കൊടുക്കുന്നു. സം ഓഫ് 2 നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അവരെ തമ്മിൽ കൂട്ടിയാൽ എക്സ് പ്ലസ് വൈ, തുക എന്ന് പറഞ്ഞാൽ കൂട്ടണം, 41 കിട്ടുന്നു. അവരുടെ ഡിഫറൻസ്, അവരുടെ വ്യത്യാസം, അതായത് എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് 15 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ നമ്പർ എത്ര? ഇത് നമ്മൾ ചെയ്തിട്ടുണ്ട്, ഉറപ്പായിട്ട് വരും എന്ന് ചോദിച്ച് എന്താണ് പറഞ്ഞിരുന്ന ക്വസ്റ്റ്യൻ ആണല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2 കൊടുക്കാം. ഇവിടെ ഒന്നല്ലെങ്കിൽ കൂട്ടുക കുറക്കുക ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾ എക്സ് അല്ലെങ്കിൽ വൈ ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇവരെ തമ്മിൽ അങ്ങ് പ്ലസ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇനി സെപ്പറേറ്റ് എഴുതുന്നില്ല കേട്ടോ. ഇക്വേഷൻ നമ്പർ 1 പ്ലസ് ഇക്വേഷൻ നമ്പർ 2 എന്ന് എഴുതുന്നില്ല. എക്സ് പ്ലസ് എക്സ് എന്ന് പറയുന്നത് 2x വരും. പ്ലസ് വൈയും മൈനസ് വൈയും നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കട്ട് ചെയ്ത് പോയി. ഇവരെ തമ്മിൽ കൂട്ടുമ്പോൾ 56 എന്ന് വരും. ഓക്കെ, 56. ഇതിൽ നിന്നും എക്സ് കണ്ടുപിടിക്കാൻ ഇൻറ്റു 2 ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു ഡിവൈഡഡ് ബൈ 2 ആവും. ഇൻറ്റു 2 അപ്പുറത്തോട്ട് പോകുമ്പോൾ ഡിവിഷൻ ആവും. എക്സ് എന്ന് പറയുന്ന നമ്പർ 28 എന്ന് കിട്ടി. എക്സ് കിട്ടിയാൽ വൈ കിട്ടാൻ ഇനി പ്രയാസമില്ല അല്ലേ. ഇനി നമുക്ക് നേരെ ഈ ഒരു എക്സ് ഈസ് ഈക്വൽ ടു 28 പുട്ട് ഇൻ ഇക്വേഷൻ നമ്പർ, ഇഷ്ടമുള്ള ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുവാണ്. ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 41 ആയിരുന്നു. എക്സ് എനിക്ക് 28 കിട്ടി. 28 പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 41. വൈ കിട്ടാനായിട്ട് പ്ലസ് 28 അപ്പുറത്തോട്ട് കൊടുത്തു കഴിഞ്ഞാൽ വൈ ഇസ് ഈക്വൽ ടു 41 മൈനസ് 28 എന്ന് വരും. സോ വൈ ഇസ് ഈക്വൽ ടു 13. അപ്പോൾ ഏതൊക്കെയാണ് ആ നമ്പേഴ്സ് എക്സ് വൈ എന്ന് പറയുന്ന ആളുകളെ കിട്ടിയായിരിക്കുകയാണ് 28ഉം 13ഉമാണ്. കുഴപ്പമില്ലല്ലോ, നല്ല സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓൾറെഡി നമ്മൾ ഇതെല്ലാം റിവിഷൻ ടൈമിൽ എല്ലാ ക്ലാസ്സുകളിലൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിഫറൻസും അതുപോലെ തന്നെ സമ്മും വരും. ഇനി അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെയും ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, any odd number can be written as difference of 2 perfect squares. ഓർമ്മയുണ്ടായി ഈ ഒരു സെൻറ്റൻസ്? 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ടാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നത് അല്ലേ. ന്യൂ നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ വന്നിരിക്കുന്നത്. നമുക്ക് നോക്കിയേക്കാം. ആരെയാ യൂസിങ് ദിസ് കൺസെപ്റ്റ് 15 ആസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ. ഓക്കെ, 2 പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ ഡിഫറൻസ് ആയിട്ട് 15 എഴുതാൻ പറ്റുമോ? പറ്റും. സിമ്പിൾ. 8 സ്ക്വയർ മൈനസ് 7 സ്ക്വയർ, അതായത് 64 മൈനസ് 49 എന്ന് പറയുന്നത് നമുക്കറിയാം എത്രയാണ്? 15 ആണെന്ന് അറിയാം. ഓക്കെ, ഓരോ ഓഡ് നമ്പേഴ്സ് ആയിരിക്കും വരിക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കിയേക്കാം. 3 സ്ക്വയർ 3 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ 9 മൈനസ് 1 നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ വീണ്ടും ഇതിലേക്ക് പോകുന്നില്ല. അപ്പോൾ അടിപൊളിയായിട്ട് പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. റൂട്ട് 11 റൂട്ട് 7 എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നമ്മൾ വരച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ വന്നിരിക്കുന്നത് 15 ആണ്. നമുക്ക് ചെയ്യാൻ പറ്റും. 8 സ്ക്വയർ മൈനസ് 7 സ്ക്വയർ ആണ് 15 വരുന്നത്. സെറ്റ് അല്ലേ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, 3 സ്ക്വയർ അല്ല കേട്ടോ, 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ, അതായത് 4 മൈനസ് 1 3, ഒരു ഓഡ് നമ്പറാണ്. ഇനി അടുത്തത് നോക്കാം. 3 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ, അതായത് 9 മൈനസ് 4, അടുത്ത ഓഡ് നമ്പർ 5 വരും. അടുത്തത് 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ, അതായത് അടുത്തടുത്ത് കിടക്കുന്ന നമ്പേഴ്സ് കേട്ടോ. 4 സ്ക്വയർ 16 മൈനസ് 9 7 എന്ന് വരും കേട്ടോ. ഓരോ ഓഡ് നമ്പേഴ്സ് ആയിട്ടാണ് വരുന്നത്. അതുപോലെ നമുക്ക് എഴുതാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. 15 എന്ന് പറയുന്ന ഒരു ഓഡ് നമ്പറാണ്. സോ നമുക്ക് ഒരു പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാൻ സാധിക്കും. ഇനി ഞാൻ കൂടുതൽ ഇനി കഥകളിലേക്ക് പോകുന്നില്ല, നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് ന്യൂ നമ്പേഴ്സിൽ. എന്താ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരുന്നു. നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ കഴിഞ്ഞു. 8 സ്ക്വയർ മൈനസ് 7 സ്ക്വയർ നമുക്ക് 15 എന്ന് കിട്ടും. ഇനി ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 15 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഓക്കെ, ഏരിയ
എന്ന് പറഞ്ഞാൽ 15 സെൻറ്റിമീറ്റർ സ്ക്വയർ വരണം പരപ്പളവ് എന്തിൻ്റെ സ്ക്വയറിൻ്റെ. അതായത് 15 എ സ്ക്വയർ ആണ് അല്ലേ, നമ്മുടെ ഇക്വേഷൻ സൈഡ് ഇൻറ്റു സൈഡ് എന്ന് എഴുതിയാലും ശരിയാണ്. എ സ്ക്വയർ രണ്ട് സെയിം തന്നെയാണ് കേട്ടോ. എ സ്ക്വയർ അല്ലേ 15. എ എന്ന് പറയുന്നത് സൈഡാണ്, അപ്പോൾ എ നമുക്ക് അറിയില്ല. എ കണ്ടുപിടിക്കാൻ സ്ക്വയർ ഈക്വൽ ടു അപ്പുറത്തോട്ട് പോകുമ്പോൾ √15 ആവും. ഈ √15 എന്ത് വരുന്നത്, സൈഡ് വരുന്നത്. √15 സ്കെയിലിൽ എടുത്ത് വരക്കാൻ സാധിക്കുമോ, ഇല്ല. അതിനാണ് മിസ് നേരത്തെ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ √11 √7 ഒക്കെ നമ്മൾ വരച്ചിട്ടുണ്ട് അല്ലേ, ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് തോന്നുന്നു കിടക്കുന്നത്, സെക്കൻഡ് ചാപ്റ്ററിൽ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയേക്കാം, ഇതേ രണ്ടുപേരെ തന്നെയാണ് എടുക്കുന്നത് അല്ലേ. അപ്പോൾ 8 സ്ക്വയറിൽ നിന്ന് മൈനസ് ആണ് ചെയ്തിരിക്കുന്നത്. മൈനസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് മൈനസ്, പൈതഗോറസ് തിയറത്തിൽ വരുന്നത് അല്ലേ. അപ്പോൾ ഒരു 7 സെൻറ്റിമീറ്റർ ഞാൻ എന്താ വരച്ചു, 7 സെൻറ്റിമീറ്റർ വരച്ചു, 90 ഡിഗ്രി നീട്ടി വരച്ചു. ഓക്കെ, 90 ഡിഗ്രി നീട്ടി വരച്ചു. ഇതാ ഈ ഒരു പോയിന്റിൽ നിന്നും 8 സെൻറ്റിമീറ്റർ ഞാനൊരു ആർക്ക് കട്ട് ചെയ്തു, 8 സെൻറ്റിമീറ്റർ. അതിനുശേഷം എന്താ ഇവിടെ നിന്ന് എന്താ നീട്ടി വരച്ചു, ഈ ഒരു ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തു. ഈ ഒരു ലൈനാണ് √15 നമുക്ക് വരുന്നത് അല്ലേ. പൈതഗോറസ് തിയറത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് √15 എന്ന് വരും. ഈ അളവ് കോമ്പസിലെടുത്തിട്ട് ഇവിടെ ആർക്ക് കട്ട് ചെയ്യുക, അതേ അളവ് ഇവിടെ നിന്ന് കുത്തിയിട്ട് ഇവിടെയും ആർക്ക് കട്ട് ചെയ്യുക, അതേ അളവ് ഇവിടെ കുത്തിയിട്ട് ഇങ്ങോട്ടേക്ക് ആർക്ക് കട്ട് ചെയ്യുക, നേരെ ഇതാ ജോയിൻ ചെയ്യുക, ആൻസറായി. വളരെ സിമ്പിളായിട്ട് വരക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് ഇത്. മിസ് പെട്ടെന്ന് പറഞ്ഞു പോയത് ഓൾറെഡി നമ്മൾ വരച്ച് ടെക്സ്റ്റ് ബുക്കിലെ സെയിം ക്വസ്റ്റ്യൻ നമ്പർ മാറി വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ കഥകളിലേക്ക് പോവാത്തത്, നമുക്ക് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ കുഴപ്പമില്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയേക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓക്കെ രണ്ട് സെക്ഷനാണ് വരുന്നത്. ഫസ്റ്റ് സെക്ഷൻ നോക്കിക്കാം. എ പ്രൈസ് ഓഫ് ബാഗ് 2 ബാഗ് ആൻഡ് 1 അംബ്രല്ല ഈസ് 1150. ഓക്കെ, അപ്പോൾ ബാഗിൻ്റെ വില നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. ആൻഡ് അംബ്രല്ല എന്താണ്, അംബ്രല്ലയുടെ വില എത്രയാണ്, അംബ്രല്ല വൈ എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നോക്കിക്കാം. 2 ബാഗ് എന്ന് പറയുമ്പോൾ എക്സ് എന്ന് പറയുന്നത് 2x പ്ലസ് പിന്നെ ആരാണ്, ഒരു അംബ്രല്ല അതായത് വൈ, അവരെ തമ്മിൽ കൂട്ടിയപ്പോൾ അതല്ലോ വാങ്ങിച്ചപ്പോൾ. ഓക്കെ, 1150 വന്നു, 1150 രൂപ വന്നു എന്നാണ് പറയുന്നത്. രണ്ടാമത് പറയുന്നത് 2 ബാഗും 3 അംബ്രല്ലാസും വാങ്ങിച്ചു. ഓക്കെ, 2 ബാഗും 3 എണ്ണം. അപ്പോൾ 2 ബാഗും 3 കുടകളും വാങ്ങിച്ചപ്പോൾ നമുക്ക് 1850 രൂപ വന്നു എന്നും പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ബാഗിൻ്റെയും അംബ്രല്ലയുടെയും വില എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ അല്ലേ, 2 ഇക്വേഷൻസ് നമുക്ക് കിട്ടിയില്ലേ. ഫസ്റ്റ് 1 സെക്കൻഡ് 1 എന്ത് ചെയ്താൽ മതി, വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്യുക, അല്ലെങ്കിൽ പ്ലസ് അല്ല മൈനസ് ചെയ്യുക. അപ്പോൾ 2x നമുക്ക് പോകും. അപ്പോൾ ഇക്വേഷൻ നമ്പർ 2ൽ നിന്നും നമുക്ക് ഇക്വേഷൻ നമ്പർ 1 മൈനസ് ചെയ്യാം. 2x പ്ലസ് 3y ഇസ് ഈക്വൽ ടു 1850 മൈനസ് 2x പ്ലസ് y ഇസ് ഈക്വൽ ടു 1150. മൈനസ് ചെയ്താലോ 2x നിന്ന് 2x പോയാൽ 0 ആയിപ്പോയി. 3y നിന്ന് 1y പോയാൽ ബാക്കി 2y ഉണ്ട്. ദാ ഇവനിൽ നിന്നും 0 0 700 എന്ന് കിട്ടി. 2y ഇസ് ഈക്വൽ ടു 700. ഇതിൽ നിന്ന് y കണ്ടുപിടിക്കാമല്ലോ. ദാ y ഇസ് ഈക്വൽ ടു ഇൻറ്റു 2 ഈക്വൽ ടു അപ്പുറത്തോട്ട് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ 2. 700 ഡിവൈഡഡ് ബൈ എത്ര വന്നു, 2 വന്നു. ദെർഫോർ y ഇസ് ഈക്വൽ ടു 350 എന്ന് വന്നു. അപ്പോൾ y എന്ന് പറയുന്നത് ആരുടെ രൂപയാണ്, കുട അല്ലെ, അംബ്രല്ലയാണ് y ആയിട്ട് എടുത്തത്. ആ അംബ്രല്ലയുടെ വില എന്ന് പറയുന്നത് 350 എന്ന് കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി എക്സ് കണ്ടുപിടിക്കാൻ ഏതെങ്കിലും ഇക്വേഷനിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്താൽ പോരെ. അപ്പോൾ ഏതെങ്കിലും ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇക്വേഷൻ നമ്പർ 1ലേക്ക് y ഇസ് ഈക്വൽ ടു 350 കൊടുത്തു കഴിഞ്ഞാൽ 2x പ്ലസ് വൈക്ക് പകരം 350 ഇസ് ഈക്വൽ ടു 1150 എന്ന് കൊടുത്തു. പ്ലസ് 350 ഈക്വൽ ടു അപ്പുറത്തോട്ട് പോകുമ്പോൾ 2x ഇസ് ഈക്വൽ ടു 1150 മൈനസ് 350 ആകും. ദാറ്റ് ഈസ് 2x ഇസ് ഈക്വൽ ടു 700. എക്സ് കണ്ടുപിടിക്കാൻ ഇൻറ്റു 2 അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താകും, ഡിവൈഡഡ് ബൈ 2. സോ എക്സ് ഇസ് ഈക്വൽ ടു 800 ഡിവൈഡ് 2. എക്സ് ഇസ് ഈക്വൽ ടു എത്ര വന്നു, 400 രൂപ. ബാഗിൻ്റെ വില 400 എന്നും വന്നു. ആൻഡ് അംബ്രല്ല കുടയുടെ വില വൈ എന്നും വന്നു. വൈ അല്ലല്ലോ, 350 എന്ന് വന്നു. സെറ്റല്ലേ. അപ്പോൾ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, വെറുതെ എടുത്ത് എഴുതാൻ മാത്രമേ ഉള്ളൂ. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ ആൻസർ ഇവിടെ ഹിഡൻ ആണ്. ഓക്കെ, ഈ ഒരു പേഴ്സ് ഓഫ് ഇക്വേഷൻ അതുപോലെ തന്നെ നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ, ഈ 2 ചാപ്റ്ററിൻ്റെ പ്രത്യേകത ഓൾറെഡി എല്ലാ കാര്യങ്ങളും ഫുള്ള് കുക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് കഴിച്ചാൽ മാത്രം മതി. അതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചാപ്റ്റേഴ്സ് എന്ന് വരിക അല്ലേ. എല്ലാം ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് തന്നിട്ടുണ്ട്, ജസ്റ്റ് അതൊന്ന് കണ്ടുപിടിച്ച് കൊടുക്കുക, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് ചെയ്തു എന്ന് കരുതുന്നു. നമുക്കിനി ഇതിൻ്റെ ബി പാർട്ട് ഉണ്ട്, ബി പാർട്ട് കൂടി നോക്കിയേക്കാം. ഇവിടെ എന്താ പറയുന്നത്, 2 നമ്പേഴ്സ്. ഓക്കെ, 2 നമ്പേഴ്സ് ഉണ്ട്. ലാർജർ 1 ഈസ് 6 ടൈംസ് ദി സ്മോളർ നമ്പർ. ഓക്കെ, സ്മോളർ നമ്പറിനെ subtract the of 2 numbers. The larger one is 6 times the smaller one.
സബ്ട്രാക്റ്റിംഗ് ദി സ്മോളർ ഫ്രം ദി ലാർജർ ഗീവ്സ് 20. ഓക്കെ, സിമ്പിളാണ്. രണ്ട് നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ സ്മോളർ നമ്പർ എന്ന് പറയുന്നത്, ചെറിയ നമ്പർ എന്ന് പറയുന്നത് ഞാൻ എക്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ വലിയ നമ്പർ എന്ന് പറയുന്നത് അവൻ്റെ എന്താണ് 6 ടൈംസ് 6 ഇരട്ടി എന്ന് പറയുമ്പോൾ, ലാർജർ എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു 2 ഇരട്ടി എന്ന് പറയുമ്പോൾ എക്സ് എന്നുള്ളത് 2x ആയി, 6 ടൈംസ് എന്ന് പറയുമ്പോൾ എക്സ് എന്നുള്ളത് 6x ആകും. ആൻഡ് ഇവനെ സബ്ട്രാക്ട് ചെയ്യുന്നു, കുറയ്ക്കുന്നു. അതായത് 6xൽ നിന്നും എക്സ് കുറച്ചപ്പോൾ എനിക്ക് എത്ര വന്നു എന്നാണ് പറയുന്നത്? 20 വന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 6xൽ നിന്നും 1x പോയാൽ 5x ഇസ് ഈക്വൽ ടു 20 എന്ന് വന്നു. ഇതിൽ നിന്നും എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 20 ഇൻറ്റു 5 ഈക്വൽ ടു അപ്പുറത്തോട്ട് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ 5. സോ എക്സ് ഇസ് ഈക്വൽ ടു 4 എന്ന ആൻസർ വന്നു. സെറ്റ് അല്ലേ? കുഴപ്പമില്ലല്ലോ. അപ്പോൾ ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വാട്ട് ആർ ദി നമ്പേഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എക്സ് എന്ന് പറയുന്നത് ചെറിയ നമ്പർ 4 ആണെങ്കിൽ ലാർജ് നമ്പർ 6x ആണ്. അതായത് 6 ഇൻറ്റു എക്സിന് പകരം 4, അതായത് 24 എന്ന് കിട്ടി. അപ്പോൾ രണ്ട് നമ്പേഴ്സും കിട്ടി. വലിയ നമ്പർ എന്ന് പറയുന്നത് 24, സ്മോൾ നമ്പർ എന്ന് പറയുന്നത് 4. ഇതുപോലെ ഒന്ന് എടുത്ത് എഴുതണം കേട്ടോ. ഓക്കെ, എന്നാലേ നമ്മുടെ ആൻസറിന് ഒരു പൂർണ്ണത വരത്തുള്ളൂ. ഓക്കെ, ഞാൻ പറയുന്നതിനൊരു പൂർണ്ണത വന്നില്ലല്ലേ? ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോയാലോ? 13ാമത്തെ ക്വസ്റ്റ്യൻ. സാർ എത്ര ടൈം ആയി ഇപ്പോൾ? 25 മിനിറ്റ് ആയി. ഓക്കെ, 12 ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ആക്കിയിട്ടുണ്ട്. മാക്സിമം മിസ് സ്പീഡിൽ പറയാൻ നോക്കാം. ഇനി വളരെ സ്ലോ ലേണേഴ്സ് നമ്മുടെ ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് സ്ലോയിൽ ഇടാം കേട്ടോ. നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഭയങ്കര ലെങ്ത് ആവണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മിസ് കുറച്ചങ്ങ് സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റിലേക്ക് കടന്നാലോ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 13ാമത്തെ. ഓക്കെ, ഇതിൻ്റെ ബി പാർട്ട് ഉണ്ടോ? വാട്ട് ആർ ദി നമ്പേഴ്സ്? ഓക്കെ, കഴിഞ്ഞു, അത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 13ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, 13ാമത്തെ ക്വസ്റ്റ്യൻ. ദി ഓൾജിബ്രിക് ഫോം ഓഫ് 2 ഡിജിറ്റ് നമ്പേഴ്സ് എൻഡിങ് ഇൻ 3. ഓക്കെ, 2 ഡിജിറ്റ് നമ്പേഴ്സ് ആണ്, 3യിൽ എൻഡ് ചെയ്യണം. ഈസ് ഓക്കെ 10x+3 ആണ്. ആയിക്കോട്ടെ, 10x+3 ആണ്. ആൻഡ് റൈറ്റ് ഓൾജിബ്രിക് ഫോം ഓഫ് 2 ഡിജിറ്റ് നമ്പേഴ്സ് എൻഡിങ് വിത്ത് 6. ഓക്കെ, അപ്പോൾ 3ൽ അവസാനിക്കുന്നതായപ്പോൾ 10x+3 എന്ന് എഴുതി. 6ലാണ് അവസാനിക്കുന്നതെങ്കിൽ 10x+6 എന്ന് എഴുതണം അല്ലേ? അത്രയല്ലേ ഉള്ളൂ. 10x+6 സിമ്പിൾ. ആൻഡ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എക്സ്പ്ലെയിൻ യൂസിങ് ഓൾജിബ്ര പ്രൊഡക്റ്റ് ഓഫ് 2 ഡിഫറെൻറ്റ് 2 ഡിജിറ്റ് നമ്പേഴ്സ്. ഓക്കെ, ആദ്യത്തെ 2 ഡിജിറ്റ് നമ്പർ ഞാൻ 10x എന്ന് എടുത്താൽ രണ്ടാമത്തത് നമുക്ക് 10y എന്ന് എടുക്കാമല്ലോ. രണ്ടൊക്കെ സംഖ്യകൾ വേറെ വേറെ ആയിരിക്കണം. എൻഡിങ് ഓൾസോ ഓക്കെ, രണ്ടുപേരും എൻഡ് ചെയ്യുന്നത് 6ലായിരിക്കണം. അപ്പോൾ 10x+6 വരുന്നുണ്ട്, 10y+6 വരുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ എഴുതി പോകാം കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യനും ഇവരുടെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവരെ തമ്മിൽ എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം. നമുക്ക് ഇൻറ്റു ചെയ്തേക്കാം. നോക്കാം. 10 ഇവിടെ തന്നെ എഴുതാം. ഇനി സെപ്പറേറ്റ് എഴുതേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ഇവിടെ തന്നെ അങ്ങ് ബ്രാക്കറ്റ് ഇടുവാണ് കേട്ടോ. ഇവരെ തമ്മിൽ ഇൻറ്റു ചെയ്യണം. 10x ഇൻറ്റു 10y 10x ഇൻറ്റു 10y പ്ലസ് 10x ഇൻറ്റു 6 10x ഇൻറ്റു 6. നിങ്ങൾക്ക് ഡയറക്റ്റ് മൾട്ടിപ്പിൾ ചെയ്ത് എഴുതുന്നതിന് ഒരു കുഴപ്പമില്ല കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുന്നത്. 6 ഇൻറ്റു 10y 6 ഇൻറ്റു 10y 6 വരെ 10 എഴുതിപ്പോയി. ഓക്കെ, പ്ലസ് 6 ഇൻറ്റു 6 ഇനി ഇവരെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാലോ. 10 ഇൻറ്റു 10 100xy പ്ലസ് 10 ഇൻറ്റു 6 60x പ്ലസ് 6 ഇൻറ്റു 10 60y 6 ഇൻറ്റു 6 36. കുഴപ്പമില്ലല്ലോ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ദി പ്രൊഡക്റ്റ് ഓഫ് 2 ഡിഫറെൻറ്റ് 2 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത് എൻഡിങ് ഇൻ 6 ഓൾസോ എൻഡ് ഇൻ 6 എന്ന് പറഞ്ഞാൽ ഇവരെ തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോഴും 6ൽ എൻഡ് ചെയ്യണം എന്നാണ് പറയുന്നത് അല്ലേ? 6ൽ എൻഡ് ചെയ്യണം. അപ്പോൾ അതവിടെ നോക്കാം. ഇവിടെ 100 എന്ന് പറയുന്ന ആളെ നമുക്ക് 10 ഇൻറ്റു 10 എന്ന് എഴുതാലോ. 100നെ 10 ഇൻറ്റു 10 എന്ന് എഴുതാം. 60നെ 6 ഇൻറ്റു 10 എന്ന് എഴുതാം. ഇവിടെയും 6 ഇൻറ്റു 10 എന്ന് എഴുതാം. കുഴപ്പമില്ലല്ലോ. സെറ്റ് അല്ലേ? 36 നമുക്ക് വേണമെങ്കിൽ 3 ഇൻറ്റു അല്ലെങ്കിൽ 10 ഇൻറ്റു 3 പ്ലസ് 6 എന്ന് എഴുതാം. ഓക്കെ, സെറ്റ് അല്ലേ? നേരെ തന്നെ നമുക്ക് എല്ലായിടത്തും 10 കോമൺ ആണ്. ഇവിടെ ഒരു 10 ഉണ്ട്, ഇവിടെ ഒരു 10 ഉണ്ട്, ഇവിടെ ഒരു 10 ഉണ്ട്, ഇവിടെ ഒരു 10 ഉണ്ട്. ആ 10നെല്ലാവരും ഞാൻ പുറത്തേക്ക് ഇടാണ്. 10. ഇനി ഇവിടെ ബാക്കി ആര് മാത്രമേ ഉള്ളൂ? 10xy ഉണ്ട്. 10xy പ്ലസ് ഇവിടെ 10 പോയാൽ 6x 60നായിട്ടോ നമ്മൾ മാറ്റിയത്. 6x പ്ലസ് ഇവിടെ 10 പോയാൽ 6y പ്ലസ് ഇവിടെ 10 പോയാൽ ഇവിടെ 3 മാത്രമേ ഉള്ളൂ.
പ്ലസ് ആർ ഞാൻ പുറത്തേക്ക് എഴുതി. ഓക്കെ, പ്ലസ് ആർ വേറെ ഒരാളാണ് കേട്ടോ. 10 × 3 10 പോയി, ഇനി 3 മാത്രമേ ബാക്കിയുള്ളൂ. പ്ലസ് ആറിനെ സെപ്പറേറ്റ് ചെയ്ത്. ഇവിടെ നോക്കിക്കേ, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 10 × x, അതായത് 10 × എന്തോ ഒരു നമ്പർ പ്ലസ് 6, അതല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത് 10 × ഏതൊരു നമ്പർ പ്ലസ് 6 എന്ന് പറഞ്ഞാൽ ഇവരുടെ പ്രൊഡക്റ്റിനെയും അല്ലെങ്കിൽ ഇവരെ തമ്മിൽ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാലും 2 ഡിജിറ്റ് നമ്പേഴ്സ് ഇതാ നോക്കിക്കേ, +6, അതായത് ഇത് 6ലാണ് അവസാനിക്കുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയല്ലേ ഇവിടെ വന്നിരിക്കുന്നത് +6 സെറ്റല്ലേ. അപ്പോൾ ഇതൊന്ന് ചിന്തിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ 13ാമത്തെ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, എ പാർട്ട് ബി പാർട്ടൊന്നുമില്ല, നമുക്ക് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. എത്ര പേര് ചെയ്തു എന്നൊന്ന് കമൻ്റ് ആയിട്ടൊന്ന് അറിയിക്കുക. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഐഡിയാസും കാര്യങ്ങളെല്ലാം പഠിച്ചു പോയതുകൊണ്ടാണ് മിസ് കൂടുതൽ എക്സ്പ്ലനേഷൻ ചെയ്ത് പോകാത്തത്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നതെന്ന്. ആൻസർ ഇതാ ഇതുപോലെ തന്നെയാണ് വരുന്നത് കേട്ടോ. ഓക്കെ, സെറ്റല്ലേ. ഫൈനൽ ആൻസറിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് ഒന്നുകൂടി ഒന്ന് റീവാച്ചൊക്കെ ചെയ്തൊന്ന് പഠിക്കുക. സെറ്റല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 14ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ ഒരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേക്കാം. ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. x + 2 × y + 2 എന്ന് പറയുന്നത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഇതാ നോക്കാം. x × y അതായത് xy, x × 2 അതായത് 2x, y × 2 അതായത് 2y + 2 × 2 എന്ന് പറയുന്നത് 4 ആണ്. സെറ്റ് അല്ലേ, ക്ലിയർ അല്ലേ. ഒന്നില്ലെങ്കിൽ ഇതാ xy ഇവിടെ ഉണ്ട്, ലാസ്റ്റ് 4 ഇവിടെ ഉണ്ട്. നടുക്ക് വരുന്ന ആളുകൾ ആരൊക്കെയാണ്? 2x + 2y. വേണമെന്നുണ്ടെങ്കിൽ ഇവരെ 2 പുറത്തെടുത്തിട്ട് 2 × x + y എന്ന് എഴുതിയാലും ശരി തന്നെയാണ് കേട്ടോ. ഓക്കെ, അത് പെട്ടെന്ന് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് പറയുന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സം ഓഫ് 2 ഈവൺ നമ്പേഴ്സ്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. സം ഓഫ് 2 ഈവൺ നമ്പേഴ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഈവൺ നമ്പേഴ്സ് നമുക്ക് 2 നമ്പേഴ്സും അറിയില്ല. ഞാൻ x എന്നും y എന്നും കൊടുത്തു. ആ ഈവൺ നമ്പേഴ്സ് ഇരട്ട സംഖ്യകൾ ഞാൻ x എന്നും y എന്നും കൊടുത്തു. ഇവരുടെ സം അതായത് x + y ചെയ്യുമ്പോൾ എത്ര വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 26 വരും. ആൻഡ് പ്രൊഡക്റ്റ് അവരുടെ ഗുണനഫലം എന്ന് പറയുന്നത് 144 വരും. അതായത് x × y, xy ആണ് 144 വരുന്നത്. What is the product of the next even numbers next to each? ഈ 2 പേരും കഴിഞ്ഞ് അടുത്ത ഈവൻ നമ്പേഴ്സ് തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ അവരുടെ പ്രൊഡക്റ്റാണ് ചോദിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഒരു ഈവൻ നമ്പേഴ്സ് ഞാൻ എഴുതുവാണ്. 2, 4, 6, 8, 10. ഞാൻ ഒരാൾക്ക് x എടുത്തു, ഒരാൾക്ക് ഞാൻ y എന്ന് എടുത്തു എന്ന് കരുതി. അപ്പോൾ x കഴിഞ്ഞാൽ അടുത്ത ഈവൻ നമ്പർ, അതായത് 2 കഴിഞ്ഞാൽ അടുത്തത് 4 ആണ്. +2 ചെയ്താലേ 4 കിട്ടത്തുള്ളൂ. അപ്പോൾ എക്സിൻ്റെ കൂടെ എന്ത് കൂട്ടണം? +2 കൂട്ടണം. y എന്ന് പറയുന്നത് 8 ആണെന്ന് കരുതാം. തൊട്ടടുത്ത ഈവൺ നമ്പർ ഇരട്ടസംഖ്യ കിട്ടണമെങ്കിൽ 8ൻ്റെ കൂടെ 2 കൂട്ടിയാലല്ലേ 10 കിട്ടുന്നത്. സോ വൈയുടെ കൂടെ 2 കൂട്ടണം. ഓടാണേലും ഇവൺ ആണേലും നമ്മൾ ഇതുപോലെയാണ് പഠിച്ചിരിക്കുന്നത്. 1 കൂട്ടരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തെറ്റാണ്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 1. ഓക്കെ, നെക്സ്റ്റ് എണ്ണൽ സംഖ്യകൾ, നെക്സ്റ്റ് നമ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് 1 കൂട്ടാം. പക്ഷേ ഇവിടെ ഓഡ് ഓർ ഈവൺ നമ്പർ, ഒറ്റസംഖ്യ ഇരട്ടസംഖ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് അല്ലേ. ഒരൊറ്റ സംഖ്യ കഴിഞ്ഞാൽ അടുത്ത ഒറ്റസംഖ്യ കിട്ടണമെങ്കിൽ 2 കൂട്ടണ്ടേ. ഒരു ഇരട്ടസംഖ്യ ഈവൺ നമ്പേഴ്സ് കഴിഞ്ഞ് അതിൻ്റെ തൊട്ടടുത്ത് ഈവൺ നമ്പർ കിട്ടണമെങ്കിൽ 2 കൂട്ടണ്ടേ. അപ്പോൾ എക്സും വൈയും അല്ല അവരുടെ x + 1ഉം y + 1ഉം അല്ല. തൊട്ടടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ x + 2 ആൻഡ് y + 2 വരും. സെറ്റല്ലേ. അപ്പോൾ അതാ നമുക്ക് ചെയ്ത് നോക്കിയേക്കാം. അവരുടെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അവരെ തമ്മിൽ ഇൻറ്റു ചെയ്യണം. അപ്പോൾ x കഴിഞ്ഞാൽ അടുത്ത ഈവൻ നമ്പർ x + 2 ആണ്. y കഴിഞ്ഞാൽ അടുത്ത ഈവൻ നമ്പർ y + 2 ആണ്. ഇവരെ തമ്മിൽ ഇൻറ്റു ചെയ്യണം. ചെയ്തേക്കാം. x + 2 × y + 2. വീണ്ടും ദ ബ്രാക്കറ്റ് ഓപ്പണിംഗ്. മിസ് ഡയറക്റ്റ് ആൻസേഴ്സ് എഴുതി പോവാണേ. x × y xy + x × 2 2x + 2 × y 2y + 2 × 2 4. സെറ്റല്ലേ. അപ്പോൾ x × y എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാം. അതിനു മുൻപ് ഞാൻ ആ 2 പുറത്തേക്ക് എടുത്തോട്ടെ കേട്ടോ. xy + ഇവിടെയും 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്. ഞാൻ പുറത്തേക്ക് എടുത്താൽ x + y മാത്രമേ ഇനി ബാക്കിയുള്ളൂ. +4. ഇതെല്ലാം ഒത്തിരി തവണ കുറേ ക്വസ്റ്റ്യൻസിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, xy എന്ന് പറയുന്നത് ഓൾറെഡി നമുക്ക് അറിയാം 144 ആണ്. 144 + 2 × x + y. എവിടെ x + y നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 26 + 4 എന്ന് വന്നു. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാലോ. 144 + 2 52 + 4. ഇവരെല്ലാവരും തമ്മിൽ കൂട്ടുമ്പോൾ ഇതിന് ആൻസർ നിങ്ങൾ അങ്ങോട്ട് കമൻറ്റ് ചെയ്യാം. സിമ്പിളാണ്.
ഞാൻ ആൻസർ എഴുതാൻ പോയതാണ്, പിന്നെ വേണ്ട, എല്ലാം മിസ് പറഞ്ഞു തരണ്ടല്ലോ. ഇതൊന്ന് പ്ലസ് ചെയ്യാൻ മാത്രമല്ലേ ഉള്ളൂ, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. അത് നിങ്ങളൊന്ന് കമൻ്റ് ആയിട്ടൊന്ന് അറിയുക. കമൻ്റ് ആയിട്ട് ചെയ്തവർക്ക് എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ അല്ലേ സാറേ, എന്ത് പറയുന്നത്? നല്ല പിന്നെ ഓക്കെ. അപ്പോൾ ഇനി അയ്യോ വേറൊരു കാര്യം കൂടി ഒന്ന് പറഞ്ഞോട്ടെ. ഈ ആൻസേഴ്സ് ഒക്കെ കണ്ടിട്ട് ഇത് എനിക്ക് ഇങ്ങനെ അല്ലല്ലോ കിട്ടിയത് മിസ്സേ, എൻ്റെ മാർക്കും A+ ഒക്കെ പോയോ? ഒരു ടെൻഷനും വേണ്ട. നമ്മൾ 9ാം ക്ലാസ്സിലായിട്ട് ആദ്യമായിട്ട് എഴുതുന്ന പരീക്ഷയാണ് ഓണപ്പരീക്ഷ അല്ലേ. അപ്പോൾ അത് പരീക്ഷയായിട്ട് മാത്രം കാണുക. ഇനി മാർക്ക് കൂടുതൽ വാങ്ങിച്ചവർ ഇതുപോലെ തന്നെ മുന്നേറാം. A+ എത്തിയവർ ഫുൾ മാർക്കിലോട്ട് എത്താനായിട്ട് ഒന്നുകൂടി ഒന്ന് പരിശ്രമിക്കുക. ഓക്കെ, നന്നായിട്ടൊന്നുകൂടി പഠിക്കുക. ഇനി മാർക്ക് കുറഞ്ഞവരാണെങ്കിൽ അവർ വിഷമിക്കേണ്ട യാതൊരു ആവശ്യമില്ല. പരീക്ഷയാണ്, മാർക്ക് കുറയും കൂടും അല്ലേ. നമുക്ക് ആ ഒരു 2 ചാൻസേ ഉള്ളൂ അല്ലേ. സാധ്യത, നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സംഭവമാണ് അല്ലേ സാധ്യത. എനിക്ക് പെട്ടെന്ന് അതാണ് ഓർമ്മ വന്നത്. ഓക്കെ, എനിവേ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാലും വിഷമം ഉണ്ടാകും, സ്വാഭാവികം. പക്ഷേ ആ വിഷമം അതൊരു തീക്കനലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്രിസ്മസ് പരീക്ഷയ്ക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. നിങ്ങളെ കൊണ്ട് പറ്റും മക്കളെ, അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, ഇനി മാർക്ക് കുറഞ്ഞെന്ന് വെച്ച് വിഷമിച്ചിരിക്കാനുള്ളതല്ല നമ്മുടെ ഈ ഒരു സമയം. സൂപ്പറായി തന്നെ ആ മാർക്ക് കുറഞ്ഞ എക്സാം പേപ്പറിൽ കൂടുതൽ വാങ്ങിച്ച് കാണിച്ചു കൊടുക്കണം. അപ്പോൾ അടിപൊളിയായിട്ട് ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കും. ഇപ്പം തന്നെ മനസ്സിൽ ഉറപ്പിക്കുക. ഓക്കെ, ഇപ്പോൾ മാർക്ക് കുറഞ്ഞാൽ ചിലപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു നിമിത്തമായിരിക്കാം അല്ലേ, നമ്മളൊന്നുകൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയാണ്, നമ്മുടെ ലെവൽ ഓഫ് എന്താണ് സ്റ്റഡിങ്, നമ്മൾ പഠിക്കുന്നത് എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു പരീക്ഷയായിട്ട് കാണുക. ഓക്കെ, എല്ലാ പരീക്ഷയും അങ്ങനെ കാണാനല്ല കേട്ടോ മിസ്സ് പറഞ്ഞത്, ഓണം എക്സാമിൻ്റെ കാര്യമാണ് മിസ്സ് പറയുന്നത്. ഇനിയും നമുക്ക് അടുത്ത പരീക്ഷയ്ക്ക് ഒരിക്കലും ഇപ്പോൾ നിൽക്കുന്നതിൽ നിന്ന് താഴേക്ക് പോകരുത് എന്ന് മനസ്സിൽ ഉറപ്പിച്ച് അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കണം. പഠിക്കത്തില്ലേ അടിപൊളിയായിട്ട് പഠിക്കുക. ഓക്കെ, ആൻഡ് ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു പോയാൽ വീണ്ടും നമ്മുടെ 25-26 ക്വസ്റ്റ്യൻസ് വരെ എത്തത്തില്ല. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇതിൻ്റെ ആൻസർ എന്ത് ചെയ്യണം? കോമൻ്റായിട്ട് അറിയിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കാം. ഇതിൻ്റെ ബി പാർട്ട് ഉണ്ടെന്നല്ലോ. അപ്പോൾ ബി പാർട്ട് നോക്കാം. നമ്മളോട് പറയുന്നത് ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ വിത്ത് ലെങ്ത് എക്സ് ബ്രെഡ്ത്ത് വൈ. ഓക്കെ, ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട് ലെങ്ത്തും ബ്രെഡ്ത്തും, നീളം വീതിയും എക്സും വൈയും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ലെങ്ത് എന്ന് പറയുന്നത് L=H ആൻഡ് B=Y ആണെന്ന് പറയുന്നുണ്ട്. അവരുടെ ഏരിയ അതായത് പരപ്പളവ് തന്നിട്ടുണ്ട്. എന്താണ് ഇക്വേഷൻ? L×B അതായത് X×Y. XY എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 96 ആണെന്ന് പറയുന്നുണ്ട്. ആയിക്കോട്ടെ, ഇനി എന്താ പറയുന്നത്? വെൻ ദി ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഇൻക്രീസ്ഡ് ബൈ 1. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഞാൻ ഒത്തിരി തവണ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പേജ് നമ്പർ 80-ലാണെന്ന് തോന്നുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നോക്കാതെ പോവരുതെന്നൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? അതേ ക്വസ്റ്റ്യനാണ് വന്നിരിക്കുന്നത് അല്ലേ. ലെങ്ത്തും ബ്രെഡ്ത്തും എക്സും വൈ ആയിട്ട് എടുത്തു. അവർ രണ്ടുപേരും 1 വെച്ച് കൂടി, 1 മീറ്റർ വെച്ച് കൂടി എന്നാണ് പറയുന്നത്. കൂടിയപ്പോൾ ഏരിയ 117 ആയി. അങ്ങനെയാണെങ്കിൽ X+Y കണ്ടുപിടിക്കുക, പെരിമീറ്റർ കണ്ടുപിടിക്കുക. പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ എന്താണ്? 2×L+B, അതായത് 2×L-ഉം B-യും Xും Y ആണ്. 2×X+Y കണ്ടുപിടിക്കണം. ഫൈൻഡ് X+Y, അവനെയും കണ്ടുപിടിക്കണം. വളരെ 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 സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. നമുക്ക് നോക്കാമല്ലോ. എനിക്ക് തോന്നുന്നു ആ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യനെല്ലാം കുറച്ചും കൂടി എളുപ്പമായിട്ടുണ്ട് കേട്ടോ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ലെങ്ത് എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്നത് 1 മീറ്റർ കൂടി. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ മായ്ക്കുന്നതേ എനിക്കിങ്ങനെ കറക്റ്റ് ലൈനിൽ വന്നില്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടൂല. ചെറിയൊരു വളമുണ്ട്, ഭയങ്കരമായിട്ട് വളഞ്ഞു കഴിഞ്ഞാൽ എന്തോ പോലെ തോന്നും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയേക്കാം. ലെങ്ത് എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്നത് 1 കൂടുമ്പോൾ X+1 ആയി. ആൻഡ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് Y ആയിരുന്നു, 1 കൂടിയപ്പോൾ Y+1 ആയി. എന്നിട്ട് ഇവരുടെ ഏരിയ, ഇവരുടെ പരപ്പളവ് എന്ന് പറയുന്നത് 117 കിട്ടി എന്നാണ് പറയുന്നത്. ഈ 117 കിട്ടണമെങ്കിൽ X+1 × Y+1 ചെയ്യണം അല്ലേ. ഈ X×Y അതായത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്ത് കഴിഞ്ഞാലാണ് 117 കിട്ടുന്നത്. സെറ്റ് അല്ലേ, ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾക്ക് ഇനി വീണ്ടും ഇങ്ങനെ കിട്ടിയാൽ നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്ത് ഓപ്പൺ ചെയ്യണം? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ചെയ്തേക്കാം. അപ്പോൾ അതാ നോക്കാം. X+1 × Y+1 = 117. മിസ് ഡയറക്റ്റ് എഴുതി പോക്കോട്ടെ. X×Y XY പ്ലസ് X×1 X തന്നെയാണ് പ്ലസ് 1×Y Y തന്നെയാണ് പ്ലസ് 1×1 1 = 117. കുഴപ്പമില്ലല്ലോ, സെറ്റ് അല്ലേ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നോക്കിയേക്കാം. X×Y എത്രയാണ്? X×Y 96 അറിയാം, 96 പ്ലസ് X+Y +1 = 117. അതുപോലെ തന്നെ എഴുതി. 96 + 1 97 പ്ലസ്
എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 117. എന്താ കണ്ടുപിടിക്കേണ്ടത്? എക്സ് പ്ലസ് വൈ. അപ്പോൾ എക്സ് പ്ലസ് വൈനെ അവിടെ തന്നെ നിർത്തിയിട്ട് ഈ പ്ലസ് 97 ഈക്വൽ ടുവിന് അപ്പുറത്തോട്ട് കൊടുക്കണം. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 117 പ്ലസ് 97 അപ്പുറത്തോട്ട് പോകുമ്പോൾ മൈനസ് 97. എത്ര വന്നു? എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 20 എന്ന് വരും. സെറ്റല്ലേ? ക്ലിയർ അല്ലേ? പെട്ടെന്ന് തന്നെ ആൻസറിലോട്ട് എത്താൻ പറ്റിയില്ലേ? സെറ്റാണല്ലോ. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അവൻ്റെ പെരിമീറ്റർ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ചുറ്റളവ് കണ്ടുപിടിക്കണം. എന്താണ് ചുറ്റളവിൻ്റെ ഇക്വേഷൻ? 2 ഇൻറ്റു എൽ പ്ലസ് ബി, അതായത് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ആണ്. ഈ എക്സ് പ്ലസ് വൈ എന്താണെന്ന് 20 ആണെന്ന് കണ്ടുപിടിച്ചു അല്ലേ? അപ്പോൾ 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ, അതായത് 2 ഇൻറ്റു 20 ചെയ്താൽ പോരെ? പെരിമീറ്റർ കിട്ടിയില്ലേ? എത്ര വന്നു? 40 സെൻറ്റിമീറ്റർ എന്ന് വന്നു. അടിപൊളിയായിട്ട് നമുക്ക് പെട്ടെന്ന് ആൻസറിലോട്ട് എത്താൻ പറ്റി. കുഴപ്പമില്ലല്ലോ. സെറ്റല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് ആർക്കെങ്കിലും ആൻസർ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് കടന്നാലോ? ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെയും 15ാമത്തെ ക്വസ്റ്റ്യനിൽ എ പാർട്ടും ബി പാർട്ടും ഉണ്ട്. നമുക്ക് എന്താണെന്ന് നോക്കിയേക്കാം. എ പാർട്ടിൽ പറയുന്നത് ഇൻ ദി ഫിഗർ എ ഡി പെർപെൻഡിക്കുലർ ടു ബി സി. ഓക്കെ, ബി സിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എ ഡി വന്നിരിക്കുന്നത്. എ ബി 2 ആണ്, 2 മീറ്റർ. എ ഡിയും സി ഡിയും 1 മീറ്റർ ആണ്. ഓക്കെ, എ ഡിയും സി ഡിയും 1 മീറ്റർ ആണ്. എ സി എത്രയാണ്? ഇതാ നോക്കിക്കേ, എ സി എത്രയാണ്? ഭയങ്കര സിമ്പിൾ. ഇതാ നോക്കിക്കേടാ, ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഇവിടെ ഇതാ ഒരു റൈറ്റ് ട്രയാങ്കിൾ വന്നിട്ടുണ്ട് അല്ലേ, ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു ബേസ് എന്ന് പറയുന്നത് 1 ആണ് ആൻഡ് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. നമുക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, നമുക്കറിയാം അതെന്താണെന്ന് അറിയാം. റൂട്ട് 2 ആണെന്ന് ഓൾറെഡി അറിയാവുന്നതാണ് അല്ലേ? നമ്മൾ ആ സ്റ്റെപ്പ് വരുന്ന ട്രയാങ്കിൾസിൻ്റെ ക്വസ്റ്റ്യനിൽ ചെയ്ത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ റൂട്ട് 2 എന്ന് വന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഈസ് റൂട്ട് 2. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ ബി ഡി കണ്ടുപിടിക്കുക. ബി ഡി എന്ന് പറയുന്നത് ഇപ്പുറത്തൊരു റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. അവനെയും കൂടി ഒന്ന് മിസ് ഒന്ന് കാണിച്ചു തന്നേക്കാം. നമുക്ക് റെഡ് കളർ എടുക്കാം അല്ലേ? ഓക്കെ, ഇതാ ഈ ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവുന്നില്ലേ? ഈ ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് 2 ആൻഡ് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെയാണെങ്കിൽ ബേസ് കണ്ടുപിടിക്കണം. എന്താണ് ഇക്വേഷൻ? ബേസ് കണ്ടുപിടിക്കാനായിട്ട് ബേസ് ഈസ് ഈക്വൽ ടു പാദം ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് 2 ആണല്ലേ? 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ 4 മൈനസ് 1 റൂട്ട് 3 എന്ന് വരും. ഇവിടെ ഇതാ റൂട്ട് 3 എന്ന് വന്നു. സെറ്റ് അല്ലേ? എല്ലാ ആളുകളെയും കിട്ടി. ഇതാ ഇവനും റൂട്ട് 3 എന്ന് വന്നു. ഇനി കാൽക്കുലേറ്റ് ദി പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ എ ബി സി അപ് ടു സെൻറ്റിമീറ്റർ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എല്ലാം മീറ്ററിലാണ്. ഇവരെല്ലാവരുടെയും അല്ലേ സെൻറ്റിമീറ്ററിലോട്ട് മാറ്റണം. എന്ത് കണ്ടുപിടിച്ചിട്ട്? പെരിമീറ്റർ അല്ലേ, ചുറ്റളവ് കണ്ടുപിടിക്കണം. എന്തിൻ്റെ? എ ബി സിയുടെ. അതായത് എന്താ നോക്കാം, എ ബി സിയുടെ ഞാൻ ഇതൊന്നും വായിക്കുന്നുണ്ട്. എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കണമെങ്കിൽ എ ബിയും ബി സിയും എ സിയും എല്ലാ സൈഡും തമ്മിൽ ആഡ് ചെയ്യണം. അതായത് ദാ ഈ ഒരു സൈഡ് എന്ത് കളർ വെച്ച് വരക്കാം? ദാ ഈ ഒരു സൈഡും ഈ ഒരു സൈഡും ഈ ഒരു സൈഡും തമ്മിൽ കൂട്ടണം. എല്ലാ ആളുകളുടെയും അളവുകൾ നമുക്കറിയാം അല്ലേ? ദാ അപ്പോൾ 2 മീറ്റർ അല്ലേ? 2 മീറ്റർ പ്ലസ് പെരിമീറ്റർ ചുറ്റളവ് ഈസ് ഈക്വൽ ടു 2 പ്ലസ് പിന്നെ ആരൊക്കെയാണ്? ഇവിടെ ഒരു റൂട്ട് 3 ഉണ്ട്, ഇവിടെ ഒരു 1 ഉണ്ട്, മറന്നു പോരുതേ. റൂട്ട് 3 പ്ലസ് 1 പ്ലസ് ഇവിടെ ഒരു റൂട്ട് 2 ഉണ്ട്, റൂട്ട് 2. ഓക്കെ, സെറ്റാണല്ലോ. അപ്പോൾ ദാ 2 പ്ലസ് 1 3 പ്ലസ് റൂട്ട് 3 പ്ലസ് റൂട്ട് 2. ഓക്കെ, ദാറ്റ് ഈസ് 3 പ്ലസ് 1.73 പ്ലസ് 1.41. അപ്പോൾ ഇവരെല്ലാവരും തമ്മിൽ കൂട്ടുക. സെറ്റാണല്ലോ. ഇവിടെ നമ്മുടെ വാല്യൂസ് എല്ലാം റൂട്ട് 2ൻ്റെയും റൂട്ട് 3യുടെയും വാല്യൂസ് എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓർമ്മയുണ്ടല്ലോ അല്ലേ? അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടാവും. ഇനി കുറച്ച് പേര് വേണമെങ്കിൽ ഇതാ ഇവിടെ വെച്ച് അങ്ങ് അവസാനിപ്പിക്കും. ഓക്കെ, വാല്യൂസ് അറിയാമെന്നുണ്ടെങ്കിൽ വാല്യൂസ് ഇട്ട് തന്നെ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ആൻസർ മിസ് ജസ്റ്റ് ഒന്ന് എഴുതി തന്നേക്കാം. 6. തമ്മിൽ കൂട്ടുമ്പോൾ 6.14 മീറ്ററാണ് വരുന്നത്. ഇങ്ങനെ എഴുതി അവസാനിപ്പിക്കരുത്. അത് സെൻറ്റിമീറ്ററിലേക്ക് മാറ്റാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റണമെങ്കിൽ 6.14 ഇൻറ്റു 100 ചെയ്യണം. അതായത് 614 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോൾ നല്ല എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷൻ തന്നെയായിരുന്നു എ സെക്ഷൻ. ഇനി നമുക്ക് ബി സെക്ഷൻ എന്താണെന്ന് നോക്കാം. ബി സെക്ഷൻ ഭയങ്കര സിമ്പിളാണ്. ഈ ഒരു ഫിഗർ കണ്ടുപിടിച്ചിട്ടുണ്ടോ നമ്മൾ ക്ലാസ്സിലും അതുപോലെ തന്നെ ലൈവിലെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സെയിം ക്വസ്റ്റ്യൻ, ഇവിടെ നമ്പേഴ്സ് ഒന്നും മാറിയിട്ടുണ്ടെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ മിസ് അതൊന്ന് നോക്കിയേക്കാം. എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്? ഈ ഫിഗർ. ഓക്കെ, ഇവിടെ റൂട്ട് 5ൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇതുപോലെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ വാല്യൂ ഇട്ട് തന്നെ വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഓക്കെ,
നമുക്ക് എ ബി എന്ന് പറയുന്ന 2 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്, എ ഇ 3 സെൻറ്റിമീറ്റർ. വാട്ട് ഈസ് ദി സൈഡ് ഓഫ് ദി ഏരിയ ഓഫ് ദി സ്ക്വയർ? ഓക്കെ, ഇവൻ്റെ ഏരിയ കണ്ടുപിടിക്കണം, അതായത് പരപ്പളവ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ പരപ്പളവ് കണ്ടുപിടിക്കാൻ ഈ ഒരു സൈഡ് വേണമല്ലോ. ഒരു സൈഡും നമുക്ക് അറിയില്ല, എല്ലാ സൈഡും ഈക്വൽ ആണെന്ന് അറിയാം. ഈ സൈഡ് കണ്ടുപിടിക്കണമെങ്കിൽ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ, മട്ടത്രികോണമല്ലേ. ഇവിടെ ഹൈപ്പോട്ടന്യൂസ് 3, കർണം 3 തന്നിട്ടുണ്ട്, ബേസ് പാദം 2 തന്നിട്ടുണ്ട്. അതായത് ഈ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്ന ആളാണ് നമ്മുടെ സ്ക്വയറിൻ്റെ ഒരു സൈഡ് അല്ലേ, ഒരു വശം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ ഇവിടെ തന്നെ കണ്ടുപിടിച്ചേക്കാം. ഓൾട്ടിറ്റ്യൂഡ് ലംബം ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ, കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 3 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ 9 - 4 റൂട്ട് 5 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഒരു സൈഡ് റൂട്ട് 5 ആണ്, 5 കിട്ടിയല്ലേ, റൂട്ട് 5 എന്ന് വന്നു. അങ്ങനെയാണെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാമല്ലോ. ഏരിയ ഈസ് ഈക്വൽ ടു പരപ്പളവ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ. എ എന്ന് പറയുന്നത് ഒരു സൈഡാണ്, അപ്പോൾ റൂട്ട് 5 സ്ക്വയർ എത്ര വന്നു? 5 സെൻറ്റിമീറ്റർ അല്ലട തന്നിരിക്കുന്നത്. ഓക്കെ, സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് വന്നു. റൂട്ട് 5ൻ്റെ സ്ക്വയർ 5, റൂട്ട് 3ൻ്റെ സ്ക്വയർ 3 നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ കഴിഞ്ഞു. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത് വാട്ട് ഈസ് ദി പെരിമീറ്റർ ഓഫ് ദി സ്ക്വയർ? ഓക്കെ, ഏരിയ മാത്രമല്ല ചോദിച്ചിരിക്കുന്നത്, ഇവൻ്റെ എന്തുകൂടി ചോദിച്ചിട്ടുണ്ട്? പെരിമീറ്റർ, ചുറ്റളവ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാ വശങ്ങൾ, ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എല്ലാ വശങ്ങളും തമ്മിൽ കൂട്ടുന്നതാണ്. എല്ലാ വശവും എത്ര സെൻറ്റിമീറ്റർ ഉണ്ട്? റൂട്ട് 5 സെൻറ്റിമീറ്റർ ഉണ്ട് അല്ലേ. റൂട്ട് 5 പ്ലസ് റൂട്ട് 5 പ്ലസ് റൂട്ട് 5 പ്ലസ് റൂട്ട് 5, ദാറ്റ് ഈസ് 4 ഇൻറ്റു റൂട്ട് 5 ചെയ്യാം. സെറ്റല്ലേ? അതായത് 4 ഇൻറ്റു റൂട്ട് 5ൻ്റെ വാല്യൂ 2.23 എന്ന് തന്നിട്ടുണ്ട്. ഫൈനൽ ആൻസർ മിസ് എഴുതുവാണേ, കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 8.92 സെൻറ്റിമീറ്റർ എന്ന് വരും. ഓക്കെ, റൂട്ട് 5ൻ്റെ വാല്യൂ തന്നതുകൊണ്ട് തീർച്ചയായിട്ടും അത് തന്നെ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ പെരിമീറ്റർ കണ്ടുപിടിച്ചു, അതും സിമ്പിളായിട്ട് തന്നെ കഴിഞ്ഞു. ഹൗ മച്ച് ഗ്രേറ്റർ ദി പെരിമീറ്റർ ഓഫ് സ്ക്വയർ ദാൻ ദി പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെയും പെരിമീറ്റർ കണ്ടുപിടിക്കണം. ഈ ഒരു ട്രയാങ്കിൾ എ ബി ഇയുടെ പെരിമീറ്റർ ചുറ്റളവും ആൻഡ് ഇവൻ്റെ ചുറ്റളവും, ഓൾറെഡി സ്ക്വയറിൻ്റെ ചുറ്റളവ് നമ്മൾ കണ്ടുപിടിച്ചല്ലേ. സ്ക്വയറിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 8.92 ആണെന്ന് കണ്ടുപിടിച്ചു. ഇനി ഈ ഒരു ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററും കണ്ടുപിടിച്ചിട്ട് വലുതിൽ നിന്ന് ചെറുത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വ്യത്യാസം അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കിട്ടും. ഓക്കെ, അപ്പോൾ മിസ് ഇതൊന്നും വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡ്, എല്ലാ സൈഡും തമ്മിൽ കൂട്ടണം അല്ലേ. ഒരു ട്രയാങ്കിളിൻ്റെ, ഒരു ത്രികോണത്തിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കാനായിട്ട്, ഒരു ത്രികോണത്തിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കാൻ എല്ലാ വശങ്ങളും തമ്മിൽ കൂട്ടുക. ഇതാ നോക്കാം, അതായത് പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ എ ബി ഇ എന്ന് പറയുന്നത് 3 + 2 + റൂട്ട് 5, 3 + 2 5 + റൂട്ട് 5 ചെയ്യണം. 5 + റൂട്ട് 5 എന്ന് പറയുന്നത് 5 + റൂട്ട് 5ൻ്റെ വാല്യൂ 2.23, അതായത് 7.23 എന്ന് പെരിമീറ്റർ വരും. അപ്പോൾ 8.92 നിന്നും, അതായത് എന്തിൻ്റെ പെരിമീറ്റർ? സ്ക്വയറിൻ്റെ പെരിമീറ്ററിൽ നിന്നും ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ ഇപ്പോൾ കിട്ടിയ 7.23 അങ്ങ് മൈനസ് ചെയ്യാം. നമുക്ക് ആൻസർ 1.69 എന്ന് വരും. എന്ന് പറഞ്ഞാൽ ഇവൻ്റെ പെരിമീറ്ററിനേക്കാളും 1.69 കൂടുതലാണ് സ്ക്വയറിൻ്റെ പെരിമീറ്റർ. അതാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. കുഴപ്പമില്ലല്ലോ, സെറ്റാണല്ലോ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും നല്ലൊരു ക്വസ്റ്റൻ ആയിരുന്നു കേട്ടോ ഇത്. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കാം. അതിന് വേണ്ടി ജസ്റ്റ് ഒന്ന് മിസ് പോസ് ചെയ്യുന്നുണ്ട്. സാർ കുറച്ച് വെള്ളം ഒന്ന് തരാമോ? അപ്പോഴേക്കും നിങ്ങളൊന്ന് വെള്ളം കുടിച്ചിട്ട് വരിക. ഓക്കെ, യെസ്. ഓക്കെ, വാട്ടർ ബ്രേക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളും ചായ കുടിച്ചായിരുന്നോ? എന്തെങ്കിലും കഴിച്ചായിരുന്നോ? അല്ലേ സാറേ? ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 16ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ എനി മന്ത് ഓഫ് എ കലണ്ടർ മാർക്ക് ഫോർ അഡ്ജസൻറ്റ് നമ്പേഴ്സ് വിച്ച് ഫോം എ സ്ക്വയർ. ഓക്കെ, സിമ്പിളാണ്. ജസ്റ്റ് ആ കലണ്ടർ നമുക്ക് മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തടുത്തുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത് 1, 2, 8, 9 എന്ന് വരും. ഓക്കെ, സ്ക്വയറിലായിട്ടാണ് എടുക്കേണ്ടത്. എടുത്തു കഴിഞ്ഞു. ഫൈൻഡ് ഡിഫറൻസ് ഓഫ് ഡയഗണൽ പ്രൊഡക്ട്സ്. ഡയഗണൽ പ്രൊഡക്ട്സിൻ്റെ ഡിഫറൻസ്. ഡയഗണൽ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ ഈ 1 × 9 9, 8 × 2 16, ഇവരുടെ ഡിഫറൻസ്, വ്യത്യാസം കണ്ടുപിടിക്കണം. അതായത് 16 - 9 7 എന്ന് കിട്ടി. അപ്പോൾ ഡിഫറൻസ് എന്ന് പറയുന്നത് 7 കിട്ടി. സെറ്റല്ലേ? ക്ലിയർ അല്ലേ? കുഴപ്പമില്ല. നമ്മൾ പറയുന്നത് ഫൈൻഡ് യൂസിങ് ഓൾജീബ്ര. ഓക്കെ, ഓൾജീബ്ര വെച്ചിട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഭയങ്കര സിമ്പിളാണ് ഓൾജീബ്ര വെച്ചിട്ട്. അപ്പോൾ 1 എന്ന് പറയുന്ന ആൾ നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. ഈ സെയിം പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. എക്സ് എന്ന് കൊടുക്കാം.
അങ്ങനെയാണെങ്കിൽ 2 കിട്ടണമെങ്കിൽ 1ൻ്റെ കൂടെ 1 കൂട്ടണം, അതായത് എക്സിൻ്റെ കൂടെ +1 ചെയ്യണം. 8 കിട്ടണമെങ്കിൽ 1ൻ്റെ കൂടെ 7 കൂട്ടണം, അതായത് എക്സിന് പകരം 1 കൊടുത്ത് 1ന് പകരം എക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ x+7, ഇവിടെ x+8. ഓക്കെ, സെറ്റല്ലേ? ഇനി ഇവരുടെ ഡയഗണൽ പ്രൊഡക്ട്സ് കണ്ടുപിടിക്കണം. അതായത് 9 × 1, അതായത് x × x+8, x × x+8, x × x, x², x × 2, x × 8, 8x കിട്ടി. അടുത്തത് ഈ രണ്ട് പേരുടെ കണ്ടുപിടിക്കണം. അപ്പോൾ 2 × 8, 2ന് പകരം x+1 × 8ന് പകരം x+7. ഇവനെയും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ അറിയാലോ അല്ലേ? നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഭയങ്കര സ്പീഡായിട്ടുണ്ടാവും, കുഴപ്പമൊന്നുമില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. x × x, x² പ്ലസ് x × 7, 7x + 1 × x, x+1 × 7, 7. സെറ്റല്ലേ? അതായത് x², 7xഉം ഒരു എക്സും കൂട്ടിയാൽ ടോട്ടൽ 8x ആയി, +7. ക്ലിയർ? അതിന് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇവരുടെ ഡിഫറൻസ് കണ്ടുപിടിക്കണം. അതായത് ഇവനിൽ നിന്നും ഇവനെ അങ്ങ് മൈനസ് ചെയ്യാം. ഞാൻ ഇതിൻ്റെ താഴെ തന്നെ എഴുതുന്നുണ്ട്, ഇനി വേറെ ഞാൻ സ്ഥലം കണ്ടുപിടിക്കുന്നില്ല, ഇനി താഴെ തന്നെ എഴുതുവാണ്. ഇവനിൽ നിന്നും x² + 8x മൈനസ് ചെയ്യാണ്. x²ഉം പോകും, x² മൈനസ് ചെയ്താൽ 0, 8x 8x പോയാൽ 0. ഉത്തരം ഇനി 7 മാത്രമേ ബാലൻസ് ഉള്ളൂ. അത് തന്നെയല്ലേ ഇവിടെയും വന്നിരിക്കുന്നത്, ഇവിടെയും വരുന്നത് 7 തന്നെ. ഓൾജിബ്ര വെച്ചിട്ട് യൂസ് ചെയ്തപ്പോഴും നമുക്ക് 7 തന്നെ വന്നു. അത് തന്നെയല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സെറ്റല്ലേ? പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ കണ്ടുപിടിച്ചു, ആൻസറും കിട്ടി, മാർക്കും കിട്ടി, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 17ാമത്തെ ക്വസ്റ്റ്യൻ. ഓഫ് 2 numbers 13 added to a number. ഓക്കെ, 13 ഒരു നമ്പറിൻ്റെ കൂടെ കൂട്ടിയപ്പോൾ gives equal to twice the second number. ഇത്രേ ഉള്ളൂടാ. 2 നമ്പേഴ്സ് ഉണ്ട്. സ്വാഭാവികമായിട്ട് നമുക്ക് ആദ്യത്തെ നമ്പറിനെ നമുക്ക് എക്സ് എന്നും രണ്ടാമത്തെ നമ്പറിന് വൈ എന്നും കൊടുക്കാം. ഓക്കെ, ആദ്യത്തെ നമ്പറിൻ്റെ കൂടെ 13 കൂട്ടി എന്നാണ് പറയുന്നത്. അതായത് എക്സിൻ്റെ കൂടെ 13 കൂട്ടിയപ്പോൾ രണ്ടാമത്തതിൻ്റെ ഇരട്ടി കിട്ടി, അതായത് 2y കിട്ടി എന്നാണ് പറയുന്നത്. നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. എക്സും വൈയും നമ്മൾ ഒരുമിച്ച് എഴുതുന്നത്. എക്സ് ഇവിടെ തന്നെ ഉണ്ട്, +2y ഇപ്പുറത്തോട്ട് വരുമ്പോൾ -2y ആയി, +13 അപ്പുറത്തോട്ട് കൊടുക്കാം, അപ്പോൾ -13 ആയി. ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കേട്ടോ, അത്രേ ഉള്ളൂ. ഇനി 7 added to a second number. സെക്കൻഡ് നമ്പറായ വൈയുടെ കൂടെ 7 കൂട്ടി, അപ്പോൾ നമ്മൾക്ക് കിട്ടിയത് ട്വൈസ് ദി ഫസ്റ്റ് നമ്പർ. ആദ്യത്തെ നമ്പറിൻ്റെ ഇരട്ടി കിട്ടി, 2x എന്ന് വന്നു. എക്സ് എന്നുള്ളത് 2x ആയി. ഇനി നമുക്ക് എക്സും വൈയും ഒരുമിച്ചാക്കാം. ഇവിടെ എക്സ് എപ്പോഴും പോസിറ്റീവായിട്ട് നിർത്താം അല്ലേ? അപ്പോൾ ഈ +y ഇപ്പുറത്തോട്ട് കൊടുക്കുമ്പോൾ 2x -y ആയി. ഇനി അവിടെ ഈ ഒരു 7 മാത്രമേ ബാലൻസ് ഉള്ളൂ. ഒന്ന് ഞാൻ അപ്പുറം ഇപ്പുറം ഒന്ന് തിരിച്ച് എഴുതിയെന്നുള്ളൂ കേട്ടോ. ഇക്വേഷൻ നമ്പർ 2 രണ്ടുപേരെയും കിട്ടിയിട്ടുണ്ട്, 2 ഇക്വേഷൻസും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളോട് ആ നമ്പേഴ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 2 ഇക്വേഷൻ തമ്മിൽ എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. പക്ഷേ ഇവിടെ സോൾവ് ചെയ്യാനായിട്ട് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് സെയിം അല്ല, വൈയുടെ കോഎഫിഷ്യൻറ്റ് സെയിം അല്ല. എക്സിൻ്റെയും വൈയുടെയും കൂടെയുള്ള നമ്പേഴ്സ് സെയിം ആവണം. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരാളെ സെയിം ആക്കാനായിട്ട് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നു. ഇവിടെ 2x ഉണ്ട്, ഇവിടെ 2x ആക്കാൻ × 2 ചെയ്താൽ പോരെ. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യാൻ പോകുന്നു. ഇക്വേഷൻ നമ്പർ 1 × 2, അതായത് എക്സ് എന്നുള്ളത് 2x -2y എന്നുള്ളത് 4y = ഈ 13 എന്നുള്ളത് 26, 2 കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പോൾ നമുക്കൊരു പുതിയ ഇക്വേഷൻ കിട്ടി. ഇനി രണ്ടുപേരെ തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാം. വലുതിൽ നിന്ന് ചെറുത് കുറച്ച് പോവാം. ഓക്കെ, അപ്പോൾ 3 ഇക്വേഷൻ വലുതിൽ നിന്നല്ല, ഏത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാൻ ഇക്വേഷൻ 3ൽ നിന്ന് ഇക്വേഷൻ നമ്പർ 2 കാണാൻ പറ്റുന്നില്ലേ? ഇക്വേഷൻ നമ്പർ 2 ഞാൻ മൈനസ് ചെയ്യാൻ പോകുന്നു. ഇക്വേഷൻ നമ്പർ 3 മൈനസ് ഇക്വേഷൻ നമ്പർ 2, അതായത് 2x - 4y = -26ൽ നിന്നും 2x - y = 7 മൈനസ് ചെയ്യാൻ പോകുന്നു. 2x നിന്ന് 2x പോയാൽ 0 ആയി പോയി. ഇനി ഇതാ എല്ലാവരും നോക്കിക്കേ, -4y നിന്ന് എന്ത് മൈനസ് ചെയ്യാൻ പോകുന്നു? -y മൈനസ് ചെയ്യാൻ പോകുന്നു. എപ്പോഴും ഇക്വേഷൻസ് തമ്മിൽ സോൾവ് ചെയ്യുമ്പോൾ മൈനസ് വരുമ്പോൾ സൈഡിലൊന്ന് എഴുതി നോക്കണം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തും ചെയ്യാം. ഏത് രീതി വേണമെങ്കിലും നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും കേട്ടോ. നോക്കിക്കേ, -4y നിന്നും എന്ത് മൈനസ് ചെയ്യാൻ പോകുന്നു? ഇവിടെ ഒരു മൈനസ് കണ്ടോ? -y ചെയ്യാൻ പോകുന്നു. അതായത് -4y, ഈ മൈനസും +y ആകും. ഇപ്പോൾ നോക്കിക്കേ, -4y +y രണ്ടും വേറെ വേറെ സൈൻ വന്നാൽ വലുതിൽ നിന്ന് ചെറുത് കുറക്കണം. 4yയിൽ നിന്ന് ഒരു y പോയാൽ 3y, എന്നിട്ട് വലുതിൻ്റെ സൈൻ ഇട്ട് കൊടുക്കുക. സോ -3y = ഇനി അടുത്തത് -26ൽ നിന്നും 7 മൈനസ് ചെയ്യണം. ഓക്കെ അല്ലേ? എന്ന് പറഞ്ഞാൽ -26 - 7 രണ്ടും ഒരേ സൈൻ വന്നാൽ രണ്ട് പേരെയും തമ്മിൽ കൂട്ടുക,
33 എന്ന് വരും. എന്നിട്ട് അവരുടെ സൈനിങ് ഇട്ട് കൊടുക്കുക -33. ഓക്കെ, ഇത് നെഗറ്റീവ് നമ്പേഴ്സ് അറിയാത്ത കുട്ടികൾക്ക് കുറച്ചധികം ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നും. നെഗറ്റീവ് നമ്പേഴ്സ് അറിയുന്നവർക്ക് സിമ്പിളായി ചെയ്യാൻ പറ്റും. അപ്പോൾ നെഗറ്റീവ് നമ്പേഴ്സൊക്കെ ഇപ്പോഴും അറിയില്ലെങ്കിൽ വേഗം തന്നെ പഠിക്കണം കേട്ടോ. ഓക്കെ, ഇതിൽ നിന്ന് y കണ്ടുപിടിക്കാൻ -3 ഇപ്പുറത്തോട്ട് കൊടുക്കാം. ഇസ് ഈക്വൽ ടു -33 ഇൻറ്റു -3 അപ്പുറത്തോട്ട് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ -3. മൈനസും പോയി. y ഇസ് ഈക്വൽ ടു 33/3 ഇസ് ഈക്വൽ ടു 11 എന്ന് വന്നു. സെറ്റല്ലേ? അപ്പോൾ y 11 കിട്ടിയാൽ ഇനി ഏതെങ്കിലും ഇക്വേഷനിലേക്ക് അവൻ ഇട്ട് കൊടുത്താൽ പോരെ? ഏത് ഇക്വേഷനിലേക്ക് കൊടുക്കണം സാർ? 1, 2, 3 എന്തിൽ കൊടുക്കണം? ആദ്യത്തതിൽ തന്നെ കൊടുക്കാം അല്ലേ? അതെ, അപ്പോൾ 1 തന്നെ നമുക്ക് കൊടുത്തേക്കാം. ഞാൻ ഇതൊന്നും വായിച്ചോട്ടെ മക്കളെ. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 ഞാൻ y 11 കൊടുക്കാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ y ഇസ് ഈക്വൽ ടു 11 പുട്ടിങ് ഇക്വേഷൻ നമ്പർ 1. അതൊന്നും ഞാൻ എഴുതുന്നില്ല, ഞാൻ ഡയറക്റ്റ് ഇത് ആൻസറിലോട്ട് പോകാൻ പോകുന്നു. ഇവിടെ x-2y, ഈ yക്ക് പകരം 2 × 11 ഇസ് ഈക്വൽ ടു -13. അതായത് x-22 ഇസ് ഈക്വൽ ടു -13. -22 അപ്പുറത്തോട്ട് കൊടുത്തു കഴിഞ്ഞാൽ +22 ആകും. ഇവിടെ നോക്കിക്കേ, -13 +22 രണ്ടും വേറെ സൈൻ വന്നാൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ സൈൻ ഇടുക. ദാറ്റ് ഈസ് വലുതിൽ നിന്ന് ചെറുത് കുറക്കുമ്പോൾ 9 വന്നു. വലുതിൻ്റെ സൈൻ പ്ലസ് ആണ്. സോ +9 ഈസ് ദി ആൻസർ. സെറ്റല്ലേ? ക്ലിയർ അല്ലേ? അടിപൊളിയായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ക്വസ്റ്റൻ ആണ്. പക്ഷേ എന്തറിയണം, നെഗറ്റീവ് നമ്പേഴ്സ് ഇല്ല, പേടിക്കണ്ട, കുഴപ്പമൊന്നുമില്ല, നെഗറ്റീവ് നമ്പേഴ്സ് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് കരുതുന്നു. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സ്ലോയിൽ പറഞ്ഞ് പതിയെ പോകണം എന്നുണ്ടെങ്കിൽ ആ സ്പീഡ് ഒന്ന് കുറച്ച് ആക്കി ഇടണം കേട്ടോ. കറക്റ്റും കൂടി മിക്സായി പോയതാണ്. ഓക്കെ, കുറച്ചാക്കിയിട്ടിട്ട് കണ്ടോളൂ കേട്ടോ. നമുക്ക് ആകെ കുറച്ച് സമയം കൊണ്ട് ഒത്തിരി ക്വസ്റ്റ്യൻസ് നമുക്ക് എടുത്ത് തീർക്കാണ്ടല്ലേ. ഭയങ്കര ലെങ്ത് ആയി കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും ബോറടിക്കും അല്ലേ. അതുകൊണ്ടാണ് മിസ് കുറച്ച് നിങ്ങൾ സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. ഓക്കെ, അത് ഓൾറെഡി ഞാൻ പറഞ്ഞു സൂചിപ്പിച്ചതാണ്. ജസ്റ്റ് ഒന്ന് ഓർത്തപ്പോൾ ഒന്നുകൂടി ഒന്ന് പറഞ്ഞേ ഉള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യൻ പല രീതിയിൽ ചെയ്യാം കേട്ടോ. റേഷ്യോ വെച്ചിട്ട് ഡയറക്റ്റ് കണ്ടുപിടിക്കാം, അല്ലാതെയും കണ്ടുപിടിക്കാം. അപ്പോൾ നോക്കാം. നമുക്ക് ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. BC എന്ന് പറയുന്ന ആൾ DEക്ക് പാരലലാണ്, സമാന്തരമാണ്. AB, ഈ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 9 ആണ്. AD എന്ന് പറയുന്നത് 3 ആണ്. അങ്ങനെ സ്വാഭാവികമായിട്ട് ഇവൻ 6 ആയിരിക്കും അല്ലേ. 9 നിന്ന് 3 പോയാൽ 6 ആയിരിക്കും. AC എന്ന് പറയുന്ന ടോട്ടൽ ലെങ്ത് 6 തന്നിട്ടുണ്ട്. AD ഈസ് ടു AB എത്രയാണെന്ന്. ഓക്കെ, അതായത് AD ഈസ് ടു AB. AD ഈസ് ടു AB എത്രയാണ്? സിമ്പിൾ അല്ലേ? അവിടെ തന്നിട്ടുണ്ടല്ലോ. 3:6 വെട്ടി ചെറുതാക്കുമ്പോൾ 1:3 എന്ന് വരും. 1:2 എന്ന് വരും. 1:2. സിമ്പിൾ. AB ആണ് കേട്ടോ. ഞാൻ BD ആണ് ചെയ്തത്. ഓക്കെ, AD, അതായത് AD എന്ന് പറയുന്നത് 3. ഞാൻ ഇവിടെ ഒന്ന് എഴുതാം. AD ഈസ് ടു AB. AD എന്ന് പറയുന്നത് 3 ആണ്. 3:AB എന്ന് പറയുന്നത് ടോട്ടൽ, അതായത് 9 തന്നിട്ടുണ്ട്. ഇവനെ ചെറുതാക്കുമ്പോൾ 1:3. ആൻസർ ശരിയായി പോയി, എഴുതിയത് മാറിപ്പോയി. ഓക്കെ, 1:3. സെറ്റല്ലേ? ഓക്കെ, അപ്പോൾ ഇവൻ ശരിയാണ്. 1:3 ഈസ് ദി ആൻസർ. AE ഈസ് ടു AC. AE ഈസ് ടു AC. ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് അല്ലെങ്കിൽ കണ്ടുപിടിച്ചത് AD ഈസ് ടു AB എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? AE ഈസ് ടു ACയോട് ഈക്വൽ ആയിരിക്കും എന്ന് നമ്മൾ റേഷ്യോസിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡ് 1:3 ആണെങ്കിൽ ഇവനും 1:3 തന്നെ ആയിരിക്കണ്ടേ. സോ നമുക്ക് ഡയറക്റ്റ് തന്നെ എഴുതി വെക്കാം. എന്താണ്? 1:3 തന്നെയാണ് ഇവൻ്റെയും ഉത്തരം വരുന്നത്. സെറ്റല്ലേ? ക്ലിയർ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതാ നോക്കാം. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് AE ആൻഡ് EC. AEയുടെയും ECയുടെയും ലെങ്ത്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. AEയുടെ ലെങ്ത്തും ECയുടെ ലെങ്ത്തും. ഇവനെ റേഷ്യോ വെച്ചിട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ മിസ് ഇപ്പോൾ ചെയ്യുന്ന രീതിയിലും ചെയ്യാം. നമുക്ക് നോക്കിക്കാം. ഇവിടെ ടോട്ടൽ ലെങ്ത് തന്നിട്ടുണ്ടല്ലേ, എത്രയാണ്? 6 ആണ്. അതായത് AC ഈസ് ടു നമുക്ക് കണ്ടുപിടിക്കേണ്ടത് AE എന്തിനോട് ഈക്വൽ ആണ്? ഇവിടത്തെ അല്ലേ, വലിയ സൈഡ് ഈസ് ടു ചെറിയ സൈഡ്. ഇവിടെ വലിയ സൈഡായ AB ഈസ് ടു AEക്ക് പകരം ഇവിടെ എന്താ കിടക്കുന്നത്? ADയോട് ഈക്വൽ ആണ്. അപ്പോൾ ACക്ക് പകരം നമുക്ക് 6 കൊടുക്കാം. 6 എന്ന് തന്നിട്ടുണ്ട്. ഈസ് ടു AE ഈസ് ഈക്വൽ ടു AB എന്ന് പറയുന്നത് 9:3. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇങ്ങനെ കണ്ടുപിടിക്കാൻ നിർബന്ധമില്ല കേട്ടോ. റേഷ്യോ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിലും കണ്ടുപിടിക്കാം. ഇത് റേഷ്യോൻ്റെ കൺസെപ്റ്റ് അറിയാത്തവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അറിയുന്നവരാണെങ്കിൽ സിമ്പിളായിട്ട് ചെയ്തു പോവാം. അപ്പോൾ നമുക്ക് നോക്കാം. A ഈസ് ടു ബീനെ A/B എന്ന് എഴുതാം. അപ്പോൾ 6/AE ഈക്വൽ ടു 9/3. നേരെ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാം. 6 × 3 ഈസ് ഈക്വൽ ടു 9 × AE.
AE ആണ് കണ്ടുപിടിക്കേണ്ടത്. 9 ഇപ്പുറത്തോട്ട് കൊടുക്കാം. 6 × 3 18 ഇൻറ്റു 9 അപ്പുറത്തോട്ട് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ 9 ഈസ് ഈക്വൽ ടു AE. സോ AE എന്ന് പറയുന്നത് എത്ര വന്നടാ? 18/9 2 സെൻറ്റിമീറ്റർ അല്ലേ? സെൻറ്റിമീറ്റർ എന്ന് വന്നു. സെറ്റല്ലേ? അതായത് AEയുടെ ലെങ്ത്ത് ഇത് 2 ആണ്. ഇത് ടോട്ടൽ 6 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ EC കണ്ടുപിടിക്കാൻ 6ൽ നിന്ന് ആ 2 മൈനസ് ചെയ്താൽ പോരെ? EC ഈസ് ഈക്വൽ ടു 6 - 2 4 സെൻറ്റിമീറ്റർ. ഇങ്ങനെ കണ്ടുപിടിക്കാൻ റേഷ്യോ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡ് ഉണ്ട് കേട്ടോ. ഏത് രീതി വേണമെങ്കിലും കണ്ടുപിടിക്കാം. ഇവിടെ റേഷ്യോ തന്നതുകൊണ്ടാണ് അതേ രീതിയിൽ തന്നെ അങ്ങ് പോയത് കേട്ടോ. ഓക്കെ, കുഴപ്പമില്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതിൻ്റെ ആൻസർ 4 വരും ആൻഡ് 2 വരും കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2 പാർട്ട് ഉണ്ട്. A പാർട്ട് നോക്കിയേക്കാം. 2 ടൈംസ് എ നമ്പർ. ഓക്കെ, ഒരു നമ്പറിൻ്റെ 2 ടൈംസ് ആഡഡ് ടു 3 ടൈംസ് ഓഫ് അനദർ നമ്പർ ഗീവ്സ് 52. സ്വാഭാവികമായും 2 നമ്പേഴ്സ് നമുക്ക് അറിയത്തില്ല. ആ 2 നമ്പറിനും എന്ത് തന്നെ കൊടുക്കാം? X എന്നും Y എന്നും കൊടുക്കാം. അപ്പോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്, സംഖ്യകൾ എന്ന് പറയുന്നത് Xും Yയുമാണ്. 3 ടൈംസ് ഓക്കെ 2 ടൈംസ് എ നമ്പർ. ഒരു നമ്പറിൻ്റെ ആദ്യത്തെ നമ്പർ 2 ടൈംസ്, അതായത് 2x. എന്തിനോട് ആഡ് ചെയ്തു? 3 ടൈംസ് അനദർ നമ്പർ ഗീവ്സ് 52. ഓക്കെ, ഇക്വേഷൻ നമ്പർ 1. ഇനി 6 ടൈംസ് ദി ഫസ്റ്റ് നമ്പർ. ആദ്യത്തെ നമ്പറിന് ഇനി 6 മടങ്ങിൻ്റെ കൂടെ 5 മടങ്ങ് രണ്ടാമത്തെ നമ്പർ കൂട്ടിയപ്പോൾ 108 വന്നു. ഇക്വേഷൻ നമ്പർ 2. അങ്ങനെയാണെങ്കിൽ ആ നമ്പേഴ്സ് എത്ര? ഭയങ്കര സിമ്പിൾ അല്ലേടാ. നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. ഇവിടെ നോക്കിക്കേ, ഇവിടെയും എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് രണ്ടും സെയിം അല്ല, വൈയുടെ കോയിഫിഷ്യൻറ്റ് രണ്ടും സെയിം അല്ല. അപ്പോൾ നമുക്ക് സെയിം ആക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരാളെ എന്ത് ചെയ്യണം? ഒരേപോലെ ആക്കണം. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നു. ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇവിടെ 6x ഉണ്ട്. ഇവിടെ 6 ആവാനായിട്ട് ഇൻറ്റു 3 ചെയ്താൽ മതി. അതായത് ഇക്വേഷൻ നമ്പർ 1നെ എന്ത് ചെയ്യണം? ഇൻറ്റു 3 ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പോൾ 2x ഇൻറ്റു 3, അതായത് 6x പ്ലസ് 3y ഇൻറ്റു 3 9y ഈസ് ഈക്വൽ ടു 52 ഇൻറ്റു 3 156 എന്ന് വരും കേട്ടോ. ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. സെറ്റല്ലേ? ഈ ഇക്വേഷൻ നമ്പർ 1നെ മൊത്തം നമ്മൾ 3 കൊണ്ട് ഇൻറ്റു ചെയ്തു. കാരണം ഇവിടുത്തെ എക്സും കോഎഫിഷ്യൻറ്റ്സ് സെയിം ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 3യും 2യും എടുക്കാം. 3 ആണ് വലുത്. 3യിൽ നിന്ന് 2 അങ്ങ് മൈനസ് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 3 മൈനസ് ഇക്വേഷൻ നമ്പർ 2, അതായത് 6x പ്ലസ് 9y ഈസ് ഈക്വൽ ടു 156ൽ നിന്നും 6x പ്ലസ് 5y ഈസ് ഈക്വൽ ടു 108 മൈനസ് ചെയ്യുന്നു. 6xൽ നിന്ന് 6x പോയാൽ 0 ആയിപ്പോയി. 9y നിന്ന് 5y പോയാൽ ബാക്കി 4y ഈസ് ഈക്വൽ ടു 156 മൈനസ് 108 48 എന്ന് വരും. ഓക്കെ, ഇതിൽ നിന്നും y കണ്ടുപിടിക്കാനായിട്ട് 48 ഇൻറ്റു 4 അപ്പുറത്തോട്ട് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ 4, ദാറ്റ് ഈസ് 12 എന്ന് വരും. അപ്പോൾ ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് എത്ര വന്നു? 12 എന്ന് വന്നു. y കിട്ടി. x കണ്ടുപിടിക്കാൻ ഏതെങ്കിലും ഇക്വേഷനിലേക്ക് ഇവനങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഏത് ഇക്വേഷനിലേക്ക് കൊടുക്കാം? നമ്മളുടെ സാധാരണ നമ്മൾ ചെയ്തു വരുന്ന പോലെ ഒന്നാമത്തെ ഇക്വേഷനിൽ തന്നെ കൊടുക്കാം. അപ്പോൾ y ഈസ് ഈക്വൽ ടു 12 പുട്ട് ഇൻ ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 1ലേക്ക് കൊടുക്കുമ്പോൾ എവിടെയാണ്? 2 ഇൻറ്റു എക്സ്, അതായത് 2x പ്ലസ് 3y, 3 ഇൻറ്റു y നമുക്ക് 12 എന്ന് വന്നു, ഈസ് ഈക്വൽ ടു 52. ദാറ്റ് ഈസ് 2x പ്ലസ് 36 ഈസ് ഈക്വൽ ടു 52 പ്ലസ് 36 അപ്പുറത്തോട്ട് പോകുമ്പോൾ 52 മൈനസ് 36. 2x ഈസ് ഈക്വൽ ടു 16, ദാറ്റ് ഈസ് x ഈസ് ഈക്വൽ ടു 16/2 8 എന്ന് വന്നു. x 8 y 12. ഇതാണ് ആ നമ്പേഴ്സ്. ഇതൊന്നും ഞാൻ ഈ കഥകൾ പറഞ്ഞു പോകുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്നതാണ് കാൽക്കുലേഷൻസ്. ആൻഡ് നമുക്ക് ടൈം ഭയങ്കരമായിട്ട് കുറേ ലെങ്ത് ആവാൻ പാടില്ല, അതുകൊണ്ട് മിസ് ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നതാണ് കേട്ടോ. ഓക്കെ, ആൻസേഴ്സ് കിട്ടിയെന്ന് കരുതുന്നു. സെറ്റല്ലേ? ആൻഡ് കുറേ ക്വസ്റ്റ്യൻസ് പല രീതിയിൽ, പല മെത്തേഡിൽ, പല രൂപത്തിലും ഭാവത്തിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഒരു കുഴപ്പമില്ല, ഇത് തന്നെ ഫോളോ ചെയ്യണം എന്നില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് എ ഫ്രാക്ഷൻ സിംപ്ലിഫൈഡ് ആഫ്റ്റർ ആഡിങ് 1. എനിക്ക് തോന്നുന്നു ഈ ഒരു സെക്കൻഡ് പാർട്ട് ആരും തൊട്ട് കാണത്തില്ല എന്ന് തോന്നുന്നു. കാണുമ്പോൾ തന്നെ ഫ്രാക്ഷനൊക്കെ കാണുമ്പോൾ തന്നെ നമ്മളൊരു ഭയാനകപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഭീതിപ്പെടുത്തുന്നതാണോ? അല്ല, ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത്രേ ഉള്ളൂ. ഒരു ഫ്രാക്ഷൻ ഉണ്ട്, ആ ഫ്രാക്ഷൻ നമുക്ക് അറിയില്ല. ഞാനപ്പോൾ ആ ഫ്രാക്ഷന് ഞാൻ x/y എന്ന് കൊടുക്കുന്നു. x/y, ആ നമ്പേഴ്സ് നമുക്ക് അറിയില്ല. നമ്മളോട് പറയുന്നത് ആഫ്റ്റർ ആഡിങ് 1 ടു ഇറ്റ്സ് ന്യൂമറേറ്ററിൻ്റെ കൂടെ 1 കൂട്ടിയപ്പോൾ 1/5 കിട്ടി. ഭയങ്കര സിമ്പിളാണ്, അതാ ഇത്രേ ഉള്ളൂ. x/y, ന്യൂമറേറ്റർ x ആണ്, അതിൻ്റെ കൂടെ 1 കൂട്ടിയപ്പോൾ 1/5 കിട്ടി. ഇത്രയും കാര്യം ഇവിടെ പറയുന്നുള്ളൂ. കണ്ടോ, ഭയങ്കര സിമ്പിളാണ്. ഇനി നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 5 ഇൻറ്റു x പ്ലസ് 1, 5 ഇൻറ്റു x പ്ലസ് 1
ഇസ് ഈക്വൽ ടു വൈ ഇൻറ്റു 1. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 5 ഇൻറ്റു എക്സ് 5x പ്ലസ് 5 ഇൻറ്റു 1 5 ഇസ് ഈക്വൽ ടു വൈ ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ വൈ തന്നെ. ഇനി നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ എക്സും വൈയും ഒരു സൈഡിലോട്ട് കൊണ്ടുവരാം. അപ്പോൾ 5x പ്ലസ് വൈ ഇപ്പുറത്തോട്ട് പോകുമ്പോൾ മൈനസ് വൈ ആയി, പ്ലസ് 5 അപ്പുറത്തോട്ട് കൊടുക്കുമ്പോൾ -5 ആയി. ഇതാ ഇക്വേഷൻ നമ്പർ 1 കിട്ടി. കണ്ടോ, പെട്ടെന്ന് കിട്ടും. ചിലപ്പോൾ -5 അപ്പുറത്തോട്ടേക്ക് കൊടുക്കാതെ ഈക്വൽ ടു 0 എന്നിട്ട് ചെയ്യുന്നവരുണ്ടാകും. ഒരു കുഴപ്പമില്ലാട്ടോ, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അത് ഇവൻ്റെ ആൻസർ വന്നു. ഈ നെക്സ്റ്റ് 1 എന്ന് പറയുന്നത് 1 ആഡഡ് ടു ദി ഡിനോമിനേറ്റർ. ഇവിടെ ഡിനോമിനേറ്ററിൽ 1 ആഡ് ചെയ്തു. അതായത് x/yയിൽ വൈയുടെ കൂടെ 1 കൂട്ടിയപ്പോൾ ഉത്തരം 1/6 കിട്ടി. അങ്ങനെയാണെങ്കിൽ ആ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുക. x/y കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെയും ഇനി എന്ത് ചെയ്യണം? നേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. x ഇൻറ്റു ആർ ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു വൈ പ്ലസ് 1. x ഇൻറ്റു ആർ എന്ന് പറയുന്നത് 6x വരും. 1 കൊണ്ട് എന്ത് ഇൻറ്റു ചെയ്താലും അത് തന്നെ വരും നമുക്കറിയാം. എക്സും വൈയും ഒരുമിച്ചാക്കാം കേട്ടോ. 6x പ്ലസ് വൈ ഇപ്പുറത്തോട്ട് പോകുമ്പോൾ -y ഇസ് ഈക്വൽ ടു 1. പെട്ടെന്ന് കഴിഞ്ഞു ഇക്വേഷൻ നമ്പർ 2. ഇനി അവർ തമ്മിൽ അങ്ങ് സോൾവ് ചെയ്താൽ പോരെ. 2 പേർക്ക് എവിടെ എന്തുണ്ട് കോമൺ ആയിട്ട്? 2 പേർക്ക് അവിടെ വൈ കോമൺ ആണല്ലേ. വൈയുടെ കോഎഫിഷ്യൻറ്റ് സെയിം ആണ്. -1 ആണ് കിടക്കുന്നത് അല്ലേ. 1 വന്നിട്ടുണ്ട്. നമുക്ക് 2 ഇക്വേഷൻസ് തമ്മിൽ സോൾവ് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 2ൽ നിന്നും 1 മൈനസ് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 2 മൈനസ് ഇക്വേഷൻ നമ്പർ 1 ഞാൻ ഒന്ന് എടുത്ത് എഴുതിയേക്കാം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. 6x മൈനസ് വൈ ഇസ് ഈക്വൽ ടു 1ൽ നിന്നും എന്ത് മൈനസ് ചെയ്യാൻ പോകുന്നു? 5x മൈനസ് വൈ ഇസ് ഈക്വൽ ടു -5 മൈനസ് ചെയ്യാൻ പോകുന്നു. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? അപ്പോൾ നമുക്ക് നോക്കിയേക്കാം. 6xൽ നിന്നും 5x പോയാൽ 1x. ഓക്കെ, മൈനസ് ചെയ്യുമ്പോൾ മിസ് പറഞ്ഞു സൈഡിലൊന്ന് എഴുതി നോക്കണം, തെറ്റാൻ സാധ്യതയുണ്ട്, നെഗറ്റീവ് നമ്പേഴ്സൊക്കെ വരുന്നുണ്ട്. -yൽ നിന്നും എന്ത് മൈനസ് ചെയ്യാൻ പോകുന്നു? -y മൈനസ് ചെയ്യാൻ പോകുന്നു. കണ്ടോ, -yൽ നിന്നും എന്താണ് മൈനസ് ചെയ്യുന്നത്? -y ആണ് മൈനസ് ചെയ്യുന്നത്. കണ്ടോ, -yൽ നിന്നും നമ്മൾ എന്ത് മൈനസ് ചെയ്യുന്നു? -y മൈനസ് ചെയ്യുന്നു. ഇവിടെ -y അതുപോലെ തന്നെ എഴുതി. മൈനസും മൈനസും അടുത്തടുത്ത് വന്നാൽ പോസിറ്റീവ് y ആയിപ്പോയി. -yയും പ്ലസ് വൈയും വന്നാൽ നമുക്ക് ക്യാൻസൽ ചെയ്തത് 0 ആയി പോകും. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ 0 ആയിപ്പോയി. ഇവൻ രണ്ടുപേരും നമുക്ക് ഇല്ലാതെയായി. അവിടെയാണ് നമ്മളുടെ തെറ്റുന്നത്. അപ്പോൾ സൈഡിൽ ഇതുപോലെ ഒന്ന് എഴുതിയിടാം കേട്ടോ. ഇനി അടുത്തത് 1ൽ നിന്നും എന്ത് മൈനസ് ചെയ്യുന്നു? -5 മൈനസ് ചെയ്യുന്നു. മൈനസ് അടുത്തടുത്ത് വന്നപ്പോൾ ഇവിടെയും എന്തായി? പ്ലസ് ആകും. അപ്പോൾ 6 എന്ന് വരും. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ 6 പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസറോട്ട് എത്താൻ പറ്റും. വീണ്ടും മിസ് പറയുന്നുണ്ട്, ഇത് നെഗറ്റീവ് നമ്പേഴ്സ് ആണ്. അറിയാത്തവർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പഠിക്കണം കേട്ടോ. കാരണം നെഗറ്റീവ് നമ്പേഴ്സ് ഇവിടെ എല്ലായിടത്തും വരുന്നുണ്ട്. നമുക്കിനി 10ാം ക്ലാസ് +1 +2 എല്ലാ കാലത്തും നമ്മൾ വിട്ടു പോകാത്ത ഒരാളാണ് നെഗറ്റീവ് നമ്പേഴ്സ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് മാത്രമേ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കൂലേ? സെറ്റല്ലേ? പ്രോമിസ്, അടിപൊളിയായിട്ട് പഠിക്കണേ. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 6 കിട്ടി. നമുക്ക് ഇക്വേഷൻ നമ്പർ 2ലോ 1ലോ എവിടെയെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ നമ്പർ 2 ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് നേരെ തന്നെ കൊടുത്തേക്കാം. 6x മൈനസ് വൈ ഇസ് ഈക്വൽ ടു 1. ഇതായിരുന്നു ഇക്വേഷൻ. 6 ഇൻറ്റു ഈ എക്സിന് പകരം എന്ത് കൊടുക്കാം? എക്സിന് പകരം 6 മൈനസ് വൈ ഇസ് ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് 6 × 6 36 മൈനസ് വൈ ഇസ് ഈക്വൽ ടു 1. മൈനസ് വൈ നമുക്ക് പറ്റില്ല, നമുക്ക് എപ്പോഴും പ്ലസ് വൈ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ 36 മൈനസ് വൈ ഇസ് ഈക്വൽ ടു 1ൽ വൈനൊരു സൈഡ് കൊണ്ടുപോകാം, നമ്പറിനൊരു സൈഡ് കൊണ്ടുപോകാം. -y അപ്പുറത്തോട്ട് പോകുമ്പോൾ +y ആകും. +1 ഇപ്പുറത്തോട്ട് പോകുമ്പോൾ -1 ആകും. ദാറ്റ് ഈസ് y എന്ന് പറയുന്നത് 35 എന്ന് വന്നു. അപ്പോൾ x/y എന്ന് പറയുന്ന ഫ്രാക്ഷൻ x എന്ന് പറയുന്നത് 6/y എന്ന് പറയുന്നത് 35. ഇതാണ് നമ്മുടെ ഉത്തരം വരുന്നത്. മെജോറിറ്റി കുട്ടികളും ചെയ്യാൻ സാധ്യത കുറവാണ്. ചെയ്തവരുണ്ടെങ്കിൽ അടിപൊളി, ചെയ്യാത്തവരുണ്ടെങ്കിലും അടിപൊളി. നമുക്ക് എന്താ പഠിച്ചിട്ട് ചെയ്യണം. ഓക്കെ, സെറ്റല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോയാലോ. ഓക്കെ, വീണ്ടും ഒരു ചായയല്ല കുറച്ച് വെള്ളം കുടിക്കേണ്ടത് ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. ഒന്നുകൂടി ഒന്ന് പോസ് ചെയ്യാൻ സാർ, ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളം കുടിച്ചിട്ട് ഇതേ വരാട്ടോ മിസ്. അപ്പോഴേക്കും നമുക്ക് പോസ് ചെയ്യുന്നതിന് മുന്നേ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് കാണിച്ചു കൊടുത്തേക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വേഗം നോട്ട് ചെയ്യാം. അപ്പോഴത്തേക്കും മിസ് ഒന്ന് അത്രയും നേരം നമ്മുടെ പോകണ്ടല്ലോ, അതുകൊണ്ടാണ് പോസ് ചെയ്യുന്നത്. ഓക്കെ സാർ, ഒന്ന് പോസ് ചെയ്യാവോ? ഓക്കെ, മിസ് വെള്ളം കുടിച്ചു വന്നു. നമുക്കത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് തന്നെ കിടക്കാം. എന്താണ് പറയുന്നത്? ഓൾ സൈഡ്സ് ഓഫ് ക്വാഡ്രിലാറ്ററൽ ABCD ആർ ഈക്വൽ. ഓക്കെ, ABCD എന്ന് പറയുന്ന ഈ ക്വാഡ്രിലാറ്ററൽ ചതുർഭുജത്തിൻ്റെ എല്ലാ വശങ്ങളും തുല്യമാണ്. ആയിക്കോട്ടെ, നമ്മളോട് പറയുന്നുണ്ട് AB-യുടെ മിഡ് പോയിൻറ്റ്സ്. ഓക്കെ, AB-യുടെ മിഡ് പോയിൻ്റ് ആണ് ഈ, DC-യുടെ മിഡ് പോയിൻ്റ് ആണ് F, മധ്യബിന്ദു ആണെന്ന് പറയുന്നുണ്ട്. ആയിക്കോട്ടെ, നമ്മളോട് പറയുന്നത് AF-ഉം EC-യും, AF എന്ന് പറയുന്ന സൈഡും EC എന്ന് പറയുന്ന സൈഡും എവിടെ? AF-ഉം EC-യും പാരലൽ ആണോ എന്നാണ് നമ്മളോട് തെളിയിക്കേണ്ടത്. അപ്പോൾ ഇത്ര ഉള്ളൂ മക്കളെ. ഇത് നോക്കിയേ,
CF ഇവൻ ഒരു പാരലലോഗ്രാം ആണെന്ന് തെളിയിച്ചാൽ, സമാന്തരികമാണെന്ന് തെളിയിച്ചാൽ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ, സമാന്തരികത്തിൻ്റെ അല്ലേ, എന്താണ് സമാന്തരികത്തിൻ്റെ എതിർവശങ്ങൾ സമാന്തരമാണ്. പാരലൽ ലൈൻസിൻ്റെ പാരലലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലാണ്. എല്ലാം കൂടി കൊളായിപ്പോയി. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് നേരെ ഇവൻ പാരലലോഗ്രാം ആണോ എന്ന് തെളിയിക്കണം. ഇത്രേ ഉള്ളൂ. മിസ് പറഞ്ഞു പോട്ടെ, സ്റ്റെപ്സ് എഴുതിയെടുക്കത്തില്ലേ നിങ്ങൾ? ഇത്രേ ഉള്ളൂ. AB ഇവൻ ഒരു പാരലല്ലോ കോഡിലാറ്ററൽ ആണെന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇതാ നോക്കാം, AB ആൻഡ് DC ആർ പാരലൽ. ഓക്കെ, ABയും DCയും സമാന്തരികമാണ്. ABയും DCയും പാരലൽ ആണെങ്കിൽ ABയിലുള്ള ഒരു സൈഡ് തന്നെയല്ലേ, ഒരു കഷ്ണം തന്നെയല്ലേ A എന്ന് പറയുന്നത്. FC എന്ന് പറയുന്നതും DCയിലൊരു പാർട്ട് തന്നെയല്ലേ. അപ്പോൾ AE എന്ന് പറയുന്ന സൈഡും CF എന്ന് പറയുന്ന സൈഡും ഓൾസോ പാരലൽ ആയിരിക്കും. ഓക്കെ, ആൻഡ് നമ്മളോട് പറയുന്നുണ്ട് E എന്ന് പറയുന്നത് ABയുടെ മിഡ് പോയിൻ്റ് ആണ്. AB ടോട്ടൽ 10 സെൻറ്റിമീറ്റർ ഉണ്ടെങ്കിൽ ഇവൻ 5, ഇവൻ 5 ആയിരിക്കും. ഓക്കെ, നമുക്കറിയാം എല്ലാ സൈഡും ABCDയുടെ ഈക്വൽ ആണ്. ഇവനും 10 സെൻറ്റിമീറ്റർ ആയിരിക്കുമല്ലോ. അപ്പോൾ F മിഡ് പോയിൻ്റ് ആണെങ്കിൽ ഇവനും 5 ആണ്, ഇവനും 5 ആയിരിക്കും. കാരണം എല്ലാ സൈഡും ഈക്വൽ ആണെന്ന് നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ ഈ സൈഡ് 10 ആണെങ്കിൽ ഇവനും 10 ആണ്. F എന്ന് പറയുന്നത് മിഡ് പോയിൻ്റ് ആണ്. അപ്പോൾ ഇവൻ 5 സെൻറ്റിമീറ്റർ ആയിരിക്കും, ഇവൻ 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇവനും 5 ആണ്, ഇവനും 5 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതാ നോക്കിക്കേ, ബാക്കിയെല്ലാം മിസ് ഒന്ന് വായിക്കുന്നുണ്ട്. 5 ഞാൻ വെറുതെ കയ്യിൽ നിന്ന് എടുത്തിട്ടതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാ നോക്കുക, AE ആൻഡ് CF എന്ന് പറയുന്നത് പാരലലുമാണ്, ഈക്വലുമാണെന്ന് കിട്ടി. വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ ആൻഡ് ഈക്വൽ. ഒരു ജോഡി എതിർവശങ്ങൾ തുല്യവും സമാന്തരവുമാണെങ്കിൽ അവൻ എന്താണ്? അവനൊരു സമാന്തരികമാണ്, പാരലലോഗ്രാം ആണെന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പോൾ AECF എന്ന് പറയുന്ന ഒരു പാരലലോഗ്രാം ആണ്. പാരലലോഗ്രാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ ആൻഡ് ഈക്വൽ. അതായത് AF എന്ന് പറയുന്ന സൈഡും EC എന്ന് പറയുന്ന സൈഡും പാരലൽ ആണ്, അതുപോലെ ഈക്വലുമായിരിക്കും. പാരലലോഗ്രാം ആണ്. ഇവൻ എന്താണ്? ഒരു സമാന്തരികമാണ്, പാരലലോഗ്രാം ആണ്. സോ അവരുടെ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലും ഈക്വലുമായിരിക്കും. അതാണ് എഴുതേണ്ടത്. ഞാനിപ്പോൾ സ്റ്റെപ്സ് എഴുതി പോകുന്നില്ല, പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഓക്കെ, അതപ്പോൾ കഴിഞ്ഞു. ഇനി നമ്മളോട് പറയുന്നത് പ്രൂവ് ദാറ്റ് ദീസ് ലൈൻസ് ഡിവൈഡ് ദി ഡയഗണൽ BD. ഓക്കെ, ഒന്നുമില്ല, ഞാനിവിടെ P എന്നും ഇവിടെ ബ്ലാക്കിൽ കൊടുക്കാം അല്ലേ, അപ്പോൾ കുറച്ചുകൂടി മാച്ച് ഉണ്ടാവും. ഇവിടെ ഞാൻ P എന്ന് പറയുന്ന ഒരു പേര് കൊടുത്തു, ഇവിടെ Q എന്ന് പറയുന്ന പേരും കൊടുത്തു. ഓക്കെ, ഈ ഒരു പോയിന്റ് P, ഈ ഒരു പോയിന്റ് Q. നമ്മളോട് പറയുന്നത് ഈ ഒരു അളവുകൾ, ഈ ഒരു ഡയഗണൽ, ആ ലൈൻസ് 3 തുല്യ ഭാഗങ്ങളാക്കുന്നുണ്ടോ എന്നാണ്. എവിടെയെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ. ആ സെയിം ക്വസ്റ്റ്യൻ തന്നെ നോക്കിക്കേ. DFും CFും ഈക്വലാണ്. നമുക്കറിയാം, നേരത്തെ മിഡ് പോയിൻ്റ് ആണെന്ന് ഓൾറെഡി പറഞ്ഞു. അങ്ങനെയാണ് അവിടെ റേഷ്യോ 1:1 ആയിരിക്കേണ്ട റേഷ്യോ. DF:FC എന്ന് പറയുന്നത് 1:1. ആൻഡ് ഈ ഒരു ലൈനും പാരലൽ ആണെങ്കിൽ അതേ ലൈനിലുള്ള 2 പേരല്ലേ PFും QCയും, അവർ രണ്ടുപേരും പാരലലായിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഇവൻ 1:1 ആണെങ്കിൽ ഇവനും 1:1 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ DP എന്ന് പറയുന്ന സൈഡും PQ എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി അടുത്ത ആളെന്ന് പറയുന്നത് ഒന്നുകൂടി ശ്രദ്ധിക്കുക. AP എന്ന് പറയുന്ന ആളും EQ എന്ന് പറയുന്ന ആളും പാരലലാണ് അല്ലേ. AF പാരലലാണ്, നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ECയും പാരലലാണ്. അപ്പോൾ ഈ 2 വലിയ ലൈനിലുള്ളൊരു കുഞ്ഞ് ലൈനാണ് AP ആൻഡ് EQ. 2 പേരും പാരലലാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ, ഈ ഒരു ത്രികോണം എടുത്തു കഴിഞ്ഞാൽ E എന്ന് പറയുന്നത് ABയുടെ മിഡ് പോയിൻ്റ് ആണ്. അതായത് ഇവൻ 1:1 ആയിരിക്കും ഇവരുടെ സൈഡ്സിൻ്റെ റേഷ്യോ വരുന്നത്. ഓക്കെ, അംശബന്ധം വരുന്നത്. അങ്ങനെയാണെങ്കിൽ അതേ റേഷ്യോ തന്നെ ആയിരിക്കേണ്ട ഇവിടെയും കട്ട് ചെയ്യുന്നത്. PQവും QBയും കട്ട് ചെയ്യുന്നത് AE:EB എത്രയാണോ അത് തന്നെയായിരിക്കും PQ:QB എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയും 1:1 എല്ലാവരും ഈക്വൽ ആണെന്ന് കിട്ടി. അതായത് DP:PQ:QB എന്ന് കിട്ടി. ഓക്കെ, ഇത് ഓൾറെഡി പാരലലോഗ്രാം പ്രോപ്പർട്ടി വെച്ചും തെളിയിക്കാം, ഇതുപോലെ റേഷ്യോയിൽ സിമ്പിളായിട്ടും തെളിയിക്കാം. ഇത് ഞാൻ സ്റ്റെപ്സ് ഒന്നും പറഞ്ഞില്ല, വെറുതെ ഒന്ന് ഐഡിയ മാത്രം തരുന്നതേ ഉള്ളൂ കേട്ടോ. ഇതൊന്ന് നല്ല ഭംഗിയിലൊന്ന് എലാബറേറ്റ് ചെയ്ത് അടിപൊളിയായിട്ടൊന്ന് എഴുതി കഴിഞ്ഞാൽ പ്രൂഫ് ക്വസ്റ്റിൻ്റെ ഉത്തരവുമായി. ഓക്കെ, അതുകൊണ്ട് ഞാൻ കൂടുതൽ അതിലേക്ക് പോകുന്നില്ല. ഓൾറെഡി ഐഡിയ ഉണ്ട്, നിങ്ങൾക്ക് 2 മെത്തേഡ് ഉണ്ട്, ഏതെങ്കിലും 2 പേരെ വെച്ച് ഓപ്റ്റ് ചെയ്ത് ആൻസറിലേക്ക് എത്താം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് B പാർട്ടാണ്. കുറച്ചുകൂടി എളുപ്പം, രണ്ടും എളുപ്പമാണ്. എനിക്ക് തോന്നുന്നു രണ്ടും സെയിം വേവ് ലെങ്ത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കിയേക്കാം.
ഇൻ ദി ഫിഗർ PQR ആർ ദി മിഡ് പോയിന്റ്സ് ഓഫ് ദി സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ. ഓക്കെ, PQR എന്ന് പറയുന്നത് ABCയുടെ മിഡ് പോയിന്റ് ആണ്, മധ്യബിന്ദുക്കളാണെന്ന് പറയുന്നുണ്ട്. ആയിക്കോട്ടെ, മിഡ് പോയിന്റ് തിയറം എന്തൊക്കെയോ വരുന്നുണ്ട്. ഓക്കെ, HYZ എന്ന് പറയുന്നത് HYZ എന്ന് പറയുന്നത് ഈ കുഞ്ഞ് ട്രയാങ്കിളിൻ്റെ മിഡ് പോയിന്റ്സ്, APRൻ്റെ മിഡ് പോയിന്റ്സ് ആണ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ HYZ, അതായത് ഇവൻ 3 ഇവൻ്റെ പരപ്പളവ് ഏരിയ. അങ്ങനെയാണെങ്കിൽ AHZ ഇവൻ്റെ ഏരിയ എത്രയായിരിക്കും? നമുക്കറിയാം, ഈ ഒരു മിഡ് പോയിന്റ്സ് വെച്ച് ജോയിൻ ചെയ്ത് വരക്കുന്ന ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ അല്ലെങ്കിൽ ട്രയാങ്കിൾ എല്ലാം സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അവരുടെ പരപ്പളവ് ഏരിയയും സെയിം ആയിരിക്കും. ഇവൻ 3 ഇവനും 3 ഇവനും 3 ഇവനും 3. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ കുഞ്ഞ് ട്രയാങ്കിളിൻ്റെ ഏരിയയാണ്. എത്രയാണ്? 3 സെൻറ്റിമീറ്റർ സ്ക്വയർ തന്നെയാണ് ഇവൻ്റെ എന്ത് വരുന്നത്, ഏരിയ വരുന്നത്. ഇനി പാരലലോഗ്രാം APQR, അതായത് ഇവൻ്റെ ഏരിയയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ, ഇവൻ്റെ ഏരിയ. അതായത് ഈ ഒരു 2 ട്രയാങ്കിൾ കണ്ടായിരുന്നോ? ഇവിടെയും ഒരു ട്രയാങ്കിൾ ഉണ്ട്, ഇവിടെയും ഒരു ട്രയാങ്കിൾ ഉണ്ട്. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ 3 + 3 + 3 + 3 12 ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ ഈ ടോട്ടൽ ഏരിയയായി എത്ര വന്നു? 24 സെൻറ്റിമീറ്റർ സ്ക്വയർ വന്നു. പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മളോട് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇവൻ്റെ ഒരു ഏരിയ 12 ആണ് കേട്ടോ. ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ 12. ABCയുടെ ടോട്ടൽ ഏരിയ, അതായത് 1 2 3 4 അല്ലേ, 4 പേരുണ്ട്. അപ്പോൾ ഒരാളുടെ 12 ആണെങ്കിൽ 4 പേരുടെ കണ്ടുപിടിക്കാൻ 12 × 4 48 എന്ന് ടോട്ടൽ ആൻസർ വരും. പെട്ടെന്ന് ആൻസറിലോട്ട് എത്താൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇവൻ. ഓക്കെ, കുഴപ്പമില്ലല്ലോ ഈ ഒരു ക്വസ്റ്റ്യൻ. ഇതൊന്നും അധികം ചെയ്തു പോകേണ്ട ആവശ്യമില്ല, ഓൾറെഡി അറിയാവുന്ന മാർക്ക് വന്ന് കാണും അല്ലേ, ചെയ്തിട്ടുണ്ടാവണം നിങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്കിനി 20ാമത്തെ ക്വസ്റ്റ്യൻ ഭയങ്കര ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2 പാർട്ടും അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള. ഫസ്റ്റ് വൺ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്, സെക്കൻഡ് വൺ പഠിച്ചില്ലെങ്കിലും പഠിക്കാതെയും നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും അല്ലേ, ജസ്റ്റ് ഒന്ന് ലോജിക്ക് ഉപയോഗിച്ചാൽ മതി. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേക്കാം. ഓക്കെ, ഓൾറെഡി നമ്മൾ പറഞ്ഞ് അല്ലെങ്കിൽ ലൈവിലും അതുപോലെ തന്നെ ക്ലാസ്സിലെല്ലാം ചെയ്യിപ്പിച്ച് റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്താണ്? ഒരു റെക്റ്റാങ്കിൾ വരക്കുക. റെക്റ്റാങ്കിളിൻ്റെ കാര്യം പറയുമ്പോൾ ഒന്ന് വരക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഇവൻ്റെ പെരിമീറ്റർ തന്നിട്ടുണ്ട്. എന്താണ് പെരിമീറ്റർ? = 17. ഇക്വേഷൻ എന്താണ്? 2 × L + B ആണ് 17 വരുന്നത്. ഇൻറ്റു 2 ഇപ്പുറത്തോട്ട് കൊടുക്കണം. L + B = 17/2. L + B = 8.5 എന്ന് വരും. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ഇനിയാണ് നമ്മൾക്ക് വരയ്ക്കേണ്ടത് 8.5 സെൻറ്റിമീറ്റർ വരക്കുക. 8.5 സെൻറ്റിമീറ്റർ. ഇതാ റേഷ്യോ തന്നിട്ടുണ്ട്, സൈഡിൻ്റെ റേഷ്യോ 4:3. അതായത് 4 + 3 7 വരും. 7 സെൻറ്റിമീറ്റർ നീട്ടി വരച്ചു. 4 3 അടയാളപ്പെടുത്തി. സി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ജോയിൻ ചെയ്തു. ഈ ഒരു പോയിന്റ് നേരെ ജോയിൻ ചെയ്തു. ഒന്നില്ലെങ്കിൽ ഇവിടെ നിന്ന് താഴേക്ക് വരക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് താഴേക്ക് വരക്കാം, യുവർ ചോയ്സ്. ഓക്കെ, ഇവിടെ നിന്നാണെങ്കിൽ നേരെ 90 ഡിഗ്രിയിൽ വരച്ചു. ഈ ഒരളവ് കോമ്പസിലെടുത്തിട്ട് ആർക്ക് കട്ട് ചെയ്തു, നേരെ ലൈൻ വരച്ചു. ആൻസറായി. പെട്ടെന്ന് തന്നെ അടിപൊളിയായിട്ട്, എനിക്ക് തോന്നുന്നു കാണാപ്പാടമായിട്ടുണ്ടാവും അല്ലേ, അടിപൊളിയായിട്ട് നമ്മൾ വരച്ച് ഒത്തിരി തവണ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സെറ്റല്ലേ? ഇതെല്ലാവർക്കും വരച്ചിട്ടുണ്ടാവും എന്നാണ് മിസ്സിൻ്റെ അറിയാവും, എന്താണ് ഒരു ഉറപ്പ്, അത്രേ ഉള്ളൂ. ഓക്കെ, അത് ഇനി നമുക്ക് കൂടുതൽ കഥ പറഞ്ഞു പോകേണ്ട ആവശ്യമില്ല, കുറേ കഥകളായാലേ നമ്മൾ പറഞ്ഞു കൊണ്ടുപോകുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കാം. 22ാമത്. എത്ര മിനിറ്റ് ആയി സാർ ഇപ്പോൾ? 1 മണിക്കൂർ 16 മിനിറ്റ് ആയി. ഇതാ കഴിയാറായിട്ട് ഇനി 4 ക്വസ്റ്റ്യൻ കൂടി ഉള്ളൂ കേട്ടോ. നമുക്ക് പെട്ടെന്ന് കുറച്ചുകൂടി സ്പീഡിൽ പോയേക്കാം. സ്പീഡ് പറ്റാത്ത കുട്ടികൾ അതൊന്ന് സ്പീഡ് കുറച്ചിട്ട് കാണാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് നിങ്ങൾ ചൂസ് ചെയ്ത് അതുപോലെ ഒന്ന് കണ്ടുപോവാം. ഓക്കെ, അപ്പോൾ മിസ് ഭയങ്കര വീണ്ടും പറയുന്നുണ്ട്, വളരെ പതിയെ എടുത്ത് ഓരോ സ്റ്റെപ്പും എങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ എടുക്കുന്ന പോലെ എല്ലാം എടുത്തു പോകുന്നത് അല്ലേ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ വരുമ്പോൾ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ആൻഡ് നമ്മുടെ ക്ലാസ്സിൽ ഇല്ലാത്ത കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ കൂടിയാൽ അടിപൊളിയായിട്ട് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം അടിപൊളിയായിട്ട് നമ്മൾ ഒന്നുകൂടി നന്നായിട്ടൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കാം. റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് ദി ഹൈപ്പോട്ടന്യൂസ് ഓഫ് സ്മോൾ റൈറ്റ് ട്രയാംഗിൾ? ഒന്നുമില്ല, ഈ ഒരു ചെറിയ റൈറ്റ് ട്രയാംഗിളിൻ്റെ ഈ ഹൈപ്പോട്ടന്യൂസ് കർണം എത്രയാണ്? 1 അടുത്ത എത്രയായിരിക്കും? √2 ആയിരിക്കും അല്ലേ. റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് ഹൈപ്പോട്ടന്യൂസ് അല്ല, ഹൈപ്പോട്ടന്യൂസ് = √2 + altitude square. കർണം കണ്ടുപിടിക്കേണ്ട ആവശ്യം നമുക്ക് അറിയാം. ഇതിൻ്റെ √2 ആയിരിക്കും ആൻസർ വരിക. നമ്മൾ ഒത്തിരി ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടല്ലേ. √2. പെരിമീറ്റർ ഓഫ് ഫോർത്ത് ട്രയാംഗിൾ. ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4. ഫോർത്ത് ട്രയാംഗിളിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കണം, ചുറ്റളവ് കണ്ടുപിടിക്കാൻ എല്ലാ സൈഡും കിട്ടണം അല്ലേ. നമുക്ക് അറിയാലോ സൈഡ്സ് കണ്ടുപിടിക്കാൻ. ഇവൻ
√2, അടുത്തത് √3, അടുത്ത എത്രയായിരിക്കും √4 ആയിരിക്കും അല്ലേ, അടുത്ത എത്രയായിരിക്കും √5 ആയിരിക്കും. ഓക്കെ, ഇത് ഞാൻ ചെയ്ത് കാണിക്കുന്നില്ല, ഓൾറെഡി അറിയാവുന്നതാണ്. √4ൻ്റെ വാല്യൂ 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതാ ഈ ഒരു റെഡിൽ വരച്ചിരിക്കുന്ന എല്ലാ സൈഡും അല്ലെ, ഈ ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡും തമ്മിൽ കൂട്ടണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, പെരിമീറ്റർ കിട്ടും. അപ്പോൾ അതാ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ പോകുന്നു. എത്രയൊക്കെയാണ്, 2 + 2 എന്ന് പറയുന്നത് √4 കേട്ടോ. 1 + √5 എത്ര വന്നു, 3 + √5 ഈസ് ദി ആൻസർ. ഇനി √5ൻ്റെ വാല്യൂ കൊടുക്കണമെങ്കിൽ √5ൻ്റെ വാല്യൂ കൊടുക്കുക. 2.23 വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5.23 എന്നും ഉത്തരം വരും. ഓക്കെ, കുഴപ്പമില്ലല്ലോ, സെറ്റാണ്, പെട്ടെന്ന് കിട്ടും. ഇനി നമ്മളോട് പറയുന്നത് ഇതിങ്ങനെ വരച്ച് പോയി കഴിഞ്ഞാൽ ഹൗ മച്ച് മോർ വുഡ് പെരിമീറ്റർ ഓഫ് 6ാമത്തെ ട്രയാങ്കിൾ ദാൻ ദാറ്റ് ഓഫ് ദി 5ാമത്തെ ട്രയാങ്കിൾ. 5ാമത്തെ ട്രയാങ്കിളിൻ്റെയും അതുപോലെ തന്നെ 6ാമത്തെ ട്രയാങ്കിളിൻ്റെയും പെരിമീറ്ററിൻ്റെ എന്താണ് ഡിഫറൻസ്, അല്ലെങ്കിൽ എത്ര കൂടുതലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഭയങ്കര സിമ്പിൾ അല്ലേ, അത് നോക്കാം. 2 ട്രയാങ്കിളിൻ്റെയും 5th ട്രയാങ്കിളിൻ്റെയും 6th ട്രയാങ്കിളിൻ്റെയും ബേസ് എപ്പോഴും എത്രയായിരിക്കും, 1 ആയിരിക്കും. 1 പെരിമീറ്റർ ആകുമ്പോൾ അവരുടെ സൈഡുകൾ തമ്മിൽ കൂട്ടണം. അപ്പോൾ ഒരു സൈഡ് കിട്ടി രണ്ടുപേരുടെയും 1 ആണ്. 1ാമത്തെ ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് 1, 2ാമത്തതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് √2, 3ാമത്തതിൻ്റെ √3, 4ാമത്തതിൻ്റെ √4, 5ാമത്തതിൻ്റെ എന്തായിരിക്കും √5, 6ാമത്തതിൻ്റെ √6 ആയിരിക്കും. പ്ലസ് ഇനി ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ 1ാമത്തതിൻ്റെ √2, 2ാമത്തത് √3, 3ാമത്തത് √4, 4ാമത്തത് √5, 1 കൂടുതൽ √6, 6ാമത്തതാണെങ്കിൽ √7. ഇത് ഓൾറെഡി നമ്മൾ ടേബിളൊക്കെ വരച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നോക്കാം, 5ാമത്തെയും 6ാമത്തെയും ട്രയാങ്കിൾസ് എടുത്തു കഴിഞ്ഞാൽ ബേസ് മാറത്തില്ല, 1 തന്നെയാണ്. എത്രാമത്തെയാണോ ട്രയാങ്കിൾ അതായിരിക്കും അവരുടെ എന്ത് ഓൾട്ടിറ്റ്യൂഡ്. 5ാമത്തെ ട്രയാങ്കിൾ ആയപ്പോൾ √5, 6ാമത്തതാണെങ്കിൽ √6. ഇനി അവരുടെ ഹൈപ്പോട്ടന്യൂസ് കർണം എന്ന് പറയുന്നത് 1 കൂടുതൽ. 5ാമത്തെ ട്രയാങ്കിൾ ആണെങ്കിൽ √6, 6ാമത്തതാണെങ്കിൽ √7, 7ാമത്തതാണെങ്കിൽ √8 നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഉത്തരം വരിക. നമ്മളോട് പറയുന്നത് ഇവരുടെ ഡിഫറൻസ്, ഇവരുടെ വ്യത്യാസം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതാ ഇവൻ്റെ പെരിമീറ്ററിൽ നിന്നും ഇവൻ്റെ പെരിമീറ്റർ കുറയ്ക്കണം. അതായത് 1 + √6 + √7, ഇവൻ്റെ പെരിമീറ്ററിൽ നിന്നും മൈനസ് ഉണ്ട്, ബ്രാക്കറ്റ് ഇടണം. 1 + √5 + √6, ഇതാ ഇവനെ അങ്ങ് മൈനസ് ചെയ്യുന്നു. ഇനി മൈനസ് അങ്ങ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 1 + √6 + √7, മൈനസും പ്ലസും -1, മൈനസും പ്ലസും -√5, മൈനസും പ്ലസും -√6. ഇവിടെ നോക്കിയേ, +√6 -√6 പോയി, +1 -1 പോയി. ഇനി ഇവിടെ ആര് മാത്രമേ ബാക്കിയുള്ളൂ, √7 - √5. ഓക്കെ, ഇവിടെ √7ൻ്റെ വാല്യൂസ് അവിടെ വരെ നമ്മൾ പഠിച്ചിട്ടില്ല. സോ ഇവിടെ വരെ അങ്ങ് നിർത്തുക, ആൻസർ കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. സെറ്റ് അല്ലേ, ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോയാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 23ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അടിപൊളി ക്വസ്റ്റ്യൻ ആണ്, ഭയങ്കര സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലേ. ഏജ് പ്രോബ്ലം ആണ് പറഞ്ഞിരിക്കുന്നത്. 2 years ago, ഓക്കെ, 2 വർഷം മുൻപ് ഫാദേഴ്സ് ഏജ് എന്ന് പറയുന്നത് മകൻ്റെക്കാളും എന്താണ് 6 ഇരട്ടിയായിരുന്നു. ആൻഡ് ആഫ്റ്റർ 2 years, 2 വർഷത്തിന് ശേഷം ഇറ്റ് വുഡ് ബിക്കം 4 times. ഓക്കെ, 6 വർഷത്തിന് ശേഷം 4 മടങ്ങായി, 4 times ആയി. അങ്ങനെയാണെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ഏജ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ ഫാദറിൻ്റെ ഏജ്, സ്പെല്ലിംഗ് തെറ്റിപ്പോയി, ഫാദേഴ്സ് പ്രസൻറ്റ് ഏജ് എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് കൊടുക്കാം, എക്സ് ആയിട്ട് കൊടുക്കാം. സ്വാഭാവികമായിട്ടും അറിയില്ല, അതുകൊണ്ട് നമ്മൾ എക്സ് ആയിട്ട് കൊടുത്തു. സൺസ് പ്രസൻറ്റ് ഏജ് നമ്മൾ വൈ ആയിട്ടും കൊടുത്തു, മകൻ്റെ വൈ എന്നും കൊടുത്തു. നമ്മളോട് പറയുന്നത് 2 വർഷം മുൻപ്, 2 years ago, നമ്മളോട് പറയുന്നത് എന്താണ്, ഫാദേഴ്സ് ഏജ്. ഇപ്പോഴത്തെ ഏജ് എക്സ് ആണെങ്കിൽ 2 വർഷം മുമ്പ് എക്സ് -2 ആയിരിക്കും. മകൻ്റെ ഏജ് ഇപ്പോൾ വൈ ആണെങ്കിൽ 2 വർഷം മുമ്പ് വൈ -2 ആയിരിക്കും. ഓക്കെ, നമ്മളോട് പറയുന്നത് ഫാദേഴ്സ് ഏജ് വാസ് 6 times ദി ഏജ് ഓഫ് സൺ. ഫാദറിൻ്റെ ഏജ്, അതായത് x-2 എന്ന് പറയുന്നത് മകൻ്റെ ഏജ് x-2ൻ്റെ 6 times ആണ്. 6 × y-2 ആണ്. ഓക്കെ, 6 × മകൻ്റെ ഏജ് ആണ്. നമുക്കിനി സിംപ്ലിഫൈ ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. x-2 = 6 × y, 6y മൈനസ് 6 × -1 ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ട് കേട്ടോ, 6 × 2 12. ഓക്കെ, നമുക്ക് എക്സുകളെയും വൈകളെയും ഒരു സൈഡിലോട്ടും നമ്പേഴ്സിന് ഒരു സൈഡിലോട്ടും കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ +6y ഇപ്പുറത്തോട്ട് പോകുമ്പോൾ -6y, -12 ഇവിടെ ഉണ്ട്, -2 അപ്പുറത്തോട്ട് പോകുമ്പോൾ +2. ഉത്തരം എൻ്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടാണ് ആ 10 ഞാൻ എഴുതിയത്. ഓക്കെ, ദാറ്റ് ഈസ് x - 6y = -12 + 2.
അതായത് -10. ഇക്വേഷൻ നമ്പർ 1 എന്ന് കിട്ടി. സെറ്റ് അല്ലേ? ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നമ്മളോട് പറയുന്നത് ആഫ്റ്റർ 2 years, 2 വർഷത്തിന് ശേഷം. അപ്പോൾ എക്സ് എന്നുള്ളത് 2 വർഷം കഴിയുമ്പോൾ എന്താകും? എക്സ് എന്നുള്ളത് ആഫ്റ്റർ 2 years, അതുകൂടി ഒന്ന് കൊടുത്തേക്കാം. ആഫ്റ്റർ 2 years, 2 വർഷത്തിന് ശേഷം എക്സ് എന്ന് പറയുന്നത് വയസ്സ് കൂടും, 2 വയസ്സ് കൂടും. എക്സ് പ്ലസ് 2 എന്നാകും. വൈ എന്നുള്ളതും 2 വയസ്സ് കൂടുന്നു, എന്താകും? വൈ പ്ലസ് 2 എന്നാകും. അപ്പോൾ 2 വർഷം കഴിഞ്ഞപ്പോൾ നമ്മളോട് പറയുന്നത് 4 മടങ്ങായി, 6ന് പകരം 4 എന്നാണ് പറയുന്നത്. അതായത് ഫാദറിൻ്റെ ഏജ് എന്ന് പറയുന്നത് മകൻ്റെ ഏജിനേക്കാൾ 4 മടങ്ങ് കൂടി എന്നാണ് പറയുന്നത്. ഇവനെ നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാലോ. മീൻസ് അതൊന്ന് എഴുതുന്നുണ്ട്. എക്സ് പ്ലസ് 2 ഈസ് ഈക്വൽ ടു 4 വൈ പ്ലസ് 4 × 2 8. ഇനി എക്സുകാരെല്ലാം, എക്സും വൈയും ഒരു സ്ഥലത്തും നമ്പേഴ്സിന് എല്ലാവരെയും അപ്പുറത്തേക്കും കൊണ്ടുപോകാം. അപ്പോൾ അതാ നോക്കാം. എക്സ് ഇവിടെ ഉണ്ട്, പ്ലസ് 4y ഇപ്പുറത്തോട്ട് പോകുമ്പോൾ -4y ആയി. 8 ഇവിടെ ഉണ്ട്, പ്ലസ് 2 അപ്പുറത്തോട്ട് പോകുമ്പോൾ -2 ആയി. ദാറ്റ് ഈസ് എക്സ് മൈനസ് 4 ഈസ് ഈക്വൽ ടു 6 എന്ന് വന്നു. ഇക്വേഷൻ നമ്പർ 2. 2 ഇക്വേഷൻസും കിട്ടി. ഇനി നമുക്ക് നേരെ തന്നെ സോൾവ് ചെയ്യാം, ആൻസറിലോട്ട് എത്താൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് സോൾവ് ചെയ്ത് നോക്കിയേക്കാം. ഇക്വേഷൻ നമ്പർ 2 ഉണ്ട്, ഇക്വേഷൻ നമ്പർ 1 എവിടെ? 1 ഉണ്ട്. രണ്ടുപേർക്കും എക്സ് നമുക്ക് കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൈനസ് അങ്ങ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ നമ്പർ 2 മൈനസ് ഇക്വേഷൻ നമ്പർ 1. മിസ് ഇവിടെ ഒന്ന് എഴുതുന്നുണ്ട്. ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത് എക്സ് മൈനസ് 6y ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 6y ഈസ് ഈക്വൽ ടു -10 നിന്നും എക്സ് മൈനസ് 4y ഈസ് ഈക്വൽ ടു 6 മൈനസ് ചെയ്യണം. മൈനസ് വന്നു കഴിഞ്ഞാൽ മിസ് പറഞ്ഞിട്ടുണ്ട് അവിടെ സൈഡിൽ ഒന്ന് എഴുതി നോക്കണം. ഓക്കെ, എക്സിൽ നിന്ന് എക്സ് പോയാൽ 0 ആയി പോകും. -6y നിന്നും മൈനസ് എന്ത് ചെയ്യാൻ പോകുന്നു? -4y. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ -6y പ്ലസ് 4y എന്നായി. ഓക്കെ ആണല്ലോ? ഇവിടെ മൈനസും എന്തായി പോയി? പ്ലസ് ആയി പോയി. ഓക്കെ, പ്ലസ് ആകുമ്പോൾ ദാ -2y എന്ന് വരും. -2y ഈസ് ഈക്വൽ ടു -10 നിന്നും -6 ചെയ്യുന്നു. -10 -6 രണ്ടും സെയിം സൈൻ വന്നാൽ രണ്ടുപേരെയും കൂട്ടിയിട്ട് സെയിം സൈൻ ഇട്ട് കൊടുക്കുക. -16. ഇനി y കിട്ടാൻ -2നെ അപ്പുറത്തോട്ട് കൊടുക്കുന്നു. y ഈസ് ഈക്വൽ ടു -16 ഇവിടെയുണ്ട്. -2 ഇൻറ്റു -2 അപ്പുറത്തോട്ട് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ -2. മൈനസും കട്ടായി. സോ y എന്ന് പറയുന്നത് എത്ര വന്നു? 8 എന്ന് വന്നു. y എന്ന് പറയുന്നത് ആരുടെ ഏജ് ആണ്? y എന്ന് പറയുന്നത് കുട്ടിയുടെ ഏജ് ആണ്. കുട്ടിയുടെ ഏജ് കിട്ടി എത്രയാണ്? y ആണ്. അതെത്രയാണ്? 8 എന്ന് വന്നു. ഓക്കെ, ഇനി 8 എന്ന് പറയുന്നത് നമുക്ക് എന്തിൽ കൊടുക്കാം? 2ൽ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 2 ദാ ഇവിടെ ഉണ്ട് ഓൾറെഡി. അപ്പോൾ ഞാൻ എന്താ 2ലേക്ക് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. ദാ എക്സ് മൈനസ് 4y ഈസ് ഈക്വൽ ടു 6. അതായത് എക്സ് മൈനസ് 4 ഇൻറ്റു വൈക്ക് പകരം 8 ഈസ് ഈക്വൽ ടു 6. എക്സ് മൈനസ് 32 ഈസ് ഈക്വൽ ടു 6. എക്സ് ഈസ് ഈക്വൽ ടു ഈ -32 അപ്പുറത്തോട്ട് പോകുമ്പോൾ +32 ആകും. ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു 38. അപ്പോൾ കുട്ടിയുടെ വയസ്സ് 8, പിതാവിൻ്റെ വയസ്സ് അല്ലേ, അച്ഛൻ്റെ വയസ്സ് 38 എന്ന് വരും. സിമ്പിളായി തന്നെ നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ആൻസറിലോട്ട് എത്താൻ പറ്റും. കുഴപ്പമില്ലല്ലോ? സെറ്റ് അല്ലേ? നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റിലേക്ക് പോയാലോ? ഓക്കെ, ഇത് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാൻ പോകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദി സൈഡ്സ് ഓഫ് റെക്റ്റാങ്കിൾ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. നമ്മൾ ഒത്തിരി ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് പരിചയപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും ഉണ്ട് റെക്റ്റാങ്കിളിന്. നമുക്ക് ലെങ്ത് എന്ന് പറയുന്നത് എക്സ് ആയിട്ടും ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് വൈ ആയിട്ടും എടുക്കാം. അപ്പോൾ ഈ രണ്ടുപേരും ഒന്ന് വെച്ച് കൂടി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്സ് എന്നുള്ളത് എക്സ് പ്ലസ് 1 ആയി, വൈ എന്നുള്ളത് y പ്ലസ് 1 ആയി. അങ്ങനെയാണെങ്കിൽ അവരുടെ ഏരിയ 336 ആയി. ഏരിയ എന്ന് പറഞ്ഞാൽ L ഇൻറ്റു ബി, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അതായത് എക്സ് ഇൻറ്റു വൈ. എക്സ് വൈ എന്ന് പറയുന്നതാണ് നമുക്ക് അല്ലേ ഏരിയ ആയിട്ട് എടുക്കുന്നത്. ഇവിടെ ഒന്ന് കൂടിയപ്പോൾ അല്ലേ, അതായത് എക്സ് പ്ലസ് 1 ഇൻറ്റു y പ്ലസ് 1 ചെയ്തപ്പോൾ, അവരെ തമ്മിൽ ഇൻറ്റു ചെയ്തപ്പോൾ 336 വന്നു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് നേരെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം അല്ലേ. എക്സ് ഇൻറ്റു വൈ എക്സ് വൈ പ്ലസ് എക്സ് ഇൻറ്റു 1 എക്സ് തന്നെയാണ്, പ്ലസ് 1 ഇൻറ്റു വൈ പ്ലസ് 1 ഇൻറ്റു 1 ഇസ് ഈക്വൽ ടു 336. പ്ലസ് 1 ഇപ്പുറത്തോട്ട് പോകുമ്പോൾ -1 ആകും. ദാറ്റ് ഈസ് എക്സ് വൈ പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 335. ഇക്വേഷൻ നമ്പർ 1 എന്ന് കിട്ടി. എങ്ങനെയാണ് 335 വന്നത്? ആ പ്ലസ് 1 അപ്പുറത്തോട്ട് പോയപ്പോൾ 336 നിന്ന് 1 പോയി. ഇതാ അടുത്തതെന്ന് പറയുന്നത് ഡിക്രീസ്ഡ് ബൈ 1 മീറ്റർ. ഒന്ന് കൂടിയപ്പോൾ ദാ ഇത്രയാണ് കിട്ടിയത്. ഇനി ഒന്ന് കുറഞ്ഞു, അതായത് എക്സ് എന്നുള്ളത് എക്സ് മൈനസ് 1ഉം വൈ എന്നുള്ളത് വൈ മൈനസ് 1ഉമായി.
ഇപ്പോൾ അവരുടെ ഏരിയ 226 എന്ന് പറഞ്ഞാൽ വീണ്ടും ഇവരെ തമ്മിൽ എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം. നമുക്ക് നോക്കാം. x-1 ഇൻറ്റു y-1 ചെയ്തപ്പോൾ 226. സെയിം ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടേ. അപ്പോൾ നമുക്ക് ഇവിടെയും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം. x ഇൻറ്റു y xy, x ഇൻറ്റു -1 മൈനസ് എക്സ്, -1 ഇൻറ്റു y മൈനസ് വൈ, -1 ഇൻറ്റു -1. ഓക്കെ, -1 ഇൻറ്റു -1, 1 ഇൻറ്റു 1 1 മൈനസ് ഇൻറ്റു മൈനസ് പോസിറ്റീവായി പോകും. ഓക്കെ ആണല്ലോ. ഇനി ആ +1 ഈക്വൽ ടു അപ്പുറത്തോട്ട് കൊടുക്കാം. xy മൈനസ് x മൈനസ് y ഈസ് ഈക്വൽ ടു 225. +1 ഈക്വൽ ടു അപ്പുറത്തോട്ട് പോയപ്പോൾ -1 ആയി. 2 ഇക്വേഷൻസും കിട്ടിയില്ലേ? ഇനി ഏരിയ കണ്ടുപിടിക്കണം. അതായത് ഏരിയ പരപ്പളവ് L ഇൻറ്റു ബി, അതായത് x ഇൻറ്റു വൈ xy നമ്മൾക്ക് കണ്ടുപിടിക്കാം. മിസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ 2 ഇക്വേഷൻസ് ഉണ്ടാക്കുക, എന്നിട്ട് 2 പേരും തമ്മിൽ കൂട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് അവരുടെ പ്രൊഡക്റ്റ് അതായത് ഏരിയ കിട്ടും. അപ്പോൾ 2 ഇക്വേഷൻ തമ്മിൽ കൂട്ടാൻ പോകുന്നു. ഇക്വേഷൻ നമ്പർ 1 പ്ലസ് ഇക്വേഷൻ നമ്പർ 1 പ്ലസ് ഇക്വേഷൻ നമ്പർ 2 ചെയ്യാൻ പോകുന്നു. ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത് എത്രയാണ്? ഓക്കെ, 335 അല്ലേ? ഓക്കെ, ഇവിടെ എഴുതാം. 330 പോയോ പിന്നെ? ഓക്കെ, 335 ഇക്വേഷൻ നമ്പർ 1 പ്ലസ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ഇനി മാറ്റി എഴുതുന്നില്ല. 335. ഓക്കെ, xy പ്ലസ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 335 പ്ലസ് ഇനി ആരാണ്? മൈനസ് 225. xy മൈനസ് എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 225. ഇവർ തമ്മിൽ ഒന്ന് കൂട്ടാൻ പോവാണേ. xy പ്ലസ് xy, എത്ര xy? 2 xy. ഈ പ്ലസ് വൈയും പ്ലസ് എക്സും ഇവിടുത്തെ മൈനസ് എക്സും പോയി, ഇവിടുത്തെ പ്ലസ് വൈയും ഇവിടുത്തെ മൈനസ് വൈയും പോയി. ഇവരെ തമ്മിൽ കൂട്ടുമ്പോൾ 560 എന്ന് വരും. ഇതിൽ നിന്നും xy കണ്ടുപിടിക്കാൻ ഇൻറ്റു 2 ഈക്വൽ ടു അപ്പുറത്തോട്ട് കൊടുക്കാം. xy ഇസ് ഈക്വൽ ടു 560 ഇൻറ്റു 2 അപ്പുറത്തോട്ട് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ 2 ആകും. ദാറ്റ് ഈസ് xy ഇസ് ഈക്വൽ ടു 280. ഇതല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? x ഇൻറ്റു വൈ അവരുടെ ഏരിയ. ഓക്കെ, പരപ്പളവ് അതല്ലേ പറഞ്ഞിരിക്കുന്നത്? ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത്തും ബ്രെഡ്ത്തും എക്സും വൈ ആയിട്ടാണ് കൊടുത്തത്. അപ്പോൾ L ഇൻറ്റു ബി എന്ന് പറയുന്നത് x ഇൻറ്റു വൈ xy നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അവരുടെ പെരിമീറ്റർ കണ്ടുപിടിക്കണം. അതായത് 2 ഇൻറ്റു L പ്ലസ് ബി ആണ്. അപ്പോൾ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? 2 ഇക്വേഷൻ തമ്മിൽ മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇക്വേഷൻ നമ്പർ 1 ആണ് വലുത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 നിന്നും ഇക്വേഷൻ നമ്പർ 2 അങ്ങ് മൈനസ് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത് xy പ്ലസ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 335 നിന്നും xy മൈനസ് എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 225 മൈനസ് ചെയ്യുന്നു. ഓക്കെ, മൈനസ് ആണ് വന്നിരിക്കുന്നത്. നമുക്ക് സൈഡിൽ ചെയ്ത് നോക്കേണ്ട കാര്യങ്ങളുണ്ട്. ഓക്കെ, xyന്ന് xy പോയാൽ 0, അവിടെ ഒന്നും ചെയ്യാനില്ല. ഇനി എക്സിൽ നിന്നും എന്ത് മൈനസ് ചെയ്യുന്നു? മൈനസ് എക്സ് മൈനസ് ചെയ്യുന്നു. മൈനസും അടുത്തടുത്ത് വന്നാൽ പ്ലസ് ആകും. അപ്പോൾ എക്സ് പ്ലസ് എക്സ് 2x എന്ന് വരും. തെറ്റിക്കരുത് കേട്ടോ. ഓക്കെ, അടുത്തത് വൈയിൽ നിന്നും എന്ത് മൈനസ് ചെയ്യുന്നു? മൈനസ് വൈ മൈനസ് ചെയ്യുന്നു. വൈയിൽ നിന്നും മൈനസ് വൈ മൈനസ് ചെയ്യുന്നു. ഇവിടെയും മൈനസ് അടുത്തടുത്ത് വന്നപ്പോൾ പ്ലസ് വൈ ആയി. വൈ പ്ലസ് വൈ 2y, ദാറ്റ് ഈസ് 2y എന്ന് വന്നു. ഇതാ ഇവനെ തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ 110 എന്ന് വരും. ഓക്കെ, ഈ മൈനസ് വരുമ്പോൾ സൈഡിലൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അല്ല ബ്രാക്കറ്റ് ഓപ്പണിംഗ് മെത്തേഡ് ആണെങ്കിൽ അതും കുഴപ്പമില്ല. ഇവിടെയും 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്. 2 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 110. ഇതല്ലേ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ, അതായത് പെരിമീറ്റർ ചുറ്റളവ് എന്ന് പറയുന്നത് 2 ഇൻറ്റു എൽ പ്ലസ് ബി ആണ്. അതായത് 2 ഇൻറ്റു എല്ലും ബിയും നമ്മൾ എക്സും വൈ ആയിട്ടാണ് എടുത്തത്. 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ, അതല്ലേ 110 സെൻറ്റിമീറ്റർ. അടിപൊളിയായിട്ട് നമ്മൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. കുഴപ്പമില്ലല്ലോ, സെറ്റാണല്ലോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനും അടിപൊളിയായിട്ട് ചെയ്തു എന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 25ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെയും ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. 25ാമത്തെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കിയേക്കാം. കുറച്ച് നേരമായോ സാർ? 1.5 മണിക്കൂറായി. കുഴപ്പമില്ല, കുറച്ച് മാർക്ക് കനത്തിലിരിക്കുന്നല്ലേ, അപ്പോൾ കുറച്ച് കനത്തിൽ തന്നെ നമുക്ക് വീഡിയോ പോയേക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇവിടെ എന്താ പറയുന്നത്? ഇത് മിഡ് പോയിന്റ് തിയറം. ജസ്റ്റ് മിസ് പറഞ്ഞു പോകട്ടോ. പ്രൂഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഓൺ വേർഡ്സിൽ എഴുതി പോവാം. കറക്റ്റ് പോയിന്റ്സ് അവിടെ ഉണ്ടായാൽ മതി. ഇ ഡി എന്ന് പറയുന്നത് സി എയുടെ ഹാഫ് ആണോ എന്ന്? വെരി സിമ്പിൾ ഡാ, ഇത്രേ ഉള്ളൂ. ഇ ഡി എവിടെ? ഇ ഡി എന്ന് പറയുന്നത് സി എയുടെ ഹാഫ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, ഇ ഡി ഈസ് പെർപെൻഡിക്കുലർ. ഓക്കെ, ഇ ഡി എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചിട്ടുണ്ട്.
ആൻഡ് മിഡ് പോയിന്റ് ഓഫ് ബി സിയുടെ മിഡ് പോയിന്റിൽ നിന്നും എ ബിയിലേക്ക് ഇതാ പെർപെൻഡിക്കുലർ ആയിട്ട് ഇതാ ലൈൻ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാ ഇവിടെയും എ സി എന്ന് പറയുന്ന ആൾ അല്ലെങ്കിൽ സി എന്ന് പറയുന്ന ആൾ എ ബിക്ക് പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മിഡ് പോയിന്റ് തിയറം പ്രകാരം ഒരു ട്രയാങ്കിളിൻ്റെ ഓക്കെ ഈ 90 ഡിഗ്രി അല്ലെങ്കിൽ പാരലൽ ആയിട്ട് വരക്കുന്ന വര മൂന്നാമത്തെ സൈഡിൻ്റെ മിഡ് പോയിന്റിലൂടെ പാസ് ചെയ്ത് പോകുന്നു. പല രീതിയിൽ കണ്ടുപിടിക്കാം കേട്ടോ ഇതിനെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവൻ 8 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അവൻ്റെ പകുതി 4 ആയിരിക്കും. നമ്മൾ നേരത്തെ ഒരെണ്ണം പഠിച്ചിട്ടുണ്ട്. ആൻഡ് പാരലൽ ആൻഡ് ഹാഫ് ആയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത് പ്രൂഫാണ്. നമ്മൾ കറക്റ്റായി തന്നെ പോയിൻറ്റ്സ് എഴുതി പ്രൂവ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് സമയം അധികം ഇല്ലാത്തത് കൊണ്ട് കുറച്ചധികം ലെങ്ത് ആയിട്ടുണ്ട് നമ്മുടെ ആൻസേഴ്സ് എല്ലാം ഡിസ്കസ് ചെയ്ത് വന്നപ്പോൾ. അതുകൊണ്ട് മിസ് ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ കേട്ടോ. അത് കറക്റ്റായി തന്നെ ഒന്ന് എഴുതി വെക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഹാഫ് ആണെന്ന് തെളിയിച്ചു. ആൻഡ് സിഇയും ബിഇയും ഈക്വൽ ആണ്. സിഇ ആൻഡ് ബിഇ ഓക്കെ. ഇ എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആണ്, ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവനും ഈക്വൽ ആയിരിക്കുമല്ലോ. ഇത് ടോട്ടൽ 10 ഉണ്ടെങ്കിൽ ഇവൻ 5 ഇവൻ 5 ആയിരിക്കും. മിഡ് പോയിന്റ് ആയതുകൊണ്ട് അവർ രണ്ടുപേരും ഈക്വൽ ആയിരിക്കും. അതും കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രൂവ് ദാറ്റ് സർക്കം സർക്കിൾ ഓഫ് ട്രയാങ്കിൾ. ഓക്കെ, ഇവൻ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എന്ന് പറഞ്ഞാൽ ഇതാ ഇത്രേ ഉള്ളൂ. പ്രൂവ് ദാറ്റ് സർക്കം സെൻറ്റർ ഓഫ് റൈറ്റ് ട്രയാങ്കിൾ ഈസ് ദി മിഡ് പോയിന്റ് ഓഫ് ഹൈപ്പോട്ടന്യൂസ്. ഇതേ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു നമുക്ക് ഫസ്റ്റ് വന്നിരുന്നത് അല്ലേ. ദാ ഇ എന്ന് പറയുന്നത് ഒരു സർക്കം സർക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു എന്താണ് സർക്കിള് സെൻറ്റർ ഇ ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ എയിലൂടെയും സിയിലൂടെയും ബിയിലൂടെയും പാസ്. സെയിം ക്വസ്റ്റ്യൻ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുണ്ട്. ദാ ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ട് ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പ്രൂവ് ചെയ്യുന്നു. തുല്യ ത്രികോണങ്ങളാണെന്ന് പ്രൂവ് ചെയ്യുന്നു. എങ്ങനെ പ്രൂവ് ചെയ്യാം? ഈ ഒരു ആംഗിൾ 90, ഈ ഒരു ആംഗിൾ 90. ഇ ഡി എന്ന് പറയുന്നത് കോമൺ സൈഡ്. എ ഡിയും ഡി ബിയും ഈക്വൽ ആണ്. ഡി എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആയതുകൊണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 90ക്ക് ഓപ്പോസിറ്റ് വരുന്ന ഈ സൈഡും ഇവൻ ഓപ്പോസിറ്റ് വരുന്ന ഈ സൈഡും ഈക്വൽ ആയിരിക്കണ്ടേ? ഓൾറെഡി ഇവനും ഈക്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതാ നോക്കാം, ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ടാണ്. ഈ ഒരു ഇ എന്ന് പറയുന്ന ഒരാളിൽ നിന്നും കോമ്പസ് കുത്തിയിട്ട് ഇതാ ഇങ്ങനൊരു സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ എല്ലാ വെർട്ടക്സിലൂടെയും എ ബി സിയിലൂടെ പാസ് ചെയ്ത് പോകും. സോ നമുക്ക് അതങ്ങനെ പ്രൂവ് ചെയ്യാൻ സാധിക്കും. കുറച്ച് ടൈം ഇല്ലാത്തത് കൊണ്ട് മിസ് അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, സെറ്റാണല്ലോ, ക്ലിയർ ആണല്ലോ? ഓക്കെ, ആൻഡ് ഈ ഒരു ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ വളരെ ടൈം എടുത്ത് പറയേണ്ട കുറച്ച് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും നിങ്ങൾക്ക് ഇനിയും വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ മിസ് മാക്സിമം വേറെ ആ ഒരു ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതൊന്ന് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് കേട്ടോ, ഇതുപോലെ പ്രൂഫ് ക്വസ്റ്റ്യൻസും വലിയ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഡീറ്റെയിൽ ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അത് നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് കഴിഞ്ഞു പോയി. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്ലാസ്സിൽ ഞാൻ മീഡിയൻ മിഡ് പോയിൻറ്റ് 2:1 എന്ന് പറയുന്ന റേഷ്യോ ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ. നമ്മളോട് പറയുന്നത് എന്താണ്? എ ക്യു ആൻഡ് ബി പി ആർ മീഡിയൻസ്. ഓക്കെ, എ ക്യു എന്ന് പറയുന്നതും ബി പി എന്ന് പറയുന്നത് മീഡിയൻസ് ആണ്. മീഡിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സൈഡിൻ്റെ മിഡ് പോയിന്റിലേക്ക് വരക്കുന്ന വരകളാണല്ലേ. ഓക്കെ, മധ്യബിന്ദുവിലോട്ട് വരക്കുന്ന വരകളാണ്. ആൻഡ് നമ്മളോട് പറയുന്നുണ്ട് എ ബി എന്ന് പറയുന്നത് 24 ഓക്കെ, എ ബി എന്ന് പറയുന്നത് 24. എസ് എന്ന് പറയുന്നത് ഇവൻ്റെ മിഡ് പോയിന്റ് ആണ്. ആർ എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, എ ജിയുടെയും ബി ജിയുടെയും. അങ്ങനെയാണെങ്കിൽ എ ജി ഈസ് ടു ബി ജി ക്യു. ഓക്കെ, എ ജി ഈസ് ടു ജി ക്യു എന്ന് പറയുന്നത് എത്രയായിരിക്കും? നമ്മൾ റേഷ്യോ പഠിച്ചിട്ടുണ്ട്. മീഡിയൻസ് കട്ട് ചെയ്യുന്ന അംശബന്ധം 2:1 ആണെന്ന് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് ആൻസറിലോട്ട് എത്താം. എന്താണ്? 2:1. ഓക്കെ, നമ്മളോട് പറയുന്നത് പി ക്യുവിൻ്റെ ലെങ്ത്തും അതുപോലെ തന്നെ എസ് ആറിൻ്റെ ലെങ്ത്തും കണ്ടുപിടിക്കാനാണ് അല്ലേ. മിഡ് പോയിന്റ് തിയറം പ്രകാരം ഇതാ നോക്കിക്കേ, ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഈ ഒരു ട്രയാങ്കിൾ ഞാൻ വരച്ചു കഴിഞ്ഞാൽ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ ഉണ്ട്. ഓക്കെ, എയുടെ ഇതാ ഈ ഒരു മിഡ് പോയിന്റ് ആണ് പി, ആൻഡ് ക്യു എന്ന് പറയുന്നത് സി ബിയുടെ മിഡ് പോയിന്റ് ആണ്. ഇവൻ 24. ഈ മിഡ് പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്ത് വരക്കുന്ന വര മൂന്നാമത്തെ സൈഡിന് പാരലൽ ആയിരിക്കും. മൂന്നാമത്തെ സൈഡിൻ്റെ പകുതി 24ൻ്റെ പകുതി 12 ആയിരിക്കും. ഓക്കെ, ഇതേ സെയിം കാര്യം തന്നെയല്ലേ ഇവിടെയും വരുന്നത്. ഈ ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സൈഡിൻ്റെ എന്താണ് പാരലലായിട്ടും അതുപോലെ തന്നെ അവൻ്റെ ഹാഫുമായിട്ടായിരിക്കും എസ് ആർ എന്ന് പറയുന്ന സൈഡ് വരുന്നത്. സോ 24ൻ്റെ പകുതി ഇവനും 12 തന്നെയായിരിക്കും. ഓക്കെ, രണ്ടുപേരും ഈക്വൽ ആണ്. 12 സെറ്റല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇവനെയും പ്രൂവ് ചെയ്യേണ്ട ഇനി ആവശ്യമില്ല അല്ലേ. ഇതാ നോക്കിക്കേ, പി ക്യു ആർ എസ് പാരലലോഗ്രാം ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഞാൻ ദാ റെഡിലൊന്ന് വരച്ച് കാണിച്ചു തരാം. പി ക്യു ആർ എസ് എന്ന് പറയുന്നത് ദാ പി ക്യു ആർ എസ് പാരലലോഗ്രാം ആണോ? ഇത്ര അതാ രണ്ടും ഒരു ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് സൈഡ്സ്. 12 നമ്മൾ തെളിയിച്ചു. ആൻഡ് എല്ലാവരും നോക്കിക്കേ, എ ബിക്ക് പാരലാണ് പി ക്യു.
അതുപോലെ തന്നെ എ ബിക്ക് പാരലലാണ് എസ് ആർ. അപ്പോൾ പി ക്യു എന്ന് പറയുന്നതും എസ് ആർ എന്ന് പറയുന്നതും മിഡ് പോയിന്റ് തിയറം പ്രകാരം ഓക്കെ പാരലലുമായിരിക്കും ഹാഫുമായിരിക്കും. അങ്ങനെയാണ് 12 നമ്മൾ എഴുതിയത്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ ആൻഡ് ഈക്വൽ. വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ ആൻഡ് ഈക്വൽ ആണെങ്കിൽ അവൻ എന്താണ്? അവനൊരു പാരലലോഗ്രാമാണ്. ഒരു ജോഡി എതിർവശങ്ങൾ തുല്യവും സമാന്തരവുമാണെങ്കിൽ അവനൊരു സമാന്തരികമാണെന്ന് നമ്മൾക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു പ്രൂഫ് ക്വസ്റ്റ്യൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് കരുതുന്നു. മിസ് വീണ്ടും പറയുന്നുണ്ട്, ഇത് വീണ്ടും വേണം, ഇത് ഡീറ്റെയിൽ ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? ഐഡിയാസ് എല്ലാം വന്നു എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഓൾറെഡി ചെയ്ത് കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഞാൻ ജസ്റ്റ് തൊട്ടാണ്ടോ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ സാർ, ഇപ്പോൾ എത്ര മിനിറ്റ് ആയി? 38. നമുക്ക് 45 നിർത്താനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇത്രേ ഉള്ളൂ. ദി പ്രൊഡക്റ്റ് ഓഫ് ലാർജർ ഓഫ് 2 numbers. ഓക്കെ, 2 നമ്പേഴ്സിൻ്റെയും ലാർജ് നമ്പർ ഇൻക്രീസ്ഡ് ബൈ 1 ആ സ്മോളർ നമ്പർ ഡിക്രീസ്ഡ് ബൈ 1. ഓക്കെ, ലാർജർ നമ്പർ ഓക്കെ ആദ്യത്തെ നമ്പർ എക്സും രണ്ടാമത്തെ നമ്പർ വൈ എടുത്തു. ആദ്യത്തെ നമ്പർ 1 കൂടി, രണ്ടാമത്തെ നമ്പർ 1 കുറഞ്ഞു. അപ്പോൾ അവരെ തമ്മിൽ ഇൻറ്റു ചെയ്തപ്പോൾ 112 വന്നു. ഇനി നമ്മളോട് പറയുന്ന നേരെ തിരിച്ചു ചെയ്തപ്പോൾ 120 വന്നു. അങ്ങനെയാണെങ്കിൽ അവരുടെ പ്രൊഡക്റ്റും ഡിഫറൻസും കണ്ടുപിടിക്കുക. സെയിം നേരത്തെ ചെയ്ത പെരിമീറ്റർ റെക്റ്റാങ്കിളിലെ സെയിം ക്വസ്റ്റ്യൻ ആണ്. ഞാൻ വേഗം ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോകട്ടെ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസ് ലാസ്റ്റത്തെ 2 ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ നോക്കാം, വേറൊരു വീഡിയോ നോക്കാം കേട്ടോ. നിങ്ങൾക്ക് സ്പീഡിൽ പറഞ്ഞു പോയി അല്ലെങ്കിൽ അതൊന്ന് ക്ലിക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മിസ്സിനെ അറിയിക്കുക, കമൻറ്റ് വഴിയൊന്ന് അറിയിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് കേൾക്കാം. അപ്പോൾ എക്സ് എന്നുള്ള നമ്പർ 1 കൂടി, അപ്പോൾ എക്സ് പ്ലസ് 1 ആയി. വൈ എന്ന് പറയുന്ന നമ്പറാണ് രണ്ടാമത്തെ നമ്പർ. അവൻ 1 കുറഞ്ഞപ്പോൾ വൈ മൈനസ് 1 മാറി. അങ്ങനെയാണെങ്കിൽ ഇവരെ തമ്മിൽ ഇൻറ്റു ചെയ്തപ്പോൾ എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ മൈനസ് 1 ചെയ്തപ്പോൾ 112 വന്നു എന്നാണ് പറയുന്നത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. എക്സ് ഇൻറ്റു വൈ ആൻഡ് എക്സ് ഇൻറ്റു മൈനസ് 1 ഇൻറ്റു വൈ ആൻഡ് 1 ഇൻറ്റു മൈനസ് 1 ഇസ് ഈക്വൽ ടു 112. ഞാൻ ഇക്വേഷൻ ഡയറക്റ്റ് എഴുതിക്കോട്ടെ, കാൽക്കുലേഷൻസ് നിങ്ങൾ ചെയ്യുമല്ലോ. അപ്പോൾ ഇക്വേഷൻ വരുന്നത് എക്സ് വൈ മൈനസ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 112 എന്ന് വരും. ഓക്കെ, അപ്പോൾ അതൊന്ന് 112 അല്ല 113 എന്ന് വരും. ഒന്ന് അപ്പുറത്തോട്ട് പോകുമ്പോൾ 113 എന്ന് വരും. ഇക്വേഷൻ നമ്പർ 1. ആൻഡ് അടുത്ത കാര്യം പറയുന്നത് എക്സ് എന്ന് പറയുന്നത് 1 കുറഞ്ഞു, എക്സ് മൈനസ് 1 ആയി. വൈ എന്ന് പറയുന്നത് അപ്പോൾ 1 കൂടി, വൈ പ്ലസ് 1 ആയി. ഇവരെ തമ്മിൽ ഇൻറ്റു ചെയ്തപ്പോൾ മൾട്ടിപ്പിൾ ചെയ്തപ്പോൾ 120 വന്നു. വീണ്ടും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അത് നിങ്ങൾ ചെയ്യുമെന്ന പ്രതീക്ഷയിൽ ഞാൻ ഇക്വേഷൻ നമ്പർ 2 ഡയറക്റ്റ് ചെയ്തതാണ്. എക്സ് വൈ പ്ലസ് എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 121. ഇക്വേഷൻ നമ്പർ 2 കിട്ടി. ഓക്കെ, നമുക്ക് നേരെ തന്നെ ഇവരുടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്ത് ചെയ്യണം? 2 ഇക്വേഷൻസ് തമ്മിൽ കൂട്ടണം. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 പ്ലസ് ഇക്വേഷൻ നമ്പർ 2 ഡീറ്റെയിൽ ചെയ്ത് എഴുതുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ രണ്ടുപേരും തമ്മിൽ പ്ലസ് ചെയ്യുമ്പോൾ എക്സും വൈ ഒക്കെ ക്യാൻസലായി പോയിട്ട് 2xy ഈസ് ഈക്വൽ ടു 234 എന്ന് നമ്മൾക്ക് വരും. അതിൽ നിന്നും എക്സ് വൈ പ്രൊഡക്റ്റ്, അതായത് എക്സ് ഇൻറ്റു വൈ ആണ് നമ്മൾക്ക് വേണ്ടത്. അപ്പോൾ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ ഇൻറ്റു 2 ഈക്വൽ ടു അപ്പുറത്തോട്ട് പോകുമ്പോൾ 234 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമുക്ക് എക്സ് വൈ എന്ന് പറയുന്നത് 117 വരും. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ്റെ ആൻസറായി. ആൻസേഴ്സ് മാത്രമേ മിസ് പറഞ്ഞു പോകുന്നുള്ളൂ കേട്ടോ, സ്റ്റെപ്സ് പറയാൻ കുറച്ചധികം സമയം എടുക്കും നമ്മൾക്ക്, അതുകൊണ്ടാണ്. അപ്പോൾ അത് ആൻസർ കിട്ടി. ഇനി അടുത്തതെന്ന് പറയുന്നത് ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലേ. ആദ്യം 2 ഇക്വേഷൻ തമ്മിൽ കൂട്ടണം, പിന്നെ 2 ഇക്വേഷൻ തമ്മിൽ കുറയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ നമ്പർ 2ൽ നിന്നും ഇക്വേഷൻ നമ്പർ 1 മൈനസ് ചെയ്യുന്നു. അപ്പോൾ 1 മൈനസ് ചെയ്യുന്നു, സൈഡിലൊന്ന് എഴുതി നോക്കണം കേട്ടോ. മൈനസ് ചെയ്യുമ്പോൾ ഞാൻ ആൻസർ എഴുതുവാണ്. 2x മൈനസ് 2y ഈസ് ഈക്വൽ ടു 8 എന്ന് വരും. ഇവിടെയും 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്. ആ 2നെ അങ്ങ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 8 എന്ന് വരും. ഈ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് വൈ, വ്യത്യാസം എന്ന് പറഞ്ഞാൽ കുറയ്ക്കാമെന്നാണ് അർത്ഥം അല്ലേ. സം എന്ന് പറയുമ്പോൾ കൂട്ടുക. അപ്പോൾ ഇവിടെ എക്സ് മൈനസ് വൈ വേണം. അപ്പോൾ എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് ഇൻറ്റു 2 ഇപ്പുറത്തോട്ട് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ 2. 8 ഡിവൈഡഡ് ബൈ 2 എന്ത് വന്നു? 4 എന്ന് വന്നു. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ പെട്ടെന്ന് തന്നെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതാ നേരെ തന്നെ ആൻസർ കിട്ടി. ഇനി ബി പാർട്ട് കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ, പെട്ടെന്ന് അങ്ങ് ചെയ്തു പോവാം. ദി പ്രൊഡക്റ്റ് ഓഫ് 2 numbers. ഓക്കെ, 2 നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ്, 2 നമ്പേഴ്സ് നമുക്ക് അറിയില്ല, എക്സ് വൈ എന്ന് കൊടുത്തു. അപ്പോൾ എക്സ് ഇൻറ്റു വൈ പ്രൊഡക്റ്റ് ഗുണനഫലം എന്ന് പറഞ്ഞാൽ 2 പേരും തമ്മിൽ ഇൻറ്റു ചെയ്യുക എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണെന്നാണ് പറയുന്നത്? ഈക്വൽ ടു 4 more than the product of the large number increased by 1. large number increased by 1. x എന്നുള്ളത് 1 കൂട്ടുകയും
സ്മോൾ നമ്പർ 1 കുറയുകയും ചെയ്തു. എന്നിട്ട് പ്രൊഡക്റ്റ് ഇവരെ തമ്മിൽ ഇൻഡു ചെയ്തിട്ട് 4 കൂട്ടുന്നു. മനസ്സിലായോ? ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാണ്. ഈ ഒരു പ്രൊഡക്റ്റ്, നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്തിനോട് തുല്യമാണെന്നാണ് പറയുന്നത്? 4 മോർ ദാൻ, 4 കൂടുതൽ, പ്ലസ് 4 എന്തിനോട്? പ്രൊഡക്റ്റ് ഓഫ്, അതായത് ഇവരെ തമ്മിൽ ഇൻഡു ചെയ്തിട്ടുണ്ട്. ലാർജ് നമ്പർ ഇൻക്രീസ്ഡ് ബൈ 1, അതായത് എക്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് 1 ആയി. സ്മോൾ നമ്പർ ഡിക്രീസ്ഡ് ബൈ 1, സ്മോൾ നമ്പർ വൈ എന്ന് പറയുന്നത് വൈ മൈനസ് 1 ആയി. അവനോട് തുല്യമാണെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു കുറച്ചധികം പേര് ചെയ്തിരിക്കുന്നത് ഓപ്ഷൻ എ ആയിരിക്കും അല്ലേ? ഇതൊന്ന് മനസ്സിലാക്കി എടുക്കാൻ ഒന്ന് കണ്ണടച്ചിങ്ങനെ അല്ലെ, ഒന്ന് റിവൈൻഡ് ചെയ്ത് ഇങ്ങനെ കുറേ തവണ വായിച്ചാലേ നമ്മുടെ മനസ്സിലേക്ക് വരത്തുള്ളൂ. ഓക്കെ, സിമ്പിളാണ്. നമുക്ക് നേരെ തന്നെ ആൻസറോട്ട് എത്താം. ഭയങ്കര സിമ്പിളാണ്. ഇതാ ഇത്രേ ഉള്ളൂ. എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ എക്സ് വൈ, x into minus x, x into minus 1 minus x, 1 into y, 1 into minus 1 minus 1 plus 4. ഇവിടെ പ്ലസ് എക്സ് വൈയും പോയി. ഇനി ഇവിടെ ആരുമില്ല. 0 is equal to minus x പ്ലസ് വൈ മൈനസ് 1ഉം പിന്നെന്താ പ്ലസ് 4, അതായത് പ്ലസ് 3 എന്ന് വന്നു. അതായത് ഇതാ നോക്കാം, ഇവിടെ എല്ലാവരെയും നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ എല്ലാവരുടെയും സൈൻ ചേഞ്ച് ആവും. മൈനസ് എക്സ് എന്ന് പറയുന്നത് പ്ലസ് എക്സ്, പ്ലസ് വൈ എന്ന് പറയുന്നത് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 3 അവിടെ തന്നെ ഉണ്ട് അല്ലേ? ഇസ് ഈക്വൽ ടു 3. അതല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന ഡിഫറൻസ്, അവരുടെ വ്യത്യാസം. എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് 3 എന്ന് കിട്ടി. സെറ്റ് അല്ലേ? ഇനി നമ്മളോട് പറയുന്നത് ഹൗ മച്ച് വിൽ ബി ദി ഇൻക്രീസ് ഇൻ പ്രൊഡക്റ്റ് ഓഫ് ലാർജ് നമ്പർ ആൻഡ് ഓക്കെ, നേരെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്താ പറ്റുകയെന്ന്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നമ്പർ കുറഞ്ഞു, 1 കുറഞ്ഞു, രണ്ടാമത്തെ നമ്പർ 1 കൂടി. ഓക്കെ, അപ്പോൾ എക്സ് എന്നുള്ളത് എക്സ് മൈനസ് 1 ആയി, വൈ എന്നുള്ളത് വൈ പ്ലസ് 1 ആയി. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വീണ്ടും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എക്സ് ഇൻറ്റു വൈ എക്സ് വൈ, എക്സ് ഇൻറ്റു 1 എക്സ് ആണ്, 1 മൈനസ് 1 ഇൻറ്റു വൈ മൈനസ് വൈ, മൈനസ് 1 ഇൻറ്റു 1 മൈനസ് 1. ഇവിടെ നോക്കിക്കേ, എക്സ് വൈ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് സബ് ക്വസ്റ്റ്യനിൽ നമുക്ക് ഓക്കെ ഇല്ല, എക്സ് വൈ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. എക്സ് വൈ ഞാൻ അതുപോലെ തന്നെ എഴുതി. പ്ലസ് എക്സ് മൈനസ് വൈ നമ്മൾ കണ്ടുപിടിച്ചു 3 ആണെന്ന്. 3 മൈനസ് 1, ദാറ്റ് ഈസ് എക്സ് വൈ പ്ലസ് 2. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എത്രത്തോളം കൂടണം, ഹൗ മച്ച് വിൽ ഇൻക്രീസ് ഇൻ ദി പ്രൊഡക്റ്റ്, അതായത് ഈ പ്രൊഡക്റ്റ്, അതായത് ഗുണനഫലം എക്സ് ഇൻറ്റു വൈ, എക്സ് വൈ എത്രത്തോളം ഇൻക്രീസ് ആവണം. എക്സ് വൈയുടെ കൂടെ എത്രത്തോളം കൂട്ടി? 2 കൂട്ടി. അപ്പോൾ ഇൻക്രീസ് ആവേണ്ടത് 2 ആണ്. ഇത്ര ഉള്ളൂ ആൻസർ. ഇത് കുറച്ചുകൂടി അങ്ങ് വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. സോ അവസാനത്തെ 26, 25 ക്വസ്റ്റ്യൻസ്, 24 പിന്നെയും കുഴപ്പമില്ല, ഞാൻ അവസാനം വരെയും ചെയ്തിട്ടുണ്ട്. 25, 26 കുറച്ച് സ്പീഡിലാണ് നമ്മൾ എടുത്തു പോയത്. അപ്പോൾ ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് മിസ്സിനെ അറിയിക്കാം. ആൻഡ് അടിപൊളിയായിട്ട് എക്സാം എല്ലാം എഴുതിയെന്ന് കരുതുന്നു. ഇനി കഴിഞ്ഞ എക്സാം കഴിഞ്ഞു, ഇനി അടുത്ത എക്സാമിനായിട്ട് നന്നായി തന്നെ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക, ഇതുപോലെ തന്നെ അടിപൊളിയായിട്ട് നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്യുക. നമുക്കിനി വൈൻഡ് അപ്പ് ചെയ്യാലോ. അപ്പോൾ മിസ് പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കണ്ട. ഓക്കെ, അപ്പോൾ ബൈ ബൈ, സി യു, താങ്ക് യു.